ഹായ് മക്കളെ, വെൽക്കം ടു എജുപോർട്ട്. അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാമിന് ഇനി വെറും 60 ദിവസത്തോളം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മാക്സിമം പ്രിപ്പറേഷനിലാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഹാലോ അൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു വൺ ഷോട്ട് വീഡിയോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് സമയം കൊണ്ട് ഈ ചാപ്റ്ററിലെ എല്ലാ റിയാക്ഷൻസും അതിലാവശ്യമുള്ള മെക്കാനിസംസും ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹായ് മക്കളെ, വെൽക്കം ടു എജുപോർട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് +2 ഓർഗാനിക്കിലെ ഹാലോ അൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു വൺ ഷോട്ട് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ എന്താണ് ഹാലോ അൽക്കെയിൻസ്, എന്താ ഹാലോ അരീൻസ് എന്നൊക്കെ നമുക്കറിയാം. ഹാലോ അൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡ് ആണ് അല്ലേ. ഹാലജൻ അറ്റാച്ച്ഡ് ടു ആൽക്കൈൽ ഗ്രൂപ്പാണ്. ആൽക്കൈൽ ഹാലൈഡുകളെയാണ് നമ്മൾ ഹാലോ അൽക്കെയിൻസ് എന്ന് വിളിക്കുക. ഹാലോ അരീൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാലജൻ അറ്റാച്ച്ഡ് ടു ബെൻസീറിംഗ് ആണ്. ഹാലജൻ ബെൻസീറിംഗും അറ്റാച്ച് ചെയ്താൽ അത്തരം ഹാലൈഡുകളെയാണ് നമ്മൾ ഹാലോ അരീൻസ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആൾസോ കാൾഡ് അരൈൽ ഹാലൈഡ്. ഓക്കെ, ഇനി ഇവരുടെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന്, ഹാലജൻ്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് ഇവരെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഒരു ഹാലജൻ ആണെങ്കിൽ മോണോ ഹാലൈഡ് എന്ന് വിളിക്കുക, 2 ഹാലജൻ ഉണ്ടെങ്കിൽ ഡൈഹാലൈഡ്, ഇപ്പോൾ 2ൽ കൂടുതലാണെങ്കിൽ നമുക്ക് ജനറലി പോളി ഹാലൈഡ്സ് എന്ന് വിളിക്കാം. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. പിന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് അറിയുന്ന ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. നോക്കി, പിന്നെ നമ്മൾ എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടിലും പറയുന്നത് പോലെ പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി, ഇങ്ങനെ 3 ടൈപ്പ് ഹാലൈഡ്സുകളുണ്ട്. ആരാ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്? ആരാ ഹാലജൻ പ്രൈമറി കാർബൺ അറ്റാച്ച് ചെയ്താൽ ഇറ്റ് ഈസ് കാൾഡ് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്. ഹാലജൻ സെക്കൻഡറി കാർബൺ അറ്റാച്ച് ചെയ്താൽ ഇറ്റ് ഈസ് കാൾഡ് സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്. ഹാലജൻ ടേഴ്സറി കാർബൺ അറ്റാച്ച് ചെയ്താൽ ഇറ്റ് ഈസ് കാൾഡ് ടേഴ്സറി ആൽക്കൈൽ ഹാലൈഡ്. അതൊക്കെ നമുക്ക് അറിയുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി ഇതിൽ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതാണ് അല്ലൈലിക്, ബെൻസൈലിക് ആൻഡ് വിനൈലിക് ഹാലൈഡ്സ്. എന്താണ് അല്ലൈലിക് ഹാലൈഡ്, ബെൻസൈലിക് ഹാലൈഡ്, വിനൈലിക് ഹാലൈഡ് നമുക്ക് നോക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ നോക്കിയാൽ, ഞാൻ അല്ലൈലിക് ഹാലൈഡിന് ഒരു എക്സാമ്പിൾ എഴുതാം. നോക്ക്, ഇതൊരു അല്ലൈലിക് ഹാലൈഡിന് എക്സാമ്പിൾ ആണ്. ഇത് മാത്രമല്ല, അല്ലൈലിക് ഹാലൈഡ് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് വയ്യേ കാണാം. ഇതൊരു അല്ലൈലിക് ഹാലൈഡിന് എക്സാമ്പിൾ. അപ്പോൾ എന്താണ് അല്ലൈലിക് ഹാലൈഡ് നമുക്ക് ഇത് വെച്ചിട്ട് പറയാം. ഒരാളെ അല്ലൈലിക് ഹാലൈഡ് എന്ന് വിളിക്കണമെങ്കിൽ ഈ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ sp3 ആയിരിക്കണം. എടാ, ഈ കാർബൺ sp3 അല്ലേ? എങ്ങനെ ഹൈബ്രിഡൈസേഷൻ നോക്കുക? കാർബൺ 4 സിഗ്മയാണെങ്കിൽ sp3, ഒരു പൈ വന്ന sp2, 2 പൈ വന്ന sp, ഇവിടെ 4 സിഗ്മയാണ്, അപ്പോൾ sp3 ആണ്. അപ്പോൾ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ sp3 ആയിരിക്കണം. അത് മാത്രം പോരാ, ആ sp3 കാർബൺ ഒരു കാർബൺ ഡബിൾ ബോണ്ട് കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യും കൂടി വേണം. അപ്പൊ എന്താ അല്ലൈലിക് ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഹാലജൻ അറ്റാച്ച്ഡ് ടു sp3 കാർബൺ, then which is attached to C ഡബിൾ ബോണ്ട് C. ഇത്തരം ഹാലൈഡുകളെയാണ് നമ്മൾ അല്ലൈലിക് ഹാലൈഡ് എന്ന് വിളിക്കുക. ഇനി അടുത്താണ് ബെൻസൈലിക് ഹാലൈഡ്. ആരാ ബെൻസൈലിക് ഹാലൈഡ്? ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം. ഓക്കെ, ഇതൊരു ബെൻസൈലിക് ഹാലൈഡിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ എന്താ ബെൻസൈലിക് ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ sp3 ആയിരിക്കണം. നേരത്തെ പോലെ തന്നെ sp3 ആണ്. അപ്പോൾ ഹാലജൻ അറ്റാച്ച്ഡ് ടു sp3 കാർബൺ, then which is attached to ബെൻസീറിംഗ്. ആ sp3 കാർബൺ പിന്നെ എവിടെ അറ്റാച്ച് ചെയ്യണം? ബെൻസീറിംഗിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഹാലജൻ അറ്റാച്ച്ഡ് ടു sp3 കാർബൺ, then which is attached to ബെൻസീറിംഗ്. such halides are called ബെൻസൈലിക് ഹാലൈഡ്. then അടുത്താണ് വിനൈലിക് ഹാലൈഡ്. ആരാ വിനൈലിക് ഹാലൈഡ് എന്നറിയോ? ഹാലജൻ ഡയറക്റ്റ് ആയിട്ട് C ഡബിൾ ബോണ്ട് Cയിൽ അറ്റാച്ച് ചെയ്താൽ, ഹാലജൻ ഡയറക്റ്റ് ആയിട്ട് കാർബൺ ഡബിൾ ബോണ്ട് കാർബണിൽ അറ്റാച്ച് ചെയ്താൽ such halides are called വിനൈലിക് ഹാലൈഡ്സ്. ഓക്കെ, ഈ ഒരു 3 ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ഐഡന്റിഫൈ അല്ലൈലിക്, ബെൻസൈലിക് ആൻഡ് വിനൈലിക് ഹാലൈഡ്സ് എമംഗ് ദി ഫോളോവിങ് കോമ്പൗണ്ട്സ്. അപ്പോൾ നോക്കി, ഒരുപാട് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇതിൽ ആരൊക്കെ അല്ലൈലിക്, ആരൊക്കെ വിനൈലിക്, ആരൊക്കെ ബെൻസൈലിക് നമുക്ക് നോക്കാം. ആദ്യത്തെ കോമ്പൗണ്ട് എ നോക്കാം. ഇവിടെ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ sp3 അല്ലേ, 4 സിഗ്മ. ഇവിടെ 1 H ഉണ്ടാവും, അതും സിഗ്മയാണല്ലോ. അപ്പോൾ 4 സിഗ്മ. അപ്പോൾ ഹാലജൻ അറ്റാച്ച്ഡ് ടു sp3 കാർബൺ, then which is attached to C ഡബിൾ ബോണ്ട് C, then it is അല്ലൈലിക് ഹാലൈഡ് ആണ്. റെഡി. ഇവിടെ ബിയിൽ നോക്കാം. ഹാലജൻ ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ടു C ഡബിൾ ബോണ്ട് C, then it is വിനൈലിക് ഹാലൈഡ്. ഇവിടെയും നോക്കാം. ഹാലജൻ ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ടു C ഡബിൾ ബോണ്ട് C, then it is വിനൈലിക് ഹാലൈഡ്. ഓക്കെ, ഇവിടെ നോക്കി. ഇവിടെ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ sp3 ആണ്. ഇവിടെ 1 H ഉണ്ടാവും കേട്ടോ. അപ്പോൾ 4 സിഗ്മ sp3. അപ്പോൾ ഹാലജൻ അറ്റാച്ച്ഡ് ടു sp3 കാർബൺ, then which is attached to C ഡബിൾ ബോണ്ട് C, അങ്ങനെയാണെങ്കിൽ അത് അല്ലൈലിക് ഹാലൈഡ് ആണ്. ഇവിടെ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ sp3 ആണ്, 4 സിഗ്മ. then ആ sp3 കാർബൺ ബെൻസീറിംഗിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, then it is called ബെൻസൈലിക് ഹാലൈഡ്. അപ്പോൾ ഇതാണ് നമുക്ക് ക്ലാസിഫിക്കേഷനിൽ പറയാനുള്ളത്. ഇനി അടുത്തത് നോക്കിയേ, നേച്ചർ ഓഫ് CX ബോണ്ട് ആണ് അടുത്ത ടോപ്പിക്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട്. ഈ നേച്ചർ ഓഫ് CX ബോണ്ടിൽ നമുക്ക് പറയാനുള്ളത് ഡിഫറൻറ്റ് CX ബോണ്ട് എന്ന് പറയുമ്പോൾ CF ഉണ്ട്, CCl, CBr, CI. ഇവരുടെ ബോണ്ട് ലെങ്ത്തിന്റെ ഓർഡറും ബോണ്ട് സ്ട്രെങ്ത്തിന്റെ ഓർഡറും അതുപോലെ ഡൈപോൾ മൊമെന്റിന്റെ ഓർഡറും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കണം. അപ്പോൾ ഈ CX ബോണ്ടിന്റെ നേച്ചർ പറയുമ്പോൾ ഈ CX ബോണ്ട് നമുക്കറിയാം കോവാലന്റ് ബോണ്ടാണ്. മാത്രമല്ല ഈ ബോണ്ട് പോളാർ ആണ്. കാരണം ഈ കാർബൺ അപേക്ഷിച്ച് ഹാലജൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവാണ്. അപ്പോൾ ഈ ഹാലജന്റെ ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണം അയാൾ ഷെയർഡ് ഇലക്ട്രോൺസിനെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ടാവും. ആസ് ദി റിസൾട്ട് ഇലക്ട്രോൺസ് അങ്ങോട്ടേക്ക് നീങ്ങി പോകും. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു ഡെഫിഷ്യൻസി വരും. ഇവിടേക്ക് ഇലക്ട്രോൺ വരുന്നതുകൊണ്ട് അവിടെ ഒരു ചെറിയ നെഗറ്റീവ് ചാർജ് വരും. അപ്പോൾ ആ ബോണ്ട് പോളാർ ആണ് എന്ന് നമുക്കറിയാം. ഇനി നോക്കണേ, ഇവിടെ നമുക്ക് വേണ്ടത് ഡിഫറൻറ്റ് CX ബോണ്ടിന്റെ ബോണ്ട് ലെങ്ത്തിന്റെയും ബോണ്ട് സ്ട്രെങ്ത്തിന്റെയും ഡൈപോൾ മൊമെന്റിന്റെ ഓർഡർ ആണ്. അപ്പോൾ ഡിഫറൻറ്റ് CX ബോണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ CF, CCl, CBr,
ദെൻ CI. ആർക്കാ ബോണ്ട് ലെങ്ത് കൂടുതൽ കുറവ് നമുക്ക് നോക്കാം. എടാ നോക്കുക, ഇതിൽ കാർബൺ എല്ലാത്തിലും ഫിക്സ്ഡ് ആണ്, ഹാലജൻ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചെറിയ ഹാലജൻ ഏതാ? ഫ്ലൂറിനല്ലേ സൈസ് കുറവ്. എടാ സൈസ് കുറവാണെങ്കിൽ അവർ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് നിൽക്കുക അല്ലേ? സൈസ് കൂടിയ ആൾ വരുമ്പോൾ റിപ്പൾഷൻ ഉണ്ടാവും, അപ്പോൾ ഒന്ന് അകന്ന് നിൽക്കുക ചെയ്യുക. അപ്പോൾ സൈസ് കൂടിയ ആൾ വരുമ്പോൾ റിപ്പൾഷൻ കാരണം ഇങ്ങനെ അകലും. അപ്പോൾ സൈസ് കുറഞ്ഞ ആളുകളാണെങ്കിൽ നോക്കി ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഫ്ലൂറിനല്ലേ ഏറ്റവും ചെറിയ ആൾ, അപ്പോൾ സൈസ് ഏറ്റവും കുറവ് ഫ്ലൂറിനാണ്. സൈസ് കുറയുമ്പോൾ നോക്കി അവരെങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോൾ ബോണ്ട് ലെങ്ത് കുറവായിരിക്കും. ഇനി ക്ലോറിൻ വരുമ്പോൾ ഒന്ന് സൈസ് കൂടും, അപ്പോൾ റിപ്പൾഷൻ കാരണം ബോണ്ടിന്റെ അല്ലെ ഒന്ന് അകന്നിട്ട് നിൽക്കുക, അപ്പോൾ ബോണ്ട് ലെങ്ത് കൂടും. ഓക്കെ. CBr വരുമ്പോൾ വീണ്ടും സൈസ് കൂടി. അയഡിൻ വരുമ്പോഴായിരിക്കും നല്ല സൈസ് ഉണ്ടാവും. അപ്പോൾ നല്ല സൈസ് ഉണ്ടാകുമ്പോൾ നല്ല ഇലോങ്ങേറ്റ് ചെയ്തിട്ടാണ് ആ ബോണ്ട് നിൽക്കുക. ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ CI ആയിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ബോണ്ട് ലെങ്ത്തിന്റെ ഓർഡർ വരിക. ദെൻ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ബോണ്ട് സ്ട്രെങ്ത്? നമുക്കറിയാം ബോണ്ട് ലെങ്ത്തിന്റെ നേരെ റിവേഴ്സ് ആണ് ബോണ്ട് സ്ട്രെങ്ത്തിന്റെ ഓർഡർ വരിക. കാരണം ബോണ്ട് ലെങ്ത് കുറഞ്ഞ ആൾക്കായിരിക്കും ബോണ്ടിന്റെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ. ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ ബോണ്ടിന്റെ സ്ട്രെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ബോണ്ട് സ്ട്രെങ്ത്? ഏറ്റവും ബോണ്ട് സ്ട്രെങ്ത് കുറവ് CI, ദെൻ CBr, ദെൻ CCl. ഏറ്റവും ബോണ്ട് സ്ട്രോങ് എവിടെയായിരിക്കും? CFലായിരിക്കും. കാരണം ലെങ്ത് കുറയുമ്പോഴാണ് സ്ട്രെങ്ത് എന്ത് ചെയ്യുക? കൂടുക. ലെങ്ത് കൂടുമ്പോൾ സ്ട്രെങ്ത് കുറവായിരിക്കും. ഇത് തന്നെയാണ് ബോണ്ട് എൻതാൽപ്പിയുടെ ഓർഡറും വരിക. എടാ ബോണ്ട് എൻതാൽപ്പിയുടെ ഓർഡർ എന്താ? ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ബോണ്ട് പൊട്ടിക്കാൻ വേണ്ട എനർജിയാണ് നമ്മൾ ബോണ്ട് എൻതാൽപ്പി എന്ന് വിളിക്കുക. ബോണ്ട് പൊട്ടിക്കാൻ വേണ്ട എനർജിയാണ് ബോണ്ട് എൻതാൽപ്പി. നിങ്ങൾ ആലോചിക്കുക, ബോണ്ട് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ ആ ബോണ്ട് പൊട്ടിക്കണമെങ്കിൽ ഞാൻ നല്ല എനർജി കൊടുക്കേണ്ടി വരും. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി കൂടുതൽ ഇവിടെ ആയിരിക്കും. ബോണ്ട് വളരെ വീക്ക് ആണെങ്കിൽ കുറച്ച് എനർജി കൊടുത്താൽ മതി ആ ബോണ്ട് പൊട്ടിക്കാൻ. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ബോണ്ട് സ്ട്രെങ്ത്തിന്റെ അതേ ഓർഡറാണ് ബോണ്ട് എൻതാൽപ്പിക്ക് വരിക. ഇതായിരുന്നു ബോണ്ട് എൻതാൽപ്പിയുടെ ഓർഡറാണ് നീറ്റ് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തത് ഓർഡർ ഓഫ് ഡൈപോൾ മൊമെന്റ്. നമുക്കറിയാം ഈ ബോണ്ട് പോളാർ ആയതുകൊണ്ട് ഇവിടെ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. കാരണം ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റ് ചെയ്ത ഒരു സിസ്റ്റം ആണ്, ഡൈപോൾ ആണ്. അപ്പോൾ ഇവിടെ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. എങ്ങനെ നമ്മൾ ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് പറയുമ്പോൾ ഈ ബോണ്ട് ലെങ്ത് തന്നെയാണ് ഡിസ്റ്റൻസ് വരിക. അപ്പോൾ ഈ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്ത് നമുക്ക് ഡൈപോൾ മൊമെന്റ് കിട്ടും. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, നമുക്ക് അതിന്റെ ഓർഡർ മതി. നോക്കണം, ഈ ഡൈപോൾ മൊമെന്റ് ചാർജ് കൂടുമ്പോൾ ഡൈപോൾ മൊമെന്റ് കൂടും. ചാർജ് ഏറ്റവും കൂടുതൽ CFലായിരിക്കും. കാരണം ഫ്ലൂറിൻ വരുമ്പോഴാണ് നന്നായിട്ട് വലിക്കുക. ഫ്ലൂറിൻ നന്നായിട്ട് വലിക്കുന്ന ആളാണ്. അപ്പോൾ നല്ലോണം വലിക്കുമ്പോൾ നല്ല പോസിറ്റീവ് നല്ല നെഗറ്റീവ് വരും. അപ്പോൾ ചാർജ് ഏറ്റവും കൂടുതൽ ഫ്ലൂറിൻ വരുമ്പോൾ CFലാണ്. അപ്പോൾ ചാർജ് കൂടുമ്പോൾ ഡൈപോൾ മൊമെന്റ് കൂടും. അപ്പോൾ ചാർജ് വെച്ച് നോക്കുകയാണെങ്കിൽ CFലായിരിക്കും ഡൈപോൾ മൊമെന്റ് കൂടുതൽ. പക്ഷേ ചാർജ് വെച്ച് മാത്രം നമുക്ക് ആൻസർ പറയാൻ പറ്റില്ല, ഡിസ്റ്റൻസ് കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ CIക്കാണ്. ലെങ്ത് അല്ലെ കൂടുതൽ CIക്കാ. അപ്പോൾ ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ CIക്കായിരിക്കും ഡൈപോൾ മൊമെന്റ് കൂടുതൽ. അപ്പോൾ രണ്ട് ഫാക്ടർ നോക്കുമ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ആൻസർ എനിക്ക് കിട്ടുക. ചാർജ് വെച്ച് നോക്കുമ്പോൾ CFൽ കൂടുതൽ, ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ CIക്ക് കൂടുതൽ. അതുകൊണ്ട് തിയറിറ്റിക്കലി നമുക്ക് ഡൈപോൾ മൊമെന്റിന്റെ ഓർഡർ പറയാൻ പറ്റില്ല. രണ്ട് ഫാക്ടർ രണ്ട് ഓപ്പോസിറ്റ് ആൻസർ ആണ് തരുന്നത്. അതുകൊണ്ടാണ് NCERTയിൽ എക്സ്പെരിമെന്റലി മെഷർ ചെയ്ത ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാല്യൂ പഠിക്കൊന്നും വേണ്ട, നമുക്ക് ആ വാല്യൂ വെച്ചിട്ട് ഓർഡർ പഠിച്ചാൽ മതി. അപ്പോൾ എക്സ്പെരിമെന്റലി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഏറ്റവും ഡൈപോൾ മൊമെന്റ് കൂടുതൽ വന്നത് CCLനാണ്, പിന്നെ CF. അപ്പോൾ ഇത് എക്സ്പെരിമെന്റലി പറയുന്ന ഓർഡർ ആണ്. ദെൻ CBr, ദെൻ CI. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഓർഡർ ഓഫ് ഡൈപോൾ മൊമെന്റ്. ഞാൻ ഡിക്രീസിങ് ഓർഡർ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഈ മൂന്ന് ഓർഡറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തത് ഇവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അല്ല, ആദ്യം പ്രിപ്പറേഷൻസ് ആണ്. പ്രിപ്പറേഷൻസിൽ ഒന്നാമത്തെ പ്രിപ്പറേഷൻ ഫ്രം ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾസ് തന്നെ ഒരുപാട് രീതിയിൽ നമുക്ക് ഹാലോൽക്കെയിൻസ് ഉണ്ടാക്കാം. അതിൽ ആദ്യത്തെ മെത്തേഡാണ് ആൽക്കഹോൾസ് എന്നുള്ള ആദ്യത്തെ മെത്തേഡ് ബൈ ട്രീറ്റിംഗ് വിത്ത് HX ആണ്. ബൈ ട്രീറ്റിംഗ് വിത്ത് കോൺസെൻട്രേറ്റഡ് HX എന്ന് പറയുമ്പോൾ HCl ആവാം, HBr, HI ഒക്കെ ആവാം. അപ്പോൾ നോക്കിയേ, ആൽക്കഹോൾസിനെ നമ്മൾ HXുമായിട്ട് ട്രീറ്റ് ചെയ്യാണ്, കോൺസെൻട്രേറ്റഡ് HXുമായിട്ട് ട്രീറ്റ് ചെയ്യാം. എന്താ റിയാക്ഷൻ വളരെ സിമ്പിളാണ്. നിങ്ങളൊരു ആൽക്കഹോളിലേക്ക് കോൺസെൻട്രേറ്റഡ് HX കൊടുക്കുമ്പോൾ ഇവിടുന്ന് ഒരു OHും ഇവിടുന്ന് ഒരു Hഉം ചേർന്നിട്ട് വാട്ടർ പോകും. അങ്ങനെ വാട്ടർ പോയി കഴിഞ്ഞാൽ ബാക്കി ഈ OHന് പകരം ഇവിടെ ഹാലജൻ കയറും. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവുക? ഒന്ന് RX പ്ലസ് ആ OH ചേർന്നിട്ട് എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഹാലോൽക്കെയിൻസ് ഉണ്ടാക്കാം. ഇതിൻ്റെ മെക്കാനിസം അറിയണം. മെക്കാനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എടാ നോക്കി, നമ്മളിവിടെ എടുക്കുന്നത് ആൽക്കഹോൾസ് ആണ്. ഈ ആൽക്കഹോളിലേക്ക് ഞാൻ കൊടുക്കുന്നത് HX ആണ്. ഈ HX എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് ആസിഡാണ്. അപ്പോൾ HCl, HBr എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ട്രോങ് ആസിഡ് അല്ലേ. അപ്പോൾ ഇവർ ആസിഡ് ആയതുകൊണ്ട് ഇവരെന്തായാലും H+നെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആസിഡാണ്, അപ്പോൾ H+നെ ഡൊണേറ്റ് ചെയ്യും. ഇവർ ഡൊണേറ്റ് ചെയ്യുന്ന H+ ഇങ്ങനെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ട് ഇങ്ങനെ തേരാപര നടക്കുക. കാരണം H+ അല്ലേ, ഇലക്ട്രോൺ ഇല്ല. H+ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റാണ്. അപ്പോൾ ഈ H+ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ ആൽക്കഹോളിനെ കാണുന്നതോടുകൂടി ഇവിടെയുള്ള H+ നമ്മുടെ ആൽക്കഹോളിനെ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. എന്തിനാ H+ ആൽക്കഹോളിനെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത്? കാരണം ആൽക്കഹോൾ ഇലക്ട്രോൺ റിച്ചാ. ആൽക്കഹോളിൻ്റെ കയ്യിൽ ഓക്സിജൻ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്, വെറുതെ കിടക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ആ H+ വന്നിട്ട് നമ്മുടെ ആൽക്കഹോളിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ എന്തിനാ അറ്റാക്ക് ചെയ്യുന്നത്? ആ ഇലക്ട്രോൺ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യുന്നറിയോ? ഈ H+ പാവല്ലേ, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓക്സിജൻ തൻ്റെ ഇലക്ട്രോൺ എടുത്തിട്ട് ആർക്ക് കൊടുക്കും? H+ന് കൊടുത്തിട്ട് അയാളുമായിട്ട് ബോണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ബോണ്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ അവിടെ കാണിക്കാം. അപ്പോൾ ഓക്സിജൻ ഇലക്ട്രോൺ കൊടുത്തിട്ട് ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കി. ഓക്കെ, ഇവിടെ ആൾറെഡി ഓക്സിജൻ വേറെ ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ഈ ഓക്സിജൻ ഇലക്ട്രോൺ കൊടുത്തതോടുകൂടി ഓക്സിജൻ പ്ലസ് വരും. കാരണം ഓക്സിജൻ ന്യൂട്രൽ അല്ലേ. ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആൾ വെറുതെ ഇലക്ട്രോൺ കൊടുത്താൽ അയാൾക്ക് പ്ലസ് വരും. നോക്കിയേ, ഹൈഡ്രജൻ ഇലക്ട്രോൺ കിട്ടി, അത്
ഇവിടെ ഹൈഡ്രജന്റെ പോസിറ്റീവ് ചാർജ് പോയി. പക്ഷെ ഓക്സിജനാണ് ഇലക്ട്രോൺ കൊടുത്തത്. ഓക്സിജൻ ന്യൂട്രൽ ആയിരുന്നു, അയാൾ ഇലക്ട്രോൺ കൊടുത്തതോടുകൂടി ഓക്സിജൻ എന്ത് വരും? പ്ലസ് ചാർജ് വരും. ഈ ഓക്സിജൻ പ്ലസ് ചാർജ് വന്നാൽ അയാൾ അൺസ്റ്റേബിൾ ആവും. എടാ, ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റത്തിൽ ഒന്നും പോസിറ്റീവ് ചാർജ് സ്റ്റേബിൾ അല്ല. അപ്പൊ ഈ ഓക്സിജൻ പ്ലസ് ചാർജ് വന്നാൽ ഇപ്പൊ ഇയാൾ ഡെഫിഷ്യന്റ് ആയി അല്ലെ. അപ്പൊ എങ്ങനെയെങ്കിലും ഈ പ്ലസ് ചാർജിനെ റിമൂവ് ചെയ്യാനാണ് ഇപ്പൊ ഓക്സിജൻ നോക്കുന്നുണ്ടാവുക. അപ്പൊ ഓക്സിജൻ എന്ത് ചെയ്യുന്ന അറിയോ? ആ പ്ലസ് ചാർജിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കാർബൺ വന്ന് ഇലക്ട്രോൺ വലിക്കാൻ തുടങ്ങും. സാധാരണ ഓക്സിജൻ ഇലക്ട്രോൺ വലിക്കാറുണ്ട്, പക്ഷെ വലിച്ച് പൊട്ടിക്കാറൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഓക്സിജൻ പ്ലസ് ചാർജ് വന്നാൽ അയാൾ അൺസ്റ്റേബിളാ. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യുന്ന അറിയോ? ഈ ബോണ്ട് പൊട്ടുന്നത് വരെ എന്ത് ചെയ്യുന്ന അറിയോ? ഈ ബോണ്ട് പൊട്ടുന്നത് വരെ ഇവിടുന്ന് ഇലക്ട്രോൺ വലിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ O+ ഓക്സിജനേക്കാളും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ് O+. സാധാരണ ഓക്സിജൻ വലിക്കാറുണ്ട്, പക്ഷെ വലിച്ചു പൊട്ടിക്കാറില്ല. പക്ഷെ പോസിറ്റീവ് ചാർജ് വന്നാൽ അയാൾ ഈ ബോണ്ട് പൊട്ടുന്നത് വരെ വലിക്കും. അങ്ങനെ ഈ ബോണ്ട് പൊട്ടും. അങ്ങനെ ബോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ അവസ്ഥ അവിടെ കാണിക്കാം. ബോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവുക? പറ. R+ ഉണ്ടാവും. അങ്ങോട്ടല്ലേ പൊട്ടിയതപ്പോൾ കാർബൺ പ്ലസ് വരും. ഈ ബോണ്ട് പൊട്ടി ഇവിടെ മൈനസ് വരും. അപ്പോൾ ആ പ്ലസ് മൈനസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ? ഇത് H2 ആയി. അപ്പോൾ R+. R+ ആരാ? കാർബോകേറ്റോൺ ആണ്. നോക്കി, ഈ കാർബോകേറ്റോൺ സ്റ്റേബിൾ അല്ല. കാരണം കാർബൺ ഒരു ബോണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയില്ല, അയാൾക്ക് സ്റ്റേബിൾ ആവണം. ഇവിടുന്ന് H+ അല്ലേ പോയത്, ബാക്കി അവിടെ ഒരു X- ഉണ്ടല്ലോ. അപ്പോൾ ഈ R+ ബാക്കിയുള്ള X- ചേർന്നിട്ട് എന്തായിട്ട് മാറും? RX ആയിട്ട് മാറും. അങ്ങനെയാണ് നമുക്ക് RX+ വാട്ടർ കിട്ടിയത്. ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇന്റർമീഡിയറ്റ് ആണ്. നമ്മൾ ആരും ഇന്റർമീഡിയറ്റ് എന്ന് വിളിക്കുക? ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലെ ബോണ്ട് പൊട്ടുമ്പോൾ ഉണ്ടാവുന്ന കാറ്റയോൺ, ആനയോൺ, റാഡിക്കിൾസ് അവരെല്ലാം നമ്മൾ ഇന്റർമീഡിയറ്റ് എന്ന് വിളിക്കുക. ഈ റിയാക്ഷനിൽ ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റ് ആരാ? കാർബോകേറ്റോൺ ഇന്റർമീഡിയറ്റ് ആണ്. ശ്രദ്ധിച്ചോ, കാർബോകേറ്റോൺ ഇന്റർമീഡിയറ്റ് വഴിയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഏത് ആൽക്കഹോൾസ് എടുക്കുമ്പോഴായിരിക്കും ഈ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുക? പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി, അങ്ങനെ ഏത് ആൽക്കഹോൾസ് എടുക്കുമ്പോഴാണ് ഈ റിയാക്ഷൻ പെട്ടെന്ന് നടക്കുക? ടേഴ്സറി ആൽക്കഹോളിന്റെ കേസിലാണ്. കാരണം ടേഴ്സറി ആൽക്കഹോളിന്റെ നോക്കിയ ടേഴ്സറി ആൽക്കഹോൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് ബോണ്ട് പൊട്ടും. കാരണം ടേഴ്സറിയുടെ കാർബോകേറ്റോൺ ഹൈലി സ്റ്റേബിൾ ആ. ടേഴ്സറിയുടെ കാർബോകേറ്റോൺ ഹൈലി സ്റ്റേബിൾ ആയതുകൊണ്ട് ടേഴ്സറിയിൽ പെട്ടെന്ന് ബോണ്ട് പൊട്ടും, പെട്ടെന്ന് കാർബോകേറ്റോൺ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് റിയാക്ഷൻ നടന്നോളൂ. നമ്മുടെ ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റി ആണ് റിയാക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുക. റിയാക്ടിവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് ഇന്റർമീഡിയറ്റ് എന്നല്ലേ പഠിച്ചത്? ഇന്റർമീഡിയറ്റ് സ്റ്റെബിലിറ്റി കേട്ടോ. കോമ്പൗണ്ടിന്റെ സ്റ്റെബിലിറ്റി കൂടുമ്പോൾ റിയാക്ടിവിറ്റി കൂടുന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റി കൂടുമ്പോഴാണ് റിയാക്ടിവിറ്റി കൂടുക. കാരണം ഇന്റർമീഡിയറ്റ് ഹൈലി സ്റ്റേബിൾ ആണെങ്കിൽ പെട്ടെന്ന് ബോണ്ട് പൊട്ടിയിട്ട് പെട്ടെന്ന് ഇന്റർമീഡിയറ്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് റിയാക്ഷൻ നടന്നോളും. ഇന്റർമീഡിയറ്റ് അൺസ്റ്റേബിൾ ആണെങ്കിൽ പെട്ടെന്ന് ബോണ്ട് പൊട്ടില്ല, പെട്ടെന്ന് ഇന്റർമീഡിയറ്റ് ഉണ്ടാവില്ല, പെട്ടെന്ന് റിയാക്ഷൻ നടക്കില്ല. പ്രൈമറി ആൽക്കഹോൾ എടുത്താൽ ഈ റിയാക്ടിവിറ്റി വളരെ കുറവായിരിക്കും. കാരണം പ്രൈമറിയുടെ കാർബോകേറ്റോൺ ഒട്ടും സ്റ്റേബിൾ അല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ പ്രൈമറി ആൽക്കഹോളിൽ പെട്ടെന്ന് ബോണ്ട് പൊട്ടില്ല, പെട്ടെന്ന് കാർബോകേറ്റോൺ ഉണ്ടാവില്ല, പെട്ടെന്ന് റിയാക്ഷൻ നടക്കില്ല. ടേഴ്സറിയുടെ കാർബോകേറ്റോൺ ഹൈലി സ്റ്റേബിൾ ആയതുകൊണ്ട് ടേഴ്സറിയിൽ പെട്ടെന്ന് ബോണ്ട് പൊട്ടും, പെട്ടെന്ന് കാർബോകേറ്റോൺ ഉണ്ടാവും, പെട്ടെന്ന് റിയാക്ഷൻ നടന്നോളൂ. സോ വാട്ട് ഈസ് ദ റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് ഡിഫറെന്റ് ആൽക്കഹോൾസ്? പറ. റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് ആൽക്കഹോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻ്റ് ആൽക്കഹോൾസിൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ ഈ റിയാക്ഷനിൽ ടേഴ്സറി, സെക്കൻഡറി, പ്രൈമറി ആണ്. ഓക്കെ, ടേഴ്സറി, സെക്കൻഡറി, പ്രൈമറി. അതുപോലെ വേറെ റിയാക്ടിവിറ്റി കൂടി നമുക്കറിയണം. റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് ഡിഫറെൻറ്റ് HX. കാരണം ഈ HX എന്ന് പറയുമ്പോൾ HCl, HBr, HI ഒക്കെ ആവാലോ. അപ്പോൾ അതിൽ ഏത് HX എടുത്താലും റിയാക്ഷൻ പെട്ടെന്ന് നടക്കുക? നോക്കിയേ, HX എന്തായാലും ഇവിടെ അല്ലേ ബോണ്ട് പൊട്ടേണ്ടത്? HI എടുക്കുമ്പോഴല്ലേ പെട്ടെന്ന് ബോണ്ട് പൊട്ടുക. കാരണം HIക്ക് ബോണ്ട് ലെങ്ത് കൂടുതലാണ്, ബോണ്ട് സ്ട്രെങ്ത് കുറവാണ്. അപ്പോൾ HI ആണെങ്കിൽ പെട്ടെന്ന് ബോണ്ട് പൊട്ടും. അപ്പോൾ HIയിലാണ് ഫാസ്റ്റ് ആയിട്ട് നടക്കുക. ദെൻ HBr, ദെൻ HCl. HF നമ്മൾ പറയാറില്ല, കാരണം HFലൊന്നും ഈ റിയാക്ഷൻ നടക്കില്ല. HF ബോണ്ടൊക്കെ ഭയങ്കര സ്ട്രോങ് ആ. ഓക്കെ, അതുകൊണ്ട് HFലൊന്നും ഈ റിയാക്ഷൻ നടക്കാറേയില്ല. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് ഡിഫറെൻറ്റ് ആൽക്കഹോൾസ് ആൻഡ് ദ റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് ഡിഫറെൻറ്റ് HX. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങൾ നോക്കി, ഈ റിയാക്ട് ചെയ്യുന്ന HXകളിൽ HF റിയാക്ട് ചെയ്യുന്നില്ല. റിയാക്ട് ചെയ്യുന്ന HXകളിൽ HClന് കമ്പാരിറ്റീവ്ലി റിയാക്ടിവിറ്റി കുറവാണ് ഇല്ലേ? പിന്നെ HFനെ നോക്കണ്ട, റിയാക്ട് ചെയ്യുന്ന ആളുകളിൽ HClന് റിയാക്ടിവിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് HCl നമ്മൾ എടുക്കുമ്പോൾ HClന് റിയാക്ടിവിറ്റി കുറവായതുകൊണ്ട് നിങ്ങൾ HX ആയിട്ട് ഇവിടെ HCl ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ ഒരു കാറ്റലിസ്റ്റ് കൊടുക്കണം. ആ കാറ്റലിസ്റ്റ് ആണ് അൺഹൈഡ്രസ് ZnCl2. അപ്പോൾ HClന്റെ കേസിൽ റിയാക്ടിവിറ്റി കുറവായതുകൊണ്ട് നമ്മൾ HCl ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ HCl എടുക്കുമ്പോൾ കൂടെ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? അൺഹൈഡ്രസ് ZnCl2 കൊടുക്കണം. അത് കാറ്റലിസ്റ്റ് ആണ് എന്ന് വിചാരിച്ച റിയാക്ഷനിൽ മാറ്റമൊന്നുമില്ല. OH ചേർന്നിട്ട് വാട്ടർ പോവും ആൻഡ് വി വിൽ ഗെറ്റ് RCl പ്ലസ് വാട്ടർ. ഓക്കെ, ആൻഡ് ഈ കോൺസെൻട്രേറ്റഡ് HClന്റെയും അൺഹൈഡ്രസ് ZnCl2ന്റെയും ഈ മിക്സറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂക്കാസ് റിയേജന്റ്. എന്താ വിളിക്കുക? ലൂക്കാസ് റിയേജന്റ്. ഒക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് ZnCl2 ഈസ് കാൾഡ് ലൂക്കാസ് റിയേജന്റ്. നമ്മൾ ഏത് ആൽക്കഹോൾ എടുക്കുമ്പോഴാണ് ഈ റിയാക്ഷൻ പെട്ടെന്ന് നടക്കുക? ടേഴ്സറി ആൽക്കഹോളിന്റെ കേസിലല്ലേ? ഈ റിയാക്ഷൻ നടന്നിട്ട് ഈ പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ ടെസ്റ്റ് ട്യൂബിൽ ഒരു ടർബിഡിറ്റി ഉണ്ടാവും, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. കാരണം ഈ RCl വെള്ളത്തിൽ സൊല്യൂബിൾ അല്ല. ഓക്കെ, പിന്നെ മാത്രമല്ല കളർലെസ് ആണ്. അതുകൊണ്ട് ഈ RCl ഉണ്ടായി കഴിഞ്ഞാൽ സൊല്യൂബിൾ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അടിഞ്ഞുകൂടി പ്രസിപ്പിറ്റേറ്റ് രൂപത്തിലാണ് നമുക്ക് RCl കിട്ടുക. അപ്പോൾ നമ്മൾ ടേഴ്സറി ആൽക്കഹോൾ എടുക്കുമ്പോൾ പെട്ടെന്ന് റിയാക്ഷൻ നടക്കും, അതുകൊണ്ട് പെട്ടെന്ന് പ്രൊഡക്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ടർബിഡിറ്റി കാണാൻ പറ്റും, ആ പ്രസിപ്പിറ്റേറ്റ് കാണാൻ പറ്റും.
സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ അത്ര ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യില്ല, ടെർഷ്യറിയുടെ അത്ര ഫാസ്റ്റ് ആയിട്ട് സെക്കൻഡറി റിയാക്ട് ചെയ്യില്ല. സെക്കൻഡറിയുടെ കേസിൽ ഒരു 5 to 10 മിനിറ്റുകൾക്കുള്ളിലെ ടെർബിഡിറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യാറില്ല, കാരണം പ്രൈമറി ആൽക്കഹോളിന് റിയാക്ടിവിറ്റി കുറവാണ്. അതുകൊണ്ട് പ്രൈമറി ആൽക്കഹോളിലേക്ക് നിങ്ങൾ ലൂക്കാസ് റിയേജന്റ് കൊടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ അവിടെ റിയാക്ഷൻ നടക്കില്ല, പ്രൊഡക്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, പ്രസിപ്പിറ്റേറ്റ് അഥവാ ടെർബിഡിറ്റി കാണാൻ പറ്റില്ല. അപ്പോൾ ടെർഷ്യറി ആൽക്കഹോൾ എടുത്താൽ നമ്മൾ ആൾറെഡി പറഞ്ഞു, ടെർഷ്യറി ആൽക്കഹോൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് HXുമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോൾ ടെർഷ്യറി ആൽക്കഹോളിലേക്ക് നിങ്ങൾ ലൂക്കാസ് റിയേജന്റ് കൊടുത്താൽ ആ സെക്കൻഡിൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവും, ആ സെക്കൻഡിൽ തന്നെ നമുക്ക് ടെർബിഡിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ടെർബിഡിറ്റി ഇൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി എന്നൊക്കെ പറയാം. ഓക്കെ, ദെൻ സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ ടെർഷ്യറിയുടെ അത്ര ഫാസ്റ്റ് അല്ല, ഒരു 5 to 10 മിനിറ്റുകൾക്കുള്ളിൽ റിയാക്ഷൻ നടക്കുള്ളൂ. സോ ഒരു 5 to 10 മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് പ്രൊഡക്റ്റ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ടെർബിഡിറ്റി വിത്തിൻ 5 to 10 മിനിറ്റ്സ്. ദെൻ വാട്ട് അബൌട്ട് പ്രൈമറി ആൽക്കഹോൾ? പ്രൈമറി ആൽക്കഹോളിന് റിയാക്ടിവിറ്റി കുറവായതുകൊണ്ട് പ്രൈമറിയിലേക്ക് ലൂക്കാസ് റിയേജന്റ് കൊടുത്താൽ റൂം ടെമ്പറേച്ചറിൽ അവിടെ റിയാക്ഷൻ നടക്കില്ല, സോ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നോ ടെർബിഡിറ്റി, നോ റിയാക്ഷൻ അഥവാ നോ ടെർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ. ഇനി ഹീറ്റൊക്കെ കൊടുത്താലേ പ്രൈമറി എന്ത് ചെയ്യുള്ളൂ, റിയാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഡിഫറൻറ്റ് ആൽക്കഹോൾസിനെ നമുക്ക് വേർതിരിക്കാൻ, ഐഡന്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് ഈ ലൂക്കാസ് റിയേജന്റ് യൂസ് ചെയ്യാം. ദാറ്റ് ടെസ്റ്റ് ഈസ് കാൾഡ് ലൂക്കാസ് ടെസ്റ്റ്. ഒക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഗീവ്സ് ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി വിത്ത് ലൂക്കാസ് റിയേജന്റ്? കുറേ ആൽക്കഹോൾസ് തന്നിട്ടുണ്ട്, ഏത് ആൽക്കഹോൾസ് ആണ് ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി തരിക? ഉറപ്പായിട്ടും ടെർഷ്യറി ആൽക്കഹോൾസ് ആണ്. ഇവിടെ OH അറ്റാച്ച് ചെയ്ത കാർബൺ ടെർഷ്യറി ആണ്, സോ ഇറ്റ് ഈസ് ടെർഷ്യറി ആൽക്കഹോൾ. സോ ആൻസർ ഈസ് ഡി. ഓക്കെ, ഇപ്പോൾ അടുത്തത് പ്രൊഡക്റ്റ് ചെയ്താലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ശ്രദ്ധിക്കണം, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കി, നമുക്ക് ആൽക്കഹോൾസ് തന്നിട്ടുണ്ട്, നമ്മളിതിലേക്ക് കോൺസെൻട്രേറ്റഡ് HBr കൊടുക്കണം. HCl, HBr, വാട്ട് എവർ. HBrക്കും HIക്കൊന്നും കാറ്റലിസ്റ്റിൻ്റെ ആവശ്യമില്ല. HClന് റിയാക്ടിവിറ്റി കുറവായതുകൊണ്ടാണ് നമ്മൾ ZnCl2 കാറ്റലിസ്റ്റ് ഒക്കെ കൊടുത്തത്. അപ്പോൾ റിയാക്ഷൻ നമുക്കറിയാം അല്ലേ, എന്താ, ഈ OH ഇവിടുന്ന് പോകും, OHനെ മാറ്റിയിട്ട് OH പോകുമ്പോൾ അതൊരു കാർബോക്കേറ്റൻ ഉണ്ടാവും, ഈ പ്ലസ് ഉള്ളിടത്തേക്ക് ഇവിടുന്ന് ആര് വരും, Br- വരും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടി CH3CH. Br- അല്ലേ വരിക, OH- പോകുമ്പോൾ അവിടെ ഒരു പ്ലസ് ഉണ്ടാവും, ആ പ്ലസ് ഉള്ളിടത്ത് ആര് വരും, Br- വരും. ദിസ് ഈസ് ദ പ്രൊഡക്റ്റ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ഇത് നീറ്റ് 2023 ക്വസ്റ്റ്യൻ ആണ്. നീറ്റ് 2023 ക്വസ്റ്റ്യൻ ആണ്. മാത്രമല്ല ഇത് NCERTയുടെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിലല്ല, ആൽക്കഹോൾസിലെ NCERTയുടെ എക്സസൈസിലാണ് ഈ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടാവുക. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരെ ഈ OH- മാറ്റിയിട്ട് ഇവിടെ Br- കൊടുക്കരുത്, അതല്ല ഇതിന്റെ ആൻസർ. കാരണം എടാ നോക്കിയേ, എന്തായാലും റിയാക്ഷന്റെ മെക്കാനിസം നമുക്കറിയാം, H+ ഒക്കെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ബോണ്ട് പൊട്ടും. ആദ്യം കാർബോക്കേറ്റൻ ഉണ്ടാവും. ഏതാ കാർബോക്കേറ്റൻ? CH3 അല്ലെ. OH- പോയി കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ശരിക്കും സംഭവിക്കേണ്ട എന്താ, ഈ പ്ലസ് ഉള്ള ഭാഗത്ത് Br- വന്നിട്ട് ബോണ്ട് ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലർക്കും അറിയുന്നുണ്ടാവും, ഞാൻ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, എപ്പോഴും കാർബോക്കേറ്റൻ ഉണ്ടാകുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ കാർബോക്കേറ്റോടെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്, കാർബോക്കേറ്റുള്ള റീഅറേഞ്ച്മെന്റ് നടക്കാം. എപ്പോഴും റീഅറേഞ്ച്മെന്റ് നടക്കുക നോക്കി, അത് ശ്രദ്ധിക്കണം. അത് ഇവിടെ നല്ല കേട്ടോ, എവിടെ കാർബോക്കേറ്റൻ ഉണ്ടായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കാർബോക്കേറ്റുള്ള റീഅറേഞ്ച്മെന്റ് നടക്കാം. പ്ലസ് ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ്? ഇപ്പോൾ പ്ലസ് ചാർജ് നിൽക്കുന്നത് സെക്കൻഡറി കാർബമേ അല്ലേ. ഓക്കെ, ഈ പ്ലസ് ചാർജ് എവിടെ കാർബോക്കേറ്റൻ ഉണ്ടായോ അയാൾ തൊട്ടപ്പുറത്തുള്ള കാർബൺസിനെ നോക്കും. ഇപ്പോൾ പ്ലസ് ചാർജ് സെക്കൻഡറി കാർബമേയാ, അയാൾ ഈ തൊട്ടപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ പ്രൈമറി കാർബണാണ്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഇത് ടെർഷ്യറി കാർബണാണ്. അപ്പോൾ ഈ പ്ലസ് ചാർജ് ചിന്തിക്കുകയാണ്, എൻ്റെ തൊട്ടപ്പുറത്ത് എന്നേക്കാൾ ഹയർ ഡിഗ്രിയിലുള്ള ഒരു കാർബൺ ഉണ്ട്, അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് നിന്നാൽ ഒന്നുകൂടി എന്തായിട്ട് മാറാം, സ്റ്റേബിൾ ആയിട്ട് മാറാമായിരുന്നു എന്നാ പ്ലസ് ചാർജ് ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ എവിടെ കാർബോക്കേറ്റൻ ഉണ്ടായാലും നമ്മൾ തൊട്ടപ്പുറത്തേക്ക് നോക്കണം. അപ്പോൾ ഇയാൾ ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ തൊട്ടപ്പുറത്ത് എന്നേക്കാൾ ഹയർ ഡിഗ്രി കാർബൺ ഉണ്ട്, അപ്പോൾ ഇങ്ങോട്ട് നിന്നാൽ എനിക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി സ്റ്റേബിൾ ആയിട്ട് മാറാം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് പ്ലസ് ചാർജ് അങ്ങോട്ടേക്ക് നിൽക്കും. പക്ഷേ വെറുതെ നിൽക്കാൻ പറ്റില്ല, വെറുതെ ഒരു പ്ലസ് ചാർജിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ആഗ്രഹം മൂപ്പർക്ക് ഉണ്ട്, ഈ പ്ലസ് ചാർജിന് ഇങ്ങോട്ട് നിന്നാൽ ഒന്നുകൂടി സ്റ്റേബിൾ ആവും. അപ്പോൾ ഇവിടുന്ന് ഈ പ്ലസ് ചാർജിന് ഇവിടുന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ പകരം ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് പോകണ്ടേ. അപ്പോൾ ആരാ പോവുക? വെറുതെ ഇങ്ങോട്ട് വരില്ല, ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് പോകണം. ആരാ പോകാന്നറിയോ? ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ ആയിരിക്കും പോവുക. കാരണം ഹൈഡ്രജൻ ആണ് ചെറിയ ആളാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. വലിയ ആളാണെങ്കിൽ മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ പകരം ഹൈഡ്രജൻ ആണ് പോവുക. ഹൈഡ്രജൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ് അങ്ങോട്ട് പോവുക. അപ്പോൾ ശ്രദ്ധിക്കണം, അപ്പോൾ ഇവിടെ ഒരു കാർബണിന്റെ തൊട്ടപ്പുറത്ത്, കാർബോക്കേറ്റിന്റെ തൊട്ടപ്പുറത്ത് ഹൈ ഡിഗ്രി കാർബൺ വന്നാൽ പ്ലസ് ചാർജ് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. പകരം ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് പോകണോ? ആരാ പോവുക? ഇവിടെ ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് ഹൈഡ്രജൻ ആണ് പോവുക. അപ്പോൾ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ അങ്ങോട്ട് പോകുന്നു, പകരം പ്ലസ് ചാർജ് ഇങ്ങോട്ട് വരും. അപ്പോൾ ആ പ്ലസ് ചാർജ് ഇങ്ങോട്ട് വരും, പകരം ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകും. അപ്പോൾ അത് CH2 CH3. ഇപ്പം എന്താ ഇതുകൊണ്ടുള്ള പ്രയോജനം? സെക്കൻഡറി കാർബോക്കേറ്റോൺ ഇപ്പം എന്തായിട്ട് മാറി, ഒന്നുകൂടി മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ടെർഷ്യറി കാർബോക്കേറ്റോൺ ആയിട്ട് മാറി. ഇത് എവിടെ കാർബോക്കേറ്റോൺ ഉണ്ടായാലും നമ്മൾ ശ്രദ്ധിക്കണം, ഈ റിയാക്ഷനിൽ മാത്രമല്ല. ഇനി സാധാരണ പോലെ ഈ പ്ലസ് ഉള്ളിടത്ത് ആര് വരും? Br- വരും. ഇപ്പോൾ ഇവിടെ അല്ലേ പ്ലസ് ഉള്ളിടത്താണ് Br- വരിക. അപ്പോൾ ദിസ് ഈസ് ദ പ്രൊഡക്റ്റ്. റെഡി?
അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഞാൻ HBr കൊടുക്കുകയാണ്. അപ്പോൾ അത് ഈ ബോണ്ട് പൊട്ടോ OH മൈനസ് O പ്ലസ് ഉണ്ടാവും. പക്ഷെ നോക്കിയേ, നമുക്ക് ഉണ്ടാവുന്ന കാർബോക്കേറ്റ് ഞാൻ അവിടെ മാർക്ക് ചെയ്യാം. CH3 CCH3 റീഅറേഞ്ച്മെന്റ് നടക്കുമോ എന്ന് നിങ്ങൾ പറയണം. ഇപ്പോൾ പ്ലസ് ചാർജ് നിൽക്കുന്നത് പ്രൈമറി കാർബണിയാണ്. എവിടെ കാർബോക്കേറ്റ് ഉണ്ടായാലും തൊട്ടപ്പുറത്തേക്ക് നോക്ക്. തൊട്ടപ്പുറത്തെ കാർബൺ നോക്കാം, 4 ഡിഗ്രി കാർബണാണ്. ഒരു പ്ലസിന്റെ തൊട്ടപ്പുറത്ത് ഹയർ ഡിഗ്രി കാർബൺ ഉണ്ടെങ്കിൽ പ്ലസ് ചാർജ് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. തൊട്ടപ്പുറത്ത് ഹയർ ഡിഗ്രി കാർബൺ ഉണ്ടെങ്കിൽ പ്ലസ് ചാർജ് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. പക്ഷെ വെറുതെ പ്ലസ് ചാർജിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പകരം ഇവിടുന്ന് ആരെങ്കിലും പോകണ്ടേ? ആരാ പോവാ? ഹൈഡ്രജൻ ഇല്ല. നേരത്തെ പോലെ ഇവിടെ പോകാൻ ഹൈഡ്രജൻ ഇല്ല. ഹൈഡ്രജൻ ഇല്ലെങ്കിൽ ആരാ പോവാ? ഇവിടുന്ന് ഏതെങ്കിലും ഒരു ആൽക്കിൽ ഗ്രൂപ്പ്, ഒരു മീഥൈൽ ഗ്രൂപ്പാണ് അങ്ങോട്ട് പോവുക. അപ്പോൾ ദർ ഈസ് റീ അറേഞ്ച്മെന്റ്. നോക്കിയേ, പ്ലസ് ചാർജ് ഇങ്ങോട്ട് വരും. പകരം ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് പോകണം. ആരാ പോവാ? ഇവിടുന്ന് ഹൈഡ്രജൻ ഇല്ലാത്തത് കൊണ്ട് ഒരു മീഥൈൽ ഗ്രൂപ്പാണ് പോവുക. ഞാൻ ആ മീഥൈൽ ഇവിടെ എഴുതാം. ഓക്കെ, ദെൻ പ്ലസ് ഉള്ളിടത്ത് ഞാൻ ആര് വരും? Br മൈനസ് വരും. ദെൻ ദ പ്രൊഡക്റ്റ് വിൽ ബി CCH3 Br CH2 CH3. റെഡി അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഞാനൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇവിടെ 2 OH ഉണ്ട്. അതുകൊണ്ട് തന്നെ HBr നമ്മൾ എക്സസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 2 OH റീപ്ലേസ് ചെയ്യാനുണ്ടല്ലോ. ഇഷ്ടംപോലെ HBr തന്നിട്ടുണ്ട്. റിയാക്ഷൻ നമുക്കറിയാം, OH പോയിട്ട് Br വരും. ഓക്കെ, അപ്പോൾ ഇതാ OH പോയിട്ട് Br വരും. ഇവിടെ റീഅറേഞ്ച്മെന്റിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെ പ്ലസ് വന്നാൽ അത് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ പ്ലസ് വന്നാൽ അത് ഹൈലി സ്റ്റേബിളാണ്. കാരണം പൈ സിഗ്മ പ്ലസ് റെസണൻസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് പിന്നെ റീഅറേഞ്ച്മെന്റ് നടക്കില്ല. ദെൻ OH മാറ്റിയിട്ട് Br വരും. ഇനി അടുത്തത് ഈ OH മാറ്റിയിട്ട് Br വരും എന്നുള്ളതാണ് നമ്മുടെ ഡൗട്ട്. ആ OH അതേപോലെ ഉണ്ടാവും. എത്ര HBr ഉണ്ടായിട്ടും കാര്യമില്ല. ദിസ് OH കനോട്ട് ബി റീപ്ലേസ്ഡ്. എന്തുകൊണ്ടാണ്? കാരണം ഇത് ബെൻസീറിങ്ങുമുള്ള OH. ബെൻസീറിങ്ങുമുള്ള ഹാലജൻസിനെയും ബെൻസീറിങ്ങുമുള്ള OH-നെയും ബെൻസീറിങ്ങുമുള്ള NH2 ഒന്നും റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. കാരണം ബെൻസീറിങ്ങുമേ ഒരു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ റെസണൻസ് ഉണ്ടാവും അല്ലേ? നമുക്കറിയാം. നിങ്ങൾ നോക്കിയേ, റെസണൻസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നോക്കാം, പൈ നോക്കാം, ഇതല്ലേ ബെൻസീറിങ് OH. ഞാൻ ഈ ഭാഗം ഒന്ന് ഇവിടെ മാർക്ക് ചെയ്യാം. ഇതാണ് ബെൻസീറിങ് ഓക്സിമ ലോൺ പെയർ ഉണ്ട്. അപ്പൊ എന്താ ഇവിടെ പ്രശ്നം? ബെൻസീറിങ് OH വരുമ്പോൾ അവിടെ റെസണൻസ് ഉണ്ട്, പൈ സിഗ്മ ലോൺ പെയർ. കോൺജുഗേഷൻ ഉണ്ട്, റെസണൻസ് ഉണ്ട്. റെസണൻസ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ലോൺ പെയർ ഇല്ലേ, പൈ സിഗ്മ ലോൺ പെയർ വരുമ്പോൾ നമുക്കറിയാം ലോൺ പെയർ ഇറങ്ങി വരും, പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ലോൺ പെയർ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ ഇവിടെ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ റെസണൻസ് കാരണം ഈ ബോണ്ടിൽ എന്തുണ്ട്? ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്, ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് സാധാരണ ഒരു സിംഗിൾ ബോണ്ട് പൊട്ടിക്കുന്ന അത്ര ഈസി ആയിട്ട് നമുക്ക് ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് പൊട്ടിക്കാൻ കഴിയില്ല. അപ്പൊ റെസണൻസ് കാരണം ഈ ബോണ്ടിൽ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉള്ളതുകൊണ്ട് ഈ ബോണ്ട് പൊട്ടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ OH നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ OH അതേപോലെ ഉണ്ടാവും. ഇത് NCERT-ലുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ആൽക്കഹോൾസിന്റെയും HX-ഉമായിട്ടുള്ള റിയാക്ഷൻസ് പറയാനുള്ളത്. ഇനി നമ്മൾ ആൽക്കഹോൾസ് എന്നുള്ള പ്രിപ്പറേഷൻസ് അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൽക്കഹോൾസ് വേറെ പല രീതിയിൽ നമുക്ക് ഹാലോ ആൽക്കൈൻസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ചെയ്താൽ ആൽക്കഹോൾസ് തന്നെ ഹാലോ ആൽക്കൈൻസ് ഉണ്ടാക്കാൻ വേറെ ഒരുപാട് മെത്തേഡ്സ് നമുക്കറിയാം. അപ്പോൾ ഒന്നെങ്കിൽ ആൽക്കഹോൾസ് ഹാലോ ആൽക്കൈൻസ് ഉണ്ടാക്കാൻ ഒന്നെങ്കിൽ നമ്മൾ HCl, ഞാൻ RCl-ന്റെ കാര്യം പറയാം. അപ്പോൾ ഒന്നെങ്കിൽ അൺഹൈഡ്രസ് ഇല്ലേ, HCl ആൻഡ് അൺഹൈഡ്രസ് Cl2 കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ച റിയാക്ഷൻ OH-നെ മാറ്റിയിട്ട് ആ ക്ലോറിന് വരും, RCl കിട്ടും. അല്ലെങ്കിൽ വേറെ മെത്തേഡ് ആൽക്കഹോളിന്ന് ഹാലോ ആൽക്കൈൻസ് ഉണ്ടാക്കാനുള്ള മറ്റൊരു മെത്തേഡാണ് ഫോസ്ഫറസിന്റെ പെന്റഹാലൈഡ്സ് കൊടുക്കാം. OH-നെ മാറ്റിയിട്ട് ഇവിടെ ക്ലോറിൻ ആയതുകൊണ്ട് ക്ലോറിൻ വരും. അല്ലെങ്കിൽ ഫോസ്ഫറസ് ട്രൈ ഹാലൈഡ് കൊടുക്കാം, OH-നെ മാറ്റിയിട്ട് ക്ലോറിൻ വരും. ഓക്കെ, എല്ലാത്തിലും അതാണ് പരിപാടി. ഓക്കെ, OH പോകുന്നു, ഹാലജൻ വരുന്നു. ക്ലോറിൻ ആയതുകൊണ്ട് ക്ലോറിൻ, PbR3 കൊടുത്താൽ ബ്രോമീൻ വരും, PI3 കൊടുത്താൽ OH-നെ മാറ്റിയിട്ട് അയഡിൻ വരും, കറസ്പോണ്ടിങ് ഹാലോ ആൽക്കൈൻസ് ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ ആൽക്കഹോൾസിലേക്ക് നമ്മൾ SOCl2, ആരാ SOCl2 ആരാ? തയോണൈൽ ക്ലോറൈഡ് ആണ്. തയോണൈൽ ക്ലോറൈഡ് കൊടുത്താലും OH-നെ മാറ്റിയിട്ട് ആ ക്ലോറിൻ വരും, അങ്ങനെ RCl ഉണ്ടാവും. അപ്പോൾ ഒരു ആൽക്കഹോൾസിനെ RCl ആക്കി മാറ്റാൻ ഇത്രയും ചോയ്സ് എൻ്റെ മുമ്പിലുണ്ട്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും നല്ലത്, ഏറ്റവും ബെസ്റ്റ് റിയേജന്റ് ആരാ? SOCl2 ആണ്. SOCl2 ആണ് ഒരു ആൽക്കഹോളിൽ നിന്ന് RCl ഉണ്ടാക്കാനുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് റിയേജന്റ്. അതിന്റെ കാരണം ഇവിടെ ഉണ്ടാവുന്ന ബൈ പ്രൊഡക്റ്റ് രണ്ടും ഗ്യാസ്, ഒന്ന് SO2 ഗ്യാസ് ആണ് ബൈ പ്രൊഡക്റ്റ്, ഒന്ന് HCl ഗ്യാസ് ആണ് ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് അല്ലേ. OH-നെ മാറ്റിയിട്ട് ക്ലോറിൻ വരും, ബാക്കി S-ഉം O-യും ഈ O-യും ചേർന്നിട്ട് SO2 ഉണ്ടാവും, ബാക്കിയുള്ള ക്ലോറിനും H-ഉം ചേർന്നിട്ട് HCl ഉണ്ടാവും. ഈ ബൈ പ്രൊഡക്റ്റ് രണ്ടും ഗ്യാസ് ആയതുകൊണ്ട് അവർ ആ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് എസ്കേപ്പ് ആയി പോകും. അതുകൊണ്ട് പിന്നെ അവിടെ RCl മാത്രമേ ഉണ്ടാവുള്ളൂ. സോ പ്യുവർ ഫോമിലുള്ള RCl ആണ് കിട്ടുക. അതിനെ പിന്നെ പ്യൂരിഫൈ ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി പ്യുവർ ആയിട്ടുള്ള RCl ആണ് കിട്ടുക. പക്ഷേ മറ്റു മെത്തേഡ്സിലൊന്നും അങ്ങനെയല്ല. ഇപ്പോൾ ആദ്യത്തെ മെത്തേഡിലൊക്കെ നോക്കിയേ, അവിടെ RCl ഉണ്ടാവും, കൂടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിനൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം പിന്നെ RCl നമ്മൾ പ്യുവർ ആക്കി മാറ്റാൻ. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് SOCl2 ആണ് ദ ബെസ്റ്റ് റിയേജന്റ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ, ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് RCl ഫ്രം ആൽക്കഹോൾ. റെഡി. ഇനി ഹാലോ ആൽക്കൈൻസിന്റെ മറ്റു പ്രിപ്പറേഷൻസിലേക്ക് പോകുമ്പോൾ
അപ്പോൾ ആൽക്കഹോൾസ് എന്നുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ പഠിച്ചു. ഞാൻ ഹൈഡ്രോ കാർബൺസ് എന്നുള്ള പ്രിപ്പറേഷനാണ്. ഇതെല്ലാം നമ്മൾ ഹൈഡ്രോ കാർബണിൽ പഠിച്ച റിയാക്ഷനാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷോർട്ടായിട്ട് പറയാം, കാരണം നമ്മൾ മെക്കാനിക്സ് ഒക്കെ അടക്കം ഹൈഡ്രോ കാർബൺസിൽ പഠിക്കുന്ന റിയാക്ഷനാണ്. ഒന്ന് ആൽക്കെയിൻസ് എന്നുള്ള മെത്തേഡാണ്. ഫ്രം ആൽക്കെയിൻ, ഹൈഡ്രോ കാർബൺസിൽ ആദ്യത്തത് ആൽക്കെയിൻസ് എന്ന ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കാനുള്ള മെത്തേഡ്. ഞാൻ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ മീഥേൻ എടുത്തു. ഞാൻ മീഥേനിലേക്ക് ഞാൻ ക്ലോറിൻ കൊടുത്തു. നമ്മൾ പഠിച്ചതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെക്കാനിക്സ് അടക്കം പഠിച്ചതാണ്. ലൈറ്റിൻ്റെയോ ഹീറ്റിൻ്റെയോ പ്രസൻസിൽ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹൈഡ്രോ കാർബൺസിൽ പഠിച്ചതാണ് അല്ലേ. ഇവിടുന്ന് ഒരു എച്ച് ഡോട്ടിനെ മാറ്റിയിട്ട് ഇവിടുന്ന് ഒരു CL ഡോട്ട് വരും. അങ്ങനെ CH3Cl, ആ പോണ എച്ചും ബാക്കിയുള്ള ക്ലോറിൻ ചേർന്നിട്ട് HCl ഉണ്ടാവും. അതിൻ്റെ മെക്കാനിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഹൈഡ്രോ കാർബൺസിൽ. ഓക്കെ, പിന്നെ അടുത്തൊരു മെത്തേഡ് ഫ്രം ആൽക്കീൻസ് ആണ്. ഹൈഡ്രോ കാർബൺസിൽ അടുത്തത് ആൽക്കീൻസ് എന്നുള്ള മെത്തേഡാണ്. ആൽക്കീൻസ് തന്നെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിലൊന്ന് ആൽക്കീൻസിലേക്ക് നമ്മളിപ്പോൾ ബ്രോമിനോ ക്ലോറിനൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ബ്രോമിൻ കൊടുത്തു, CCl4ൻ്റെ പ്രസൻസിൽ എന്താ സംഭവിക്കുക? പൈ ബോണ്ട് പൊട്ടും, ഓരോ കാർബണുമൊക്കെ ഓരോ ബ്രോമിൻ വരും അല്ലേ. രണ്ട് ഹാലജനും അഡ്ജസൻ്റ് ആണ്, അതുകൊണ്ട് ഇതിനെ വിസിനൽ ഡൈഹാലൈഡ് എന്ന് വിളിക്കുക. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ബ്രോമിൻ്റെ റെഡിഷ് ബ്രൗൺ കളറൊക്കെ ഡിസപ്പിയർ ആയി പോകും. അതുകൊണ്ട് അൺസാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റിയാക്ഷനൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോ കാർബൺസിൽ അല്ലേ. അതേപോലെ ആൽക്കീൻസ് എന്നുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രിപ്പറേഷൻ ഉണ്ട്, അതും നമുക്കറിയാം. ഇപ്പോൾ ഞാൻ ഒരു പ്രൊപ്പീൻ എടുത്തു. ഇപ്പോൾ പ്രൊപ്പീൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൽക്കീൻ എടുത്തു, ഞാൻ അതിലേക്ക് HClO HBr ഒക്കെ ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്യുക? പൈ ബോണ്ട് പൊട്ടിയിട്ട് Hഉം Cl ആഡ് ചെയ്യണം. സിമെട്രിക്കൽ ആണെങ്കിൽ പ്രശ്നമല്ല. അൺസിമെട്രിക്കൽ ആയതുകൊണ്ട് നമ്മൾ മാർക്കോ-നിക്കോസ് റൂൾ നോക്കണം. മാർക്കോ-നിക്കോസ് റൂൾ പ്രകാരം പൈ ബോണ്ട് പൊട്ടിക്കുക. എവിടെയാണ് ഹൈഡ്രജൻ്റെ ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഹൈഡ്രജൻ എണ്ണം കുറവ് എവിടെയാണോ അവിടെ നെഗറ്റീവ് പാർട്ട് വരും. ഹൈഡ്രജൻ എണ്ണം കൂടുതൽ എവിടെയാണോ അവിടെ H+ വരും. മാർക്കോ-നിക്കോസ് റൂൾ ഇതായിരിക്കും മേജർ. നേരെ ഓപ്പോസിറ്റുള്ള അഡീഷൻ മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. മേജർ പ്രൊഡക്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹൈഡ്രോ കാർബൺസിൽ ആൾറെഡി പഠിച്ച മെക്കാനിക്സ് അടക്കം പഠിച്ചതാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് പോകുന്നില്ല. നമ്മൾ ഹൈഡ്രോ കാർബൺസിൽ പഠിച്ചതുകൊണ്ട് ഇതൊക്കെ ഹാലോൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷനാണ്. ഇനി ഹൈഡ്രോ കാർബൺസ് എന്നുള്ള മറ്റൊരു മെത്തേഡ് ബെൻസീൻ എന്നുള്ള മെത്തേഡാണ്. C എന്ന് കൊടുക്കാൻ അല്ലേ. ദി A, ദി B. C ഫ്രം ബെൻസീൻ ആണ്. ഇതും നമ്മൾ ബെൻസീൻ്റെ റിയാക്ഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു റിയാക്ഷനാണ് ഫ്രം ബെൻസീൻ. എങ്ങനെ ബെൻസീൻ ആയതുകൊണ്ട് നമുക്ക് ഹാലോ അരീൻസാ കിട്ടുക. നമ്മൾ ബെൻസീനിലേക്ക് ക്ലോറിനോ ബ്രോമിനൊക്കെ കൊടുക്കാം. ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 അല്ലെങ്കിൽ FeCl3 ഒക്കെ കൊടുക്കാം. ഈ ബ്രോമിൻ ആണെങ്കിൽ FeBr3 ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്താ സംഭവിക്കുക? നമ്മൾ ബെൻസീൻ്റെ ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നുണ്ട്. നൈട്രേഷൻ, സൾഫോണേഷൻ, ക്ലോറിനേഷൻ, ബ്രോമിനേഷൻ എന്നൊക്കെ പറഞ്ഞ് ബെൻസീൻ്റെ ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷനിലെ ക്ലോറിനേഷൻ ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. എന്താ സംഭവിക്കുക? അപ്പോൾ ഈ AlCl3 കാറ്റലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലോറിൻ ബോണ്ട് പൊട്ടും, ഹെട്രോളിസിസ് വഴി പൊട്ടും. വെറുതെ ലൈറ്റോ ഹീറ്റോ കൊടുത്താൽ അത് ഹോമോളിസിസ് വഴിയാണ് പൊട്ടുക. പക്ഷേ AlCl3 വന്നിട്ട് ഈ ബോണ്ട് ഹെട്രോളിസിസ് വഴി പൊട്ടിക്കും. അതെങ്ങനെയെന്നൊക്കെ നമ്മൾ ഹൈഡ്രോ കാർബൺസിൽ പഠിച്ചിട്ടുണ്ട്. ഈ AlCl3 വന്നിട്ട് ഇവിടുന്ന് ഒരു Cl- കൊണ്ടുപോകും അല്ലേ. അപ്പോൾ അവിടെ ബാക്കി Cl+ ഉണ്ടാവും. Cl+ ഒരു ഇലക്ട്രോഫൈലാണ്, പോസിറ്റീവ് ആളാണ്, ഇലക്ട്രോഫൈലിന്റെ പരിപാടി നമുക്കറിയാം. ബെൻസീറിംഗിലേക്ക് വരുന്നു, ബെൻസീറിംഗിൽ നിന്ന് ഒരു H+ മാറ്റിയിട്ട് ആ ഇലക്ട്രോഫൈൽ അവിടെ കയറും അല്ലേ. അങ്ങനെ ആ H+ പോകുന്നു, H+ മാറ്റിയിട്ട് ആ ക്ലോറിൻ അവിടെ കയറും. ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി അതിന് ഒരു എക്സാമ്പിളും കൂടെ എഴുതാം. നോക്കണേ, ഇതിന് NCERT രണ്ടാമതൊരു എക്സാമ്പിൾ കൊടുത്തത് ടൊളുവിൻ്റെ കേസാണ്. ഇത് ബെൻസീറിംഗ് തന്നെയാണ്. ബെൻസീറിംഗും ഒരു CH3 ഉണ്ടെന്ന് മാത്രം. ഞാൻ ടൊളുവിനെ ക്ലോറിനേഷൻ നടത്താം ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 അല്ലെങ്കിൽ FeCl3. റിയാക്ഷൻ നമുക്കറിയാം Cl+ ഉണ്ടാവും. AlCl3യുടെ പ്രസൻസിൽ Cl+ ഉണ്ടാവുക. Cl+ ആണെങ്കിൽ എന്തായാലും ബെൻസീറിംഗിലേക്ക് വരും. ഇലക്ട്രോഫൈൽ അല്ലേ, ബെൻസീറിംഗിലേക്ക് വരും. H+ മാറ്റിയിട്ട് ബെൻസീറിംഗിൽ വരും, ബെൻസീറിംഗിൽ കയറും. പക്ഷേ ഇവിടെ എന്തായാലും പോകില്ല. ഇവിടെ ആൾറെഡി ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഓർത്തോ പൊസിഷനിലേക്ക് വരാം, അല്ലെങ്കിൽ മറ്റേ നമുക്കറിയാം ബെൻസീറിംഗ് ആൾറെഡി ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പാണ് തീരുമാനിക്കുക വരുന്ന ഇലക്ട്രോഫൈൽ ഏത് പൊസിഷനിലേക്ക് പോകണം എന്നുള്ളത്. ഇവിടെ അങ്ങനെ പൊസിഷൻ പറയേണ്ട കാര്യമില്ല, കാരണം എല്ലാ പൊസിഷനും ഒരേപോലെയാണ്. പക്ഷെ ഇവിടെ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഏത് പൊസിഷനിലേക്ക് പോകും എന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കണം, ഈ ഗ്രൂപ്പ് ബെൻസീറിംഗ് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പാണ് തീരുമാനിക്കുക ഇലക്ട്രോഫൈൽ എങ്ങോട്ട് പോകണം എന്നുള്ളത്. ഈ CH3 ഗ്രൂപ്പ് ഒരു ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. എല്ലാ ബെൻസീറിംഗിലേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളൊക്കെ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പുകളാണെങ്കിൽ മെറ്റാ ഡയറക്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ CH3 ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഒരു ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് വരുന്ന ഇലക്ട്രോഫൈലിനെ ഈ CH3 തന്റെ ഓർത്തോയിലേക്കോ അല്ലെങ്കിൽ പാരയിലേക്കോ ആണ് ഡയറക്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. അപ്പോൾ ഒന്നെങ്കിൽ Cl+ എവിടെ വരും? ഓർത്തോയിൽ വരും. അല്ലെങ്കിൽ Cl എവിടെ വരും? പാരയിൽ വരും. CH3യുടെ പാരയിൽ വരും. അപ്പോൾ ഒന്നെങ്കിൽ ഓർത്തോ പ്രൊഡക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ പാര പ്രൊഡക്റ്റ് ഉണ്ടാവാം. രണ്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് ചാൻസ് ഉണ്ടാകുമ്പോൾ അതിൽ മേജർ പ്രൊഡക്റ്റ് ഏതാണെന്ന് നമ്മൾ നോക്കണം. ഇതിൽ പാരയാണ് മേജർ.
ഓർത്തോ വളരെ മൈനർ ആയിട്ട് ഉണ്ടാവുള്ളൂ. കാരണം ഓർത്തോയിൽ നോക്കിയേ ഈ രണ്ട് ഗ്രൂപ്പ് ഇങ്ങനെ അടുത്ത് വരുന്നതുകൊണ്ട് രണ്ടും അത്യാവശ്യം സൈസുള്ള ആളാണ്. CH3 എന്ന് പറയുമ്പോൾ ഒരു കാർബൺ 3 ഹൈഡ്രജൻ ഭയങ്കര ബൾക്ക് അല്ലേ, ഒരു കാർബൺ 3 ഹൈഡ്രജൻ എന്നൊക്കെ പറയുമ്പോൾ ഇയാൾക്ക് നിൽക്കണമെങ്കിൽ വലിയൊരു സ്പേസ് വേണം. അതേപോലെ ക്ലോറിൻ എന്ന് പറഞ്ഞാലും പിന്നെ 3 ഷെല്ലൊക്കെ ഉള്ള അത്യാവശ്യം സൈസുള്ള ആളാണ്. നിങ്ങൾ ആലോചിക്കുക, വെറും 60 ഡിഗ്രിയാണ് ഇവിടെ ആംഗിൾ. വെറും 60 ഡിഗ്രിയിലൊന്നും ഇങ്ങനെ രണ്ട് ബൾക്കി ഗ്രൂപ്പിന് നിൽക്കാൻ കഴിയില്ല, നിൽക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ വെറും ചെറിയൊരു ആംഗിളിലൊന്നും ഇത്ര രണ്ട് ബൾക്കി ഗ്രൂപ്പിന് നിൽക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്രൗഡിങ് ഉണ്ടാവും അല്ലേ. ആ ക്രൗഡിങ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റെറിക് ഹിൻഡ്രൻസ്. അത് കാരണം ഇവർ തമ്മിൽ ഭയങ്കര ക്രൗഡിങ് ഉള്ളതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് അത്ര സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് ഇത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് പാര പ്രൊഡക്റ്റ് ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. സോ ദിസ് ഈസ് മൈനർ, ദാറ്റ് ഈസ് മേജർ. അപ്പോൾ ഇതാണ് ഹൈഡ്രോ കാർബൺസ് എന്നുള്ള പ്രിപ്പറേഷൻസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ അടുത്തത് ഹാലോ അൽക്കെയിൻസിന്റെ ഹലോറിൻസിന്റെ പ്രിപ്പറേഷൻസിൽ മൂന്നാമത്തെ പ്രിപ്പറേഷൻ ഫ്രം ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ആണ്. എടാ എങ്ങനെ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് നമ്മൾ ഹാലോ അൽക്കെയിൻസും ഹാലോറിൻസിന്റെ പ്രിപ്പറേഷൻ ആണ് ഹാലോറിൻസ് ഉണ്ടാക്കാം. എങ്ങനെ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ബെൻസീൻ റിംഗുമേ N2Cl, N2+ ആണ് ഡൈ അസോണിയം. അപ്പോൾ ബെൻസീൻ ഡൈ അസോണിയം ക്ലോറൈഡ് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അല്ലേ, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് എന്ന് ഹാലോ അൽക്കെയിൻസ് ഉണ്ടാക്കാൻ. ഒരു 4 മെത്തേഡ്സ് ഞാൻ ഇവിടെ എഴുതാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. നോക്കേ, ഒന്ന് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലേക്ക് നമ്മൾ കുപ്രസ് ഹാലൈഡ് കൊടുക്കുക, Cu2X2 കുപ്രസ് ഹാലൈഡ്. എന്താ സംഭവിക്കാന്നറിയോ, ഈ N2 പാർട്ട് പോകും. എല്ലാ റിയാക്ഷനിലും അതാണ്, N2 പാർട്ട് പോകും. ഓക്കെ, ഈ റിങ്ങിന്ന് ഈ N2 പാർട്ട് പോയിട്ട് ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട് ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട് കോപ്പർ ആണോ? അല്ല, ഹാലജൻ. ഈ ഹാലജൻ ഇവിടെ കയറും. ക്ലോറിൻ ആണെങ്കിൽ ക്ലോറിൻ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമിൻ കയറും. അപ്പോൾ N2 പാർട്ട് പോകുന്നു, ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട് കയറും. അങ്ങനെ നമുക്ക് ഹാലോ ബെൻസീൻ കിട്ടും, ഹാലോരീൻ കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡാണ് കോപ്പർ പൗഡറും HX കൊടുക്കുക. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലേക്ക് കോപ്പർ പൗഡറും HX കൊടുക്കുക. ചെറിയൊരു മാറ്റം. അപ്പോൾ സെയിം N2 പാർട്ട് പോകും, ഇവിടെയുള്ള ഹാലജൻ കയറും, നെഗറ്റീവ് പാർട്ട് കയറും. നെഗറ്റീവ് പാർട്ട് ആരാ നോക്കിയാൽ മതി, കോപ്പർ അല്ലല്ലോ, ഹൈഡ്രജൻ അല്ലല്ലോ നെഗറ്റീവ് പാർട്ട്. ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട് ഹാലജനാണ്. ക്ലോറിൻ ആണെങ്കിൽ ക്ലോറിൻ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമിൻ കയറും. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും അതാണ് N2 പാർട്ട് പോകുന്നു, കൊടുക്കുന്ന റിയേജന്റിലെ നെഗറ്റീവ് പാർട്ടായിരിക്കും റിംഗുമ്പോൾ കയറുക. മെക്കാനിക്സ് ഒന്നും പഠിക്കാനില്ല, അതുകൊണ്ട് വളരെ സിമ്പിളാണ്. ഇനി മറ്റൊരു മെത്തേഡ്, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലേക്ക് നിങ്ങൾ പൊട്ടാസ്യം ഹൈഡ്രൈഡ് കൊടുത്താൽ, Ki കൊടുത്താൽ N2 പാർട്ട് പോവും, നെഗറ്റീവ് പാർട്ട് ആരാ, പൊട്ടാസ്യം ഹൈഡ്രൈഡിലെ നെഗറ്റീവ് പാർട്ട് ആരാ, അയഡിൻ കയറും, അയഡോ ബെൻസീൻ ഉണ്ടാവും. ഇനി അടുത്തത് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലേക്ക് നിങ്ങൾ HbF4 കൊടുത്ത് ഹീറ്റ് ചെയ്താൽ ഇതിനെ ഫ്ലൂറോബോറിക് ആസിഡ് എന്ന് വിളിക്കുക. അത് വിളിക്കുക ഫ്ലൂറോബോറിക് ആസിഡ്. ഓക്കെ, N2 പാർട്ട് പോവും, നെഗറ്റീവ് പാർട്ട് കയറും. ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട് ആരാ, ഫ്ലൂറിൻ അല്ലേ, ഫ്ലൂറിൻ കയറും. അങ്ങനെ നമുക്ക് ഫ്ലൂറോ ബെൻസീൻ ഉണ്ടാവും. ഓക്കെ, ഇതിലെ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലേക്ക് കുപ്രസ് ഹാലൈഡ് കൊടുക്കുന്ന ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ. സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ. ആൻഡ് കോപ്പർ പൗഡർ HX കൊടുക്കുന്ന ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഗെറ്റർമാൻ റിയാക്ഷൻ. ഗെറ്റർമാൻ റിയാക്ഷൻ. ഇത് നെയ്മഡ് റിയാക്ഷൻ അല്ല, ഇത് ആക്ച്വലി നെയ്മഡ് റിയാക്ഷൻ ആണ്, ബാൾഷീമൻ റിയാക്ഷൻ ആണ്. പക്ഷേ ആ പേര് നെയിം NCERT പറയാത്തത് കൊണ്ട് അത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ പേര് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. എല്ലാത്തിലും N2 പാർട്ട് പോകും, നെഗറ്റീവ് പാർട്ട് കയറും. ഇതിൽ സാൻഡ്-മേയേഴ്സ് റിയാക്ഷനും ഗെറ്റർമാൻ റിയാക്ഷനും സാധാരണ നമ്മൾ ക്ലോറോബെൻസീനും ബ്രോമോബെൻസീനും ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുക. കാരണം ഈ കുപ്രസ് അയഡൈഡ് ഒക്കെ ഭയങ്കര അൺസ്റ്റേബിളാണ്, കുപ്രസ് ഫ്ലൂറൈഡ് എടുത്താൽ റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് വഴി നമ്മൾ അയഡോബെൻസീനും അയഡോബെൻസീനും ഫ്ലൂറോബെൻസീനും ഉണ്ടാക്കാറില്ല. അതുകൊണ്ടാണ് ഫ്ലൂറോബെൻസീനും അയഡോബെൻസീനും ഉണ്ടാക്കാൻ വേറെ 2 മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി അടുത്തത് നമുക്ക് 4ാമത്തെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ബൈ ഹാലജൻ എക്സ്ചേഞ്ച് മെത്തേഡ്സ് ആണ്. 2 ഹാലജൻ എക്സ്ചേഞ്ച് മെത്തേഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിലൊന്നാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. പിന്നെ ഒന്ന് സ്വാർട്സ് റിയാക്ഷൻ ഉണ്ട്. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്തിനാ യൂസ് ചെയ്യുക, അയഡോ ആൽക്കെയിൻ ഉണ്ടാക്കാണ്. ഇത് രണ്ടും ഫിംഗൽസ്റ്റീൻ ആണെങ്കിലും സ്വാർട്സ് ആണെങ്കിലും ഓരോ പെർട്ടിക്കുലർ ഹാലോ ആൽക്കെയിൻസ് ഉണ്ടാക്കാനുള്ള മെത്തേഡാണ്. അതിൽ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ അയഡോ ആൽക്കെയിൻ ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുക. സ്വാർട്സ് റിയാക്ഷൻ എന്തിനാ യൂസ് ചെയ്യുക, സ്വാർട്സ് റിയാക്ഷൻ ഫ്ലൂറോ ആൽക്കെയിൻ ഉണ്ടാക്കാനുള്ള മെത്തേഡാണ്. സ്വാർട്സ് റിയാക്ഷൻ ഫ്ലൂറോ ആൽക്കെയിൻ ഉണ്ടാക്കാനുള്ള മെത്തേഡ്, RF ഉണ്ടാക്കാനുള്ള മെത്തേഡാണ്. ഇനി എങ്ങനെ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ പറഞ്ഞു അയഡോ ആൽക്കെയിൻ ഉണ്ടാക്കാനുള്ള മെത്തേഡാണ്. എവിടുന്ന് അയഡോ ആൽക്കെയിൻ ഉണ്ടാക്കുന്നത്, നമ്മൾ മറ്റേതെങ്കിലും ആൽക്കൈൽ ആൽഡിഹൈഡ് എടുക്കുക, RCl അല്ലെങ്കിൽ RBr എടുക്കുക. പിന്നെ RF എടുക്കരുത്, കാരണം RF റിയാക്ട് ചെയ്യില്ല, ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട്. മറ്റേതെങ്കിലും ഒരു ആൽക്കൈൽ ആൽഡിഹൈഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് സോഡിയം അയഡൈഡോ അല്ലെങ്കിൽ പൊട്ടാസ്യം അയഡൈഡ് ആണെങ്കിലും പ്രശ്നമല്ല, ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോണിന്റെ പ്രസൻസിൽ കൊടുക്കുക. എന്താ സംഭവിക്കുക, ഇവിടെ ഒരു ഹാലജൻ എക്സ്ചേഞ്ച് നടക്കും. ഇവിടെ ഉള്ള ഹാലജനെ മാറ്റിയിട്ട്, ഇവിടെ ഒരു ഹാലജൻ ഉണ്ടാവുമല്ലോ, ഇവിടെ ഉള്ള ഹാലജനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ ഹാലജൻ ഈ അയഡിൻ ഇവിടെ കയറും. അതാണ് ഹാലജൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമുക്ക് RI കിട്ടും, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് NaX ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. Then what is Schwartz reaction? Schwartz reaction RF ഉണ്ടാക്കാനുള്ള മെത്തേഡാണ്. ഇതുപോലെ മറ്റേതെങ്കിലും ഒരു ആൽക്കൈൽ ആൽഡിഹൈഡ് എടുക്കുക, എന്നിട്ട് ഇതിലേക്ക് AgF കൊടുക്കുക. AgF തന്നെ ആവണമെന്നില്ല, കൊബാൾട്ടിന്റെ ഫ്ലൂറൈഡ് കൊടുക്കാം, വേണമെങ്കിൽ മെർക്കുറിയുടെ ഫ്ലൂറൈഡ് കൊടുക്കാം, അല്ലെങ്കിൽ SbF3 കൊടുക്കാം, SbF3 അല്ലെങ്കിൽ AsF3 കൊടുക്കാം.
ഇതിലേതെങ്കിലും ഒരു മെറ്റാലിക് ഫ്ലൂറൈഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള ഹാലജനെ മാറ്റിയിട്ട് ഫ്ലൂറിൻ അവിടെ കയറും. ഹാലജൻ എക്സ്ചേഞ്ച് ആണ്, ഇവിടെയുള്ള ഹാലജനെ റീപ്ലേസ്. അപ്പോൾ AgFN ആവണമെന്നില്ല, ഇതിൽ ഏതെങ്കിലും ഒരു മെറ്റാലിക് ഫ്ലൂറൈഡ് കൊടുത്താൽ ഇവിടെ ഹാലജൻ എക്സ്ചേഞ്ച് പോയി നമുക്ക് ഫ്ലൂറോ ആൽക്കൈൻ ഉണ്ടാക്കാം. ദാറ്റ് ഈസ് സ്വാർട്സ് റിയാക്ഷൻ. ആൻഡ് അയഡോ ആൽക്കൈൻ ഉണ്ടാക്കുന്ന മെത്തേഡ് ഫിങ്കൽസ്റ്റീൻ റിയാക്ഷൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രിപ്പറേഷൻസിൽ പറയാനുള്ളത്. നമുക്ക് മറ്റു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോവാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ ആണ്. നോക്കണേ, ഡിഫറെൻറ്റ് ഹാലൈഡ്സ് എന്നാൽ എങ്ങനെ ബോയിലിംഗ് പോയിന്റ് നോക്കാം. നമുക്കറിയാം ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ട് കേസിലും നമ്മൾ എങ്ങനെ ബോയിലിംഗ് പോയിന്റ് നോക്കാം. ബോയിലിംഗ് പോയിന്റ് BP ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ സൈസ് ആണ്. സൈസ് കൂടുമ്പോഴാണ് ബോയിലിംഗ് പോയിന്റ് കൂടുക. എല്ലാവരുടെ കേസിലും അങ്ങനെയാണ്, എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട് കേസിലും. അതുപോലെ ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ബ്രാഞ്ചിങ്. ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയാണ് ചെയ്യുക, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എപ്പോഴും സൈസാണ്. സൈസാണ് മെയിൻ ഫാക്ടർ. അല്ലാതെ ആദ്യം തന്നെ പോയിട്ട് ബ്രാഞ്ചിങ് വെച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് കമ്പയർ ചെയ്യരുത്. മെയിൻ ഫാക്ടർ സൈസാണ്, അത് ഒരിക്കലും മറക്കരുത്. മെയിൻ ഫാക്ടർ സൈസാണ്. സൈസ് ഒരേപോലെ ആണെങ്കിലേ നിങ്ങൾ ബ്രാഞ്ചിങ് നോക്കേണ്ടതുള്ളൂ, അല്ലാതെ ആദ്യം തന്നെ ബ്രാഞ്ചിങ് നോക്കരുത് എന്നർത്ഥം. ഓക്കെ, നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ്. ഓക്കെ, കുറേ കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. അറേഞ്ച് ദ ഫോളോവിങ് ഇൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് BP ബോയിലിംഗ് പോയിന്റിന്റെ ഡിക്രീസിംഗ് ഓർഡറിൽ ഏതാണ്? ഇവിടെ നോക്കി, എപ്പോഴും ആദ്യം നോക്കേണ്ടത് സൈസാണ്. സൈസ് ഏറ്റവും കൂടുതൽ സീക്കല്ലേ, അവിടെ 3 കാർബൺ ഒക്കെ ഉണ്ട്. സൈസ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പോൾ സീക്കാണ് ഏറ്റവും കൂടുതൽ, പിന്നെ B, പിന്നെ A. ദെൻ അടുത്തത് നോക്കുക, ഡിഫറെന്റ് ഹാലൈഡ്സ് ആണ്. ഇതിൽ കാർബണിന്റെ എണ്ണം സെയിമാ, ആൽക്കിൽ പാർട്ട് സെയിമാ, ഹാലജൻ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. എപ്പോഴും സൈസാണ് നോക്കേണ്ടത്. സൈസാണ് മെയിൻ ഫാക്ടർ. ആര് വരുമ്പോഴാണ് സൈസ് കൂടുക? അയഡിൻ വരുമ്പോഴല്ലേ. അയഡിൻ അല്ലേ ഡൗൺ ദി ഗ്രൂപ്പ് സൈസ് കൂടുകയാണ്. സോ അയഡിൻ വരുമ്പോഴല്ലേ ഏറ്റവും സൈസ് ഉണ്ടാവുക. സൈസ് കൂടുമ്പോൾ BP കൂടും. ദെൻ ബ്രോമിൻ വരുമ്പോൾ ദെൻ B, ദെൻ A. ഏക്കാണ് സൈസ് കുറവുണ്ടാവുക. സൈസ് കുറയുമ്പോൾ BP കുറയും. സൈസാണ് ആദ്യം നോക്കേണ്ടത്. സൈസ് കഴിഞ്ഞിട്ട് സൈസ് ഒരേപോലെ ആണെങ്കിൽ മറ്റ് ഫാക്ടേഴ്സ് ഒക്കെ നോക്കേണ്ടതുള്ളൂ. ദെൻ അടുത്തത് നോക്കെ, വീണ്ടും ഡിഫറെന്റ് ഹാലൈഡ്സ് തന്നിട്ടുണ്ട്. ഹാലജന്റെ എണ്ണം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഞാൻ Aയും B ഞാൻ കമ്പയർ ചെയ്യാം. A നിങ്ങൾ നോക്കിയേ, CH3Cl ആണ്. ഇതാണ് A. നമുക്ക് Aയും B നമ്മൾ വ്യത്യാസം നോക്കാം. Bയിലേക്ക് വരുമ്പോൾ CH2Cl2 ആണ്. എടാ നോക്കിയേ, Aയും B നമ്മൾ വ്യത്യാസം എന്താ? ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, അത് ഇവിടെയുണ്ട്. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, അത് ഇവിടെയുണ്ട്. ഇവിടെ ഒരു കാർബൺ ഉണ്ട്, അത് ഇവിടെയുണ്ട്. ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്, അത് ഇവിടെയുണ്ട്. ഞാൻ ഈ റൗണ്ട് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് സെയിമാ. ഇവരാകെ വ്യത്യാസം, ഇവിടെ ഒരു ഹൈഡ്രജന് പകരം ഇവിടെ വീണ്ടും ക്ലോറിൻ വന്നു. എടാ, ഒരു കുഞ്ഞു ഹൈഡ്രജന് പകരം, ഒരു ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ആളാണ്, ആകെ ഒരു ഷെല്ലുള്ള ഏറ്റവും ലൈറ്റ്, ഏറ്റവും സൈസ് കുറവുള്ള ആളാണ് ഹൈഡ്രജൻ. ഒരു കുഞ്ഞു ഹൈഡ്രജന് പകരം ഇവിടെ വലിയ സൈസുള്ള 3 ഷെല്ലൊക്കെ ഉള്ള ക്ലോറിനാണ്. ഒരു ഹൈഡ്രജന് പകരം ക്ലോറിൻ വരുമ്പോൾ സൈസ് കൂടിയില്ലേ? സൈസ് കൂടിയ BP കുടിഞ്ഞ്. ക്ലോറിൻ അല്ല, എന്തായാലും ഹൈഡ്രജനേക്കാൾ സൈസ് ഏതൊരു ആലജൻ ഉണ്ടാവും. അപ്പോൾ ഒരു കുഞ്ഞു ഹൈഡ്രജന് പകരം ഇവിടെ ഒരു ആലജൻ വരുമ്പോൾ സൈസ് കൂടിയ BP കൂടും. അപ്പോൾ Aനേക്കാൾ BP കൂടുതൽ Bക്ക. ഇനി Bയിൽ നിന്ന് Cയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കാം, വീണ്ടും ഹൈഡ്രജന് പകരം വീണ്ടും ക്ലോറിൻ വന്നു, സൈസ് കൂടി, BP കൂടി. വീണ്ടും ഹൈഡ്രജന് പകരം വീണ്ടും ക്ലോറിൻ വന്നു, സൈസ് കൂടി, BP കൂടി. ഓക്കെ, അപ്പോൾ ഏറ്റവും BP കൂടുതൽ D, ദെൻ C, ദെൻ B, ദെൻ A. ഓക്കെ, എല്ലാം സൈസ്. ഇനി ഇവിടെ നോക്ക്, ABC. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് സൈസ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാത്തിലും 4 കാർബൺ, സെയിം നമ്പർ ഓഫ് ഹൈഡ്രജൻ, സെയിം നമ്പർ ഓഫ് ബ്രോമിൻ. സൈസ് ഒരേപോലെയാണ്, കാരണം ഐസോമേഴ്സ് ആണ്. അപ്പോൾ സൈസിൽ മാറ്റില്ല, സൈസ് ഒരേപോലെ. അപ്പോൾ സൈസ് വെച്ചിട്ട് ഇവരുടെ ബോയിലിംഗ് പോയിന്റ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരേ സൈസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് നോക്കണം? ബ്രാഞ്ചിങ് നോക്കണം. ബ്രാഞ്ചിങ് കൂടുമ്പോൾ BP കുറയാണ് ചെയ്യുക. ഇവിടെ ഒരു ബ്രാഞ്ച് വന്നു, ഇവിടെ 2 ബ്രാഞ്ച് വന്നു. ബ്രാഞ്ചിങ് കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ ബ്രാഞ്ച് ഇല്ലാത്തത് Aയിലാണ്, അപ്പോൾ Aക്ക് BP കൂടുതൽ, ദെൻ B, ദെൻ C. ദിസ് ഈസ് ദ ഓർഡർ. Then അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോവിങ് ഇൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഡെൻസിറ്റി, നോട്ട് ബോയിലിംഗ് പോയിന്റ്. ഡെൻസിറ്റിയുടെ ഓർഡർ ആണ് ചോദിച്ചത്. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. മാസ് കൂടുമ്പോൾ ഡെൻസിറ്റി കൂടുമല്ലോ. ഓക്കെ, ആര് വരുമ്പോഴാണ് മാസ് കൂടുക? അയഡിൻ വരുമ്പോൾ. ഓക്കെ, അയഡിൻ വരുമ്പോൾ അല്ലെ 127 ഉണ്ട് അയഡിന്റെ മാസ്. ബ്രോമിൻ 80 ഉള്ളൂ. അപ്പോൾ മാസ് കൂടുമ്പോൾ ഡെൻസിറ്റി കൂടും. ഫ്ലൂറിനാണ് മാസ് കുറവ്, അപ്പോൾ ഡെൻസിറ്റി കുറവ് ഫ്ലൂറൈഡ്സിനായിരിക്കും. ഇതിൽ ഈ ഫ്ലൂറൈഡും ക്ലോറൈഡും ഒക്കെ ലൈറ്റർ ദാൻ വാട്ടർ. വാട്ടറിന്റെ അത്ര പോലും ഡെൻസിറ്റി ഇല്ല. ലൈറ്റർ ദാൻ വാട്ടർ ആണ്, ലൈറ്റർ ദാൻ വാട്ടർ. അതേസമയം ബ്രോമിനും അയഡിനും ഒക്കെ അത്യാവശ്യം ഡെൻസിറ്റി ഉണ്ട്. ദേ ആർ ഡെൻസർ ദാൻ വാട്ടർ. വാട്ടറിനേക്കാളും ഡെൻസിറ്റി ഉണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ഹാലജൻ എണ്ണം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈഡ്രജന് പകരം ഇവിടെ ഒരു ക്ലോറിൻ വന്നു. അവിടെ ഒരു ഹൈഡ്രജന് പകരം ക്ലോറിൻ വരുമ്പോൾ മാസ് കൂടിയില്ലേ? മാസ് 1 ഉള്ള ഹൈഡ്രജന് പകരം 35.5 മാസുള്ള ക്ലോറിൻ വരികയാണ്. അപ്പോൾ മാസ് അത്രയും കൂടി. മാസ് കൂടുമ്പോൾ ഡെൻസിറ്റി കൂടും. വീണ്ടും ഹൈഡ്രജന് പകരം വീണ്ടും ക്ലോറിൻ മാസ് കൂടും. മാസ് കൂടുമ്പോൾ ഡെൻസിറ്റി കൂടും. വീണ്ടും മാസ് കൂടുമ്പോൾ ഡെൻസിറ്റി കൂടും. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞു മീഥൈൽ ക്ലോറൈഡ് ലൈറ്റർ ദാൻ വാട്ടർ ആണ്. ഈ 2 ക്ലോറിനും 3 ക്ലോറിനും 4 ക്ലോറിനുള്ള ആളുകളൊക്കെ വാട്ടറിനേക്കാളും ഡെൻസിറ്റി ഉണ്ട്, ഡെൻസർ ദാൻ വാട്ടർ. ഇതൊക്കെ NCERT പറയുന്ന പോയിന്റുകളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിക്കാനുള്ളത്. പിന്നെ ഹാലോൽക്കെയിൻസിന് വെള്ളവുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഹാലോൽക്കെയിൻസ് വെള്ളത്തിലെ അത്ര സൊല്യൂബിൾ അല്ല എന്നും നമുക്കറിയാം. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാം. ഇതിനടുത്തത് നമുക്ക് ഹാലോ അൽക്കെയിൻസിൻ്റെ കെമിക്കൽ റിയാക്ഷൻസിലേക്ക് വരാം. ഹാലോ അൽക്കെയിൻസിൻ്റെ ഹാലോ അരീൻസിൻ്റെ റിയാക്ഷൻസ് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാം, കാരണം റിയാക്ഷൻസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാലോ അൽക്കെയിൻസിൻ്റെ റിയാക്ഷൻ ആണ്. അതിൽ ഒന്നാമത്തെ റിയാക്ഷൻ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ. നോക്കണം എന്താ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു. ഞാനൊരു ഹാലോ അൽക്കെയിൻ എടുത്തു, ഇയാളുടെ അടുത്തേക്ക് ഒരു ന്യൂക്ലിയോഫൈൽ വരികയാണ്. എന്തുകൊണ്ടാണ് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നെഗറ്റീവ് ചാർജ് ഉള്ള, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള, ലോൺ പെയർ ഒക്കെ ഉള്ള ആളുകളാണ് ന്യൂക്ലിയോഫൈൽ, NU- എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഈ ന്യൂക്ലിയോഫൈൽ വരാനുള്ള കാരണം നമ്മുടെ ഹാലോ അൽക്കെയിൻസിന്റെ സെൻട്രൽ കാർബൺ ആറ്റം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. എപ്പോഴും ഒരു മോളിക്യൂളിന്റെ സെന്ററിനനുസരിച്ചാണ് പുറമെന്ന് ആര് വരണം എന്ന് തീരുമാനിക്കുക. സെന്റർ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയോഫൈൽ വരിക. സെന്റർ ഇലക്ട്രോൺ റിച്ച് ആണെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോഫൈൽസ് ആണ് വരിക. ഇവിടുത്തെ സെൻട്രൽ ആറ്റം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, കാരണം ഒരു ഹാലോ അൽക്കെയിൻസിൽ ഈ ഹാലജൻ ഇങ്ങനെ പിടിച്ചു വലിക്കും, ഇലക്ട്രോൺസിനെ ഇങ്ങനെ ഷെയ്ഡ് ഇലക്ട്രോൺസിനെ പിടിച്ചു വലിക്കുന്നത് കാരണം ഈ കാർബണുമായി ഡെഫിഷ്യൻസി ഉണ്ട്, ചെറിയൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് ഉള്ള കാർബണെ നമ്മുടെ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു. ഈ അറ്റാക്കിങ്ങിന്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ടും ഈ കാർബൺ ഹാലജൻ ബോണ്ട് പൊട്ടും. ഹാലജന്റെ അടുത്തേക്കാണ് പൊട്ടുക, കാരണം ഹാലജൻ ആണ് മോർ ഇലക്ട്രോണെഗറ്റീവ്, അപ്പോൾ ഇലക്ട്രോൺസ് ഒക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഈ ബോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ X- ഉണ്ടാവും, ഈ പ്ലസ് ഉള്ളിടത്ത് ഈ NU- ബോണ്ട് ന്യൂക്ലിയോഫൈൽ കയറും. അപ്പോൾ X- മാറ്റിയിട്ട് ആ നെഗറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയോഫൈൽ അവിടെ കയറാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാനുള്ള കാരണം ഒരു നെഗറ്റീവ് ഉള്ള ആളെ മാറ്റി, എടാ പോണ ആളും ന്യൂക്ലിയോഫൈൽ നെഗറ്റീവ് ഉള്ള ആളാണ്. അപ്പോൾ ഒരു ന്യൂക്ലിയോഫൈലിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു ന്യൂക്ലിയോഫൈൽ വരുന്നത് കൊണ്ടാണ് ഇതിനെ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് നമുക്കറിയാം. ഇതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എക്സാമ്പിൾസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇവിടെ ഒരു ഹാലോ അൽക്കെയിൻ തന്നിട്ടുണ്ട്, അതിൽ ഇൻസൈഡിൽ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നോക്കേ, ഞാനിപ്പോൾ ഒരു ഹാലോ അൽക്കെയിൻ എടുത്ത് ഓരോന്നിലും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്താൽ ഹാലോ അൽക്കെയിലേക്ക് ഞാൻ അക്വസ് NaOH കൊടുക്കണം. അക്വസ് കൊടുക്കണം കേട്ടോ. കാരണം ഈ അക്വസ് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം വേറെ NaOH നമ്മൾ പഠിക്കും. ആൽക്കഹോളിക് NaOH ഉണ്ട്, അല്ലെങ്കിൽ ആൽക്കഹോളിക് AOH ഉണ്ട്. അത് വരുമ്പോൾ റിയാക്ഷൻസ് മാറും. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ആൽക്കഹോളിക് NaOH ആൽക്കഹോളിക് AOH ഒക്കെ ആണെങ്കിൽ എലിമിനേഷനാണ് നടക്കുക, ബീറ്റ എലിമിനേഷൻ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണമെങ്കിൽ അക്വസ് NaOH കൊടുക്കണം. അപ്പോൾ ഈ അക്വസ് NaOH കൊടുക്കുമ്പോൾ അവിടെ ന്യൂക്ലിയോഫൈൽ ഉണ്ട്, OH- ആണ് അവിടുത്തെ ന്യൂക്ലിയോഫൈൽ. ആ OH- വന്നിട്ട് ന്യൂക്ലിയോഫൈലിന്റെ പരിപാടി നമുക്കറിയാം, ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞു. ന്യൂക്ലിയോഫൈൽ വന്നിട്ട് OH- വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. ആസ് ദ റിസൾട്ട് ഈ ബോണ്ട് പൊട്ടും, X- മാറ്റിയിട്ട് OH- കയറും. സോ ദ പ്രൊഡക്റ്റ് വിൽ ബി ROH. ഞാൻ ബൈ പ്രൊഡക്റ്റ് ഒന്നും എഴുതുന്നില്ല, മെയിൻ പ്രൊഡക്റ്റ് ചെയ്താൽ. അതേപോലെ അക്വസ് KOH കൊടുക്കുമ്പോൾ സെയിം OH- ആണ് ന്യൂക്ലിയോഫൈൽ, OH- അറ്റാക്ക് ചെയ്യും അല്ലെ, ഹാലജനെ മാറ്റിയിട്ട് OH- വരും. ദ പ്രൊഡക്റ്റ് വിൽ ബി ആൽക്കഹോൾ. പ്രശ്നമൊന്നുമില്ല. ഇനി ഞാൻ ഹാലോ അൽക്കെയിലേക്ക് NaCnO KCnO കൊടുക്കാമെന്ന് വിചാരിച്ചോ. NaCnO ആകുമ്പോൾ അവിടെ Na+ ഉണ്ട്, Cn- ഉണ്ട്, KCl-ലും K+ ഉണ്ട്, Cn- ഉണ്ട്, രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ NaCn അല്ലെങ്കിൽ KCnO കൊടുക്കുമ്പോൾ ന്യൂക്ലിയോഫൈലിനെ കിട്ടി, Cn- ആ ന്യൂക്ലിയോഫൈലിന്റെ പരിപാടി നമുക്കറിയാം. Cn- ന്യൂക്ലിയോഫൈൽ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു, കാർബൺ ഹാലജൻ ബോണ്ട് പൊട്ടും, X- മാറ്റിയിട്ട് Cn- വരും. അങ്ങനെ നമുക്ക് RCn കിട്ടും, സയനൈഡ് കിട്ടും. AgCn കൊടുക്കുമ്പോൾ ഹാലജനെ മാറ്റിയിട്ട് സയനൈഡ് തന്നെയാണ് വരിക, പക്ഷേ സയനൈഡിലെ നൈട്രജൻ ആണ് ബോണ്ട് ചെയ്യുക, RNC കിട്ടുക, ഐസോസയനൈഡ് ആണ് കിട്ടുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. NaCnO KCnO ആണെങ്കിൽ സയനൈഡും, AgCn ആണെങ്കിൽ സയനൈഡ് തന്നെയാണ് വരുന്നത്, പക്ഷേ സയനൈഡിലെ നൈട്രജൻ ആണ് ബോണ്ട് ചെയ്യുക. അതിൻ്റെ കാരണം NCERT പറയുന്നുണ്ട്. കാരണം ഈ ഞാൻ NaCnO KCnO വന്നപ്പോൾ ഞാൻ അങ്ങനെ +- ആയിട്ട് എഴുതി, കാരണം ഇവർ അയോണിക്കാ, ഇവിടെ ഇങ്ങനെ അയോൺസ് ആയിട്ട് തന്നെ ഉണ്ടാവുക. പക്ഷേ AgCn വന്നപ്പോൾ ഞാൻ Ag+ Cn- എഴുതിയിട്ടില്ല, കാരണം ഇവർ അയോണിക് അല്ല. ഇവിടെ ഇങ്ങനെ അയോൺസ് ആയിട്ട് Ag+ Cn- ഇല്ല, അയോണിക് ബോണ്ട് അല്ല അവിടെ ഉള്ളത്. AgCn ഒരു കൊവാലന്റ് മോളിക്യൂളാണ്, അവിടെ കംപ്ലീറ്റ് കൊവാലന്റ് ബോണ്ടുകളാണ്. ഓക്കെ, അപ്പോൾ NaCn എടുത്താൽ ഞാൻ പറഞ്ഞ അവിടെ Na+ ഉണ്ടാവും, Cn- ഉണ്ടാവും, അയോണുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ KCn എടുത്താൽ അവിടെ K+ ഉണ്ടാവും, Cn- ഉണ്ടാവും. ഈ Cn- സ്ട്രക്ചർ നമുക്ക് നോക്കാം. Cn- സ്ട്രക്ചർ ഞാൻ അവിടെ വരയ്ക്കാം. നമ്മൾ ആ നെഗറ്റീവ് ചാർജ് കറക്റ്റ് എവിടെ നോക്കണം. Cn- ഈ നെഗറ്റീവ് ചാർജ് ഉള്ളത് കാർബമയാണ്, അല്ലാതെ നൈട്രജമേ അല്ല. നൈട്രജമ സാധാരണ നല്ല ലോൺ പെയർ ഉണ്ടാവും, കാരണം നൈട്രജന്റെ ഔട്ടർ മോസ്റ്റിൽ 5 ഇലക്ട്രോൺ ആണ്, 3 ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളൂ, ബാക്കി നൈട്രജമ ലോൺ പെയർ. അത് സാധാരണ നൈട്രജമ വരുന്ന ലോൺ പെയറാ. ഈ കാർബമേ മൈനസ് ചാർജ് നിൽക്കുന്നത് എവിടെയാണ്, കാർബമയാണ്. അപ്പോൾ ഇതാണ് Cn- സ്ട്രക്ചർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ Cn- അല്ലേ നമ്മുടെ ന്യൂക്ലിയോഫൈൽ, ആ Cn- നമ്മുടെ ഹാലോ അൽക്കെയിന്റെ അടുത്തേക്ക് വരുന്നു. ഇതാണ് ഇപ്പം നമ്മളെ ഹാലോ അൽക്കെയിന്റെ അടുത്തേക്ക് വന്നിട്ട് Cn- ന്യൂക്ലിയോഫൈൽ അല്ലേ ഹാലോ അൽക്കെയിൻ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ ബോണ്ട് പൊട്ടും, ഇവിടുന്ന് ഹാലജൻ പോകും അല്ലേ. ഹാലജൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ R+ ഉണ്ടാവും. അതാ ഹാലോ അൽക്കെയിൻ ഹാലജൻ പോയി, അവിടെ R+ ഉണ്ട്. ഇനി ഈ ന്യൂക്ലിയോഫൈൽ ഇവിടെ ബോണ്ട് ചെയ്യണം. ഈ Cn- 2 ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ കാർബൺ വന്നിട്ട് ഇലക്ട്രോൺ കൊടുക്കാം, അല്ലെങ്കിൽ നൈട്രജൻ എടുത്ത് ലോൺ പെയർ ഉണ്ടല്ലോ, അപ്പോൾ നൈട്രജൻ ഇലക്ട്രോൺ കൊടുത്തിട്ട് നൈട്രജന് ബോണ്ട് ചെയ്യാം. 2 ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ കാർബൺ ഇലക്ട്രോൺ കൊടുത്തിട്ട് കാർബൺ ബോണ്ട് ചെയ്യാം, RCN ഉണ്ടാവും.
ഇനി വേണമെങ്കിൽ നൈട്രജൻ്റെ അടുത്ത് ലോൺ പെയർ ഉണ്ടല്ലോ, അപ്പോൾ നൈട്രജന് വേണമെങ്കിൽ ഇലക്ട്രോൺ കൊടുത്തിട്ട് നൈട്രജന് ബോണ്ട് ചെയ്യാം, നൈട്രജന് ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ RNC ഉണ്ടാവുക. അപ്പോൾ രണ്ടാളെ കയ്യിലും ലോൺ പെയർ ഉള്ളതുകൊണ്ട് രണ്ട് ചോയ്സ് ഉണ്ട്, ഒന്നുകിൽ കാർബൺ കൊടുക്കുക അല്ലെങ്കിൽ നൈട്രജന് കൊടുക്കാം. അപ്പോൾ ഇവിടെ രണ്ട് ന്യൂക്ലിയോഫിൽ സൈറ്റുകൾ ഉണ്ട്. ഇങ്ങനത്തെ ന്യൂക്ലിയോഫൈൽസിനെ നമ്മൾ ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽ. ഒന്നുകിൽ കാർബൺ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാം, കാർബൺ ഇലക്ട്രോൺ കൊടുക്കുക, അല്ലെങ്കിൽ നൈട്രജൻ ഇലക്ട്രോൺ കൊടുക്കുക. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയോഫിൽ സൈറ്റുകളുള്ള, ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ റിച്ച് സൈറ്റുകളുള്ള ന്യൂക്ലിയോഫൈൽസിനെ നമ്മൾ ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽ എന്നാണ് വിളിക്കുക. എന്തായാലും നമുക്ക് അറിയേണ്ടത് ഇതിൽ ആര് ബോണ്ട് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. നോക്കണേ, ഇവിടെ കാർബൺ ബോണ്ട് ചെയ്യാനായിരിക്കും സാധ്യത കൂടുതൽ. കാരണം എപ്പോഴും ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആളേക്കാൾ ഇലക്ട്രോൺ കൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതൽ നെഗറ്റീവ് ആൾക്കായിരിക്കും. ഇറങ്ങാൻ ആലോചിച്ചേക്കുക, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്ക് ഇലക്ട്രോൺ കൊടുക്കാൻ കഴിക്കാനായിട്ട് ലോൺ പെയർ ഉണ്ട്, പക്ഷേ ഒരു നെഗറ്റീവ് ആൾക്കാർക്ക് ഇലക്ട്രോൺ കൊടുക്കാൻ കൂടുതൽ ടെൻഡൻസി ഉണ്ടാവുക. കാരണം നെഗറ്റീവ് ചാർജ് കാരണം ഇയാൾ സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ നെഗറ്റീവ് ചാർജ് പോയാലേ അയാൾക്ക് സ്റ്റേബിൾ ആവാൻ പറ്റുള്ളൂ. നെഗറ്റീവ് ചാർജ് പോകണമെങ്കിൽ അവിടുന്ന് ഇലക്ട്രോൺ പോകണം. അതുകൊണ്ട് ഇയാൾക്ക് ഇലക്ട്രോൺ കൊടുക്കാൻ ഭയങ്കര ടെൻഡൻസി ആയിരിക്കും. അപ്പോൾ ന്യൂട്രൽ ആയിട്ടുള്ള ആളേക്കാൾ ഇലക്ട്രോൺ കൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതൽ നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്കാണ്. അതുകൊണ്ടാണ് കാർബൺ ഇലക്ട്രോൺ കൊടുക്കാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് ഇവിടെ RCN ഫോം ചെയ്യാനുള്ള കാരണം. ഇതിന് മറ്റൊരു റീസൺ കൂടെ NCERT പറയുന്നുണ്ട്. CC ബോണ്ടാണ് CN ബോണ്ടിനേക്കാൾ കൂടുതൽ സ്റ്റേബിൾ. അടാ, നമുക്ക് ഇവിടെ രണ്ട് ചാൻസ് ഉണ്ടല്ലോ, ഒന്നെങ്കിൽ CN ബോണ്ട് ഉണ്ടാവുക അല്ലെങ്കിൽ CC ബോണ്ട് ഉണ്ടാവുക. പക്ഷേ CC ബോണ്ടാണ് കൂടുതൽ സ്റ്റേബിൾ, അതുകൊണ്ട് അത് ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ റീസൺ പറയാം. അതുകൊണ്ട് എനിവേ RCN ആണ് നമുക്ക് കിട്ടുക. വാട്ട് അബൌട്ട് AgCN? AgCN ആകുമ്പോൾ എന്തുകൊണ്ട് RNC വന്നു? AgCN-നെ നമുക്ക് ഇങ്ങനെ Ag + CN- എഴുതാൻ പറ്റില്ല. കാരണം അയാൾ അയോണിക് അല്ല, അവിടെ കംപ്ലീറ്റ് കൊവാലന്റ് ബോണ്ടുകളാണ്. ഇതാണ് AgCN, കംപ്ലീറ്റ് കൊവാലന്റ് ആണ്. ഇതിൽ കാർബൺ ഇലക്ട്രോൺ ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടാവില്ല. കാരണം കാർബണിന്റെ ഔട്ടർ മോസ്റ്റിൽ 4 ഇലക്ട്രോണാണ്. 4 ബോണ്ടിങ്ങിൽ പങ്കെടുത്തു, അവിടെ ലോൺ പെയർ ഇല്ല. പക്ഷേ നൈട്രജൻ സാധാരണ ലോൺ പെയർ ഉണ്ടാവും. നൈട്രജന്റെ ഔട്ടർ മോസ്റ്റിൽ 5 ഇലക്ട്രോൺ അല്ലേ, 3 ബോണ്ടിങ്ങിൽ പങ്കെടുത്തുള്ളൂ, ബാക്കി ലോൺ പെയർ ഉണ്ടാവും. അപ്പോൾ നോക്കുക, AgCN-ന്റെ കേസിൽ നൈട്രജന് മാത്രമല്ലേ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം കാർബണിന്റെ അടുത്ത് ഇലക്ട്രോൺ കൊടുക്കാൻ ഇലക്ട്രോൺ ഇല്ല, അവൈലബിൾ ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ഇവിടെ നൈട്രജൻ ഒന്ന് ഇലക്ട്രോൺ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് RNC ഫോം ചെയ്യുന്നത്. പിന്നെ സിൽവർ ലാസ്റ്റ് അവിടുന്ന് പോകും. അപ്പോൾ ഹാലോൽക്കേൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇവിടെ നൈട്രജൻ ഇലക്ട്രോൺ കൊടുക്കുക. അതുകൊണ്ടാണ് RNC ഫോം ചെയ്യാനുള്ള കാരണം. ഓക്കെ, ഇതേപോലെയാണ് NaNO2 KNO2 കൊടുക്കുമ്പോൾ. NaNO2 KNO2 കൊടുക്കുമ്പോൾ നമുക്ക് ഹാലജനെ മാറ്റിയിട്ട് NO2 അവിടെ കയറാം. NO2-ലെ ഓക്സിജനാണ് ബോണ്ട് ചെയ്യുക. ഓക്കെ, NO2 ആണ് കയറുന്നത്, പക്ഷേ NO2-ലെ ഓക്സിജനാണ് ബോണ്ട് ചെയ്യുക. RON ആണ് ഉണ്ടാവുക. പക്ഷേ Ag, കാരണം ഓക്സിജൻ ആണ് നെഗറ്റീവ് ചാർജ്, അപ്പോൾ ഓക്സിജന് ഇലക്ട്രോൺ കൊടുക്കാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് RON ആണ് ഉണ്ടാവുക. പക്ഷേ AgNO2 ആകുമ്പോൾ ഓക്കെ, ഇവിടെ NO2 തന്നെ വരിക, പക്ഷേ NO2-ലെ നൈട്രജൻ ആണ് ബോണ്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക ആൽക്കൈൽ നൈട്രേറ്റ് ആണ്. ON ആകുമ്പോൾ നൈട്രേറ്റ്. ഇവിടെ നമുക്ക് RNO2 കിട്ടും. അപ്പോൾ കാരണം ഇവിടെ നൈട്രജനാണ് ബോണ്ട് ചെയ്യുക, കാരണം ഇയാൾ കോവാലൻ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റീസൺ തന്നെ. ഇത് നമ്മൾ വിളിക്കുക നൈട്രോ ആൽക്കൈൻ എന്നാണ്. നൈട്രോ ആൽക്കൈൻ. അപ്പോൾ ഇതാണ് ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ്റെ എക്സാമ്പിൾസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾസ്. റെഡി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ മെക്കാനിസം ആണ്. ഒരു ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമുക്കറിയാം 2 മെക്കാനിസം വഴി നടക്കാം, 2 രീതിയിൽ ഒരു ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാം. അപ്പോൾ അതിൻ്റെ മെക്കാനിസം നമുക്ക് നോക്കാം. 2 മെക്കാനിസംസ് ഉണ്ട്. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ? എന്തായിരുന്നു? RX + NU - gives. നമ്മൾ ആ ഇക്വേഷൻ ഒരിക്കൽ കൂടെ എഴുതാം. RNU + X- അല്ലേ, X- മാറ്റിയിട്ട് ആ ന്യൂക്ലിയോഫൈലോടെ കയറും. ഈ റിയാക്ഷൻ 2 മെക്കാനിസം വഴി നടക്കാം. ഒന്നെങ്കിൽ SN1 അല്ലെങ്കിൽ SN2. ഇങ്ങനെ 2 മെക്കാനിസംസ് ഉണ്ട്. അതിൽ SN1 നമുക്കറിയാം 2 സ്റ്റെപ്പിലാണ് നടക്കുക. SN2 ആണെങ്കിൽ 1 സ്റ്റെപ്പിലാണ് നടക്കുക. ഈ 1, 2 സ്റ്റെപ്പിന്റെ എണ്ണം അല്ല ഉദ്ദേശിക്കുന്നത്, അത് അതിന്റെ കൈനറ്റിക്സ് ആണ്. ഓക്കെ, ഓർഡർ മോളിക്കുലാരിറ്റിക്കാണ്. SN1 2 സ്റ്റെപ്പിലും SN2 സിംഗിൾ സ്റ്റെപ്പിലാണ് നടക്കുക. എന്തായാലും നമുക്ക് നോക്കാം. അതിലാദ്യം നമ്മൾ SN1 മെക്കാനിസം നോക്കാം അല്ലേ. SN1 മെക്കാനിസം മെക്കാനിസത്തിൽ ആദ്യം നമുക്കറിയാം SN1 മെക്കാനിസം ആണെങ്കിൽ ആ റിയാക്ഷൻ 2 സ്റ്റെപ്പിലാണ് നടക്കുക. ഈ 2 സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് മെക്കാനിസം ആണെങ്കിലും 2 കാര്യങ്ങൾ സംഭവിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതല്ല കേട്ടോ സ്റ്റെപ്പിന്റെ എണ്ണം. കാരണം ഏത് മെക്കാനിസം ആണെങ്കിലും 2 കാര്യങ്ങൾ എന്തായാലും സംഭവിക്കണം. ഒന്ന്, ഈ കാർബണും ഹാലജനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ആവണം, കാർബണും ന്യൂക്ലിയോഫൈലും തമ്മിൽ ബോണ്ട് ഉണ്ടാവണം. അത് ഏത് മെക്കാനിസം വഴിയാണെങ്കിൽ ആ 2 കാര്യങ്ങൾ സംഭവിച്ചേ പറ്റൂ. അപ്പോൾ അതല്ല സ്റ്റെപ്പിന്റെ എണ്ണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ സ്റ്റെപ്പിന്റെ എണ്ണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ബോണ്ട് ബ്രേക്കിങ്ങും ഈ ബോണ്ട് ഫോർമേഷനും ഇടയിലുള്ള ടൈം ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെപ്പിന്റെ എണ്ണം പിന്നെ തീരുമാനിക്കുക. അതായത് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതും ബോണ്ട് ഫോം ചെയ്യുന്നതും ഡിഫറെന്റ് ടൈമിലാണെങ്കിൽ നമ്മൾ പറയും അത് 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. നേരെ മറിച്ച് ബോണ്ട് പൊട്ടുന്നതും ബോണ്ട് ഉണ്ടാവുന്നതും ഒരേ സമയമാണെങ്കിൽ, സൈമിൾട്ടേനിയസ് ആയിട്ടാണെങ്കിൽ അത് 1 സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മൾ പറയാം. അപ്പോൾ SN1 ആണെങ്കിൽ 2 സ്റ്റെപ്പിലാണ്. എന്ന് വെച്ചാൽ ബോണ്ട് ബ്രേക്കിങ്ങിനും ബോണ്ട് ഫോർമേഷനും ഇടയിൽ ഒരു ടൈം ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ആദ്യം ബോണ്ട് പൊട്ടും, എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പുതിയ ബോണ്ട് ഉണ്ടാവുക. അപ്പോൾ ഒരു ടൈം ഡിഫറൻസ് ഉണ്ട്. അതാണ് സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം എന്തായാലും ബോണ്ട് പൊട്ടണം, എന്നാലല്ലേ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ SN1 2 സ്റ്റെപ്പിലാണ് നടക്കുക. അതിൽ സ്റ്റെപ്പ് 1 എന്തായാലും ബോണ്ട് പൊട്ടുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് 1 നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡിലെ ഈ ബോണ്ട് പൊട്ടണം.
ഹാലജൻ്റെ അടുത്തേക്കാണ് കൂട്ടുക, കാരണം ഹാലജൻ ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അങ്ങനെ ബോണ്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ R+ ഉണ്ടാവും, X- ഉണ്ടാവും. ആരാ R+? ആരാ? കാർബോക്കേറ്റോൺ ആണ്. ഇന്റർമീഡിയറ്റ് അവർ ഓർഗാനിക് മോളിക്യൂളിലെ ബോണ്ട് പൊട്ടുമ്പോൾ ഉണ്ടാവുന്ന കാർബോക്കേറ്റോൺ, കാർബാനിയോൺ, കാർബൺ ഫ്രീ റാഡിക്കൽ നമ്മൾ ഇന്റർമീഡിയറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ കാർബോക്കേറ്റോൺ ഇന്റർമീഡിയറ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ ആദ്യം ബോണ്ട് ബ്രേക്കായി ഇന്റർമീഡിയറ്റ് ഉണ്ടായി. ഇന്റർമീഡിയറ്റ് ഒരിക്കലും സ്റ്റേബിൾ അല്ല, കാരണം ഒരു ബോണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്, അയാൾക്ക് സ്റ്റേബിൾ ആയേ പറ്റൂ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ R+ ആരുമായിട്ട് പുതിയ ബോണ്ട് ഉണ്ടാക്കും, അവിടെയുള്ള ന്യൂക്ലിയർ ഫൈലുമായിട്ട്, നെഗറ്റീവ് ചാർജുള്ള ന്യൂക്ലിയർ ഫൈലിൽ നിന്ന് ഇലക്ട്രോൺ വാങ്ങിയിട്ട് അയാൾ പുതിയ ബോണ്ട് ഉണ്ടാക്കും അല്ലെ, ന്യൂക്ലിയർ ഫൈലുമായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ട് പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയാണ് SN1 നടക്കുക. 2 സ്റ്റെപ്പിലാണ്, നമുക്ക് അറിയുന്ന ഒരു സിമ്പിൾ മെക്കാനിസം ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കണം. എങ്ങനെയാണ് SN1ന്റെ ഓർഡർ 1 ആയത്? ഈ 1 ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഓർഡർ മോളിക്കുലാരിറ്റി ഒക്കെയാണ്. SN1ന്റെ മോളിക്കുലാരിറ്റി ഓർഡർ ഒക്കെ 1 ആണ്. എങ്ങനെയാണ് ഓർഡർ 1 ആയത്? ഓർഡർ നമുക്ക് നോക്കണമെങ്കിൽ റൈറ്റ് ഇക്വേഷൻ എഴുതണം. നമുക്കറിയാം ഈ റിയാക്ഷന്റെ റൈറ്റ് ഇക്വേഷൻ എഴുതാം. റൈറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആണ്. അപ്പോൾ ശരിക്കും നമ്മുടെ റിയാക്ഷനിൽ ഇയാളും റിയാക്ടന്റ് ആണ്, ഇയാളും റിയാക്ടന്റാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാളുടെ കോൺസെൻട്രേഷൻ റിയാക്ഷന്റെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ കൈനറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്നേ നമ്മൾ റൈറ്റ് ഇക്വേഷൻ എഴുതാൻ പാടുള്ളൂ. ആരാ ഇതിൽ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്? എന്തായാലും ബോണ്ട് പൊട്ടുന്ന സ്റ്റെപ്പ് ആയിരിക്കും സ്ലോ ആയിട്ട് നടക്കുക. കാരണം ബോണ്ട് പൊട്ടണമെങ്കിൽ എനർജി വേണം. ഇതൊക്കെ എനർജിയൊക്കെ ആവശ്യമുള്ള സ്റ്റെപ്പാണ്. എനർജിയൊക്കെ കിട്ടിയിട്ടേ ഈ ഒരു സ്റ്റെപ്പ് നടക്കുള്ളൂ, അല്ലാതെ ഇത് പെട്ടെന്ന് നടക്കുന്ന ഒരു പരിപാടിയല്ല. എനർജി ആവശ്യമുള്ള സ്റ്റെപ്പ് ആയതുകൊണ്ട് വളരെ സാവധാനം നടക്കുള്ളൂ. നേരെ മറിച്ച് രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു ബോണ്ട് ഫോർമേഷനാണ്. ഇതിന് എനർജി ആവശ്യമില്ല. ബോണ്ട് ഉണ്ടാകുമ്പോൾ എനർജി റിലീസ് ആവുക ചെയ്യുക. എനർജി ആവശ്യമില്ലാത്ത സ്റ്റെപ്പ് ആയതുകൊണ്ട് ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുക. അപ്പോൾ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ബോണ്ട് പൊട്ടുന്ന സ്റ്റെപ്പ് ആയിരിക്കും. ബോണ്ട് പൊട്ടണമെങ്കിൽ എനർജി വേണം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്നല്ലേ റൈറ്റ് ഇക്വേഷൻ ചെയ്താൽ, ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പ് ഉള്ളത് കൊണ്ട് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് റൈറ്റ് ഇക്വേഷൻ ചെയ്താൽ. അപ്പോൾ റൈറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. റിയാക്ടന്റ് ഇവിടെ RX മാത്രമേ ഉള്ളൂ. ഇനി പ്രൊപ്പോർഷണാലിറ്റി കളയാൻ ഞാൻ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ K × RX. അങ്ങനെയാണെങ്കിൽ ഇതാണ് റൈറ്റ് ഇക്വേഷൻ. ഇതാണ് റൈറ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഓർഡർ എന്താണ്? 1 അല്ലേ വരിക? കോൺസെൻട്രേഷൻ ടേമിന്റെ പവർ ആണ് ഓർഡർ. അപ്പോൾ ഓർഡർ 1. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് SN1. ഇനി റിയാക്ടിവിറ്റി ഓർഡർ വേണം. എടാ SN1ന്റെ റിയാക്ടിവിറ്റി ഓർഡർ വെറുതെ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെർഷറി, സെക്കൻഡറി, പ്രൈമറി. ടെർഷറിയിലാണ് SN1 ഫാസ്റ്റ് ആയിട്ട് നടക്കുക. പക്ഷേ അങ്ങനെ മാത്രം വെറുതെ ഓർഡർ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, റീസൺ അറിയണം. എന്നാലേ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ചോക്കെ, SN1 നടക്കുന്നത് കാർബോക്കേറ്റൺ ഇന്റർമീഡിയറ്റ് വയ്യ. SN1 നടക്കണമെങ്കിൽ ആദ്യം ബോണ്ട് പൊട്ടണം, കാർബോക്കേറ്റൺ ഉണ്ടാവണം. അപ്പോൾ ആരുടെ കാർബോക്കേറ്റൺ ആണോ കൂടുതൽ സ്റ്റേബിൾ അവിടെ ആയിരിക്കും പെട്ടെന്ന് കാർബോക്കേറ്റൺ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് റിയാക്ഷൻ നടക്കും. നമുക്കറിയാം ടെർഷറി ഹാലൈഡിന്റെ കാർബോക്കേറ്റൺ, ടെർഷറിയുടെ കാർബോക്കേറ്റൺ ഹൈലി സ്റ്റേബിളാണ്. അതുകൊണ്ട് ടെർഷറിയിൽ പെട്ടെന്ന് ബോണ്ട് പൊട്ടും, പെട്ടെന്ന് കാർബോക്കേറ്റൺ ഉണ്ടാവും, പെട്ടെന്ന് റിയാക്ഷൻ നടന്നോളും. ബോണ്ട് പൊട്ടി കിട്ടാനേ പണിയുള്ളൂ, ബാക്കി ഓട്ടോമാറ്റിക് നടന്നോളും. പ്രൈമറിയിലായിരിക്കും ഈ ബോണ്ട് പൊട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക, കാരണം പ്രൈമറിയുടെ കാർബോക്കേറ്റൺ ഒട്ടും സ്റ്റേബിൾ അല്ല. അപ്പോൾ പ്രൈമറിയിൽ പെട്ടെന്ന് ബോണ്ട് പൊട്ടൂല, പെട്ടെന്ന് കാർബോക്കേറ്റൺ ഉണ്ടാവില്ല, പെട്ടെന്ന് റിയാക്ഷൻ നടക്കൂല. സോ റിയാക്ടിവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്റ്റെബിലിറ്റി ഓഫ് ഇന്റർമീഡിയറ്റ് ആണ്. ടെർഷറിയുടെ കാർബോക്കേറ്റൺ ആണ് കൂടുതൽ സ്റ്റേബിൾ. അതുകൊണ്ട് SN1 റിയാക്ടിവിറ്റിയുടെ ഓർഡർ ടെർഷറി, സെക്കൻഡറി, പ്രൈമറി ആണ്. അല്ലെങ്കിൽ SN1 റിയാക്ടിവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് കാർബോക്കേറ്റോൺ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. കാരണം കാർബോക്കേറ്റോൺ സ്റ്റേബിൾ ആണെങ്കിലേ പെട്ടെന്ന് കാർബോക്കേറ്റോൺ ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ദിസ് ഈസ് ദ SN1 മെക്കാനിസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അറേഞ്ച് ദ ഫോളോവിങ് ആൽക്കൈൽ ഹാലൈഡ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് SN1 റിയാക്ടിവിറ്റി. ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ 3 ഹാലൈഡ്സ് തന്നിട്ടുണ്ട്. SN1 റിയാക്ടിവിറ്റിയുടെ ഓർഡറാണ് ചോദിച്ചത്. ഇത് ടെർഷറി ആണ്, ഇത് സെക്കൻഡറി ആണ്, ഇത് പ്രൈമറി ആണ്. അതുകൊണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. CBA നല്ല ആൻസർ വരിക, പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, SN1 റിയാക്ടിവിറ്റി ഓർഡർ ചോദിച്ചിട്ടുണ്ട്, 3 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഒരാൾ വെറുതെ ടെർഷറി, സെക്കൻഡറി, പ്രൈമറി എന്ന് പഠിച്ചു പോയ ഒരു കുട്ടിക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം പ്രൈമറി ഹാലൈഡാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ SN1 റിയാക്ടിവിറ്റിയുടെ ഓർഡർ നോക്കണം. അപ്പോൾ അതാ പറഞ്ഞത്, SN1 റിയാക്ടിവിറ്റി എങ്ങനെ നമ്മൾ നോക്കുക? കാർബോക്കേറ്റോണിന്റെ സ്റ്റെബിലിറ്റി അനുസരിച്ചാണ്. കാർബോക്കേറ്റോൺ സ്റ്റേബിൾ ആണെങ്കിൽ പെട്ടെന്ന് കാർബോക്കേറ്റോൺ ഉണ്ടാവും, പെട്ടെന്ന് SN1 നടക്കും. അപ്പോൾ ആരുടെ കാർബോക്കേറ്റോൺ കൂടുതൽ സ്റ്റേബിൾ നമുക്ക് നോക്കാം. ഇവിടെ ബോണ്ട് പൊട്ടുമ്പോൾ ഉണ്ടാവുന്നത് ഇങ്ങനെ ഒരു പ്രൈമറി കാർബോക്കേറ്റോൺ ആണ്. ഇവിടെ ബോണ്ട് പൊട്ടിയാൽ ഇങ്ങനെ ഒരു കാർബോക്കേറ്റോൺ ഉണ്ട്. എല്ലാത്തിലും പ്രൈമറി തന്നെയാണ്, എല്ലാത്തിലും പ്രൈമറി കാർബോക്കേറ്റോൺ ഉണ്ടാവുക. പക്ഷേ ഇതിൽ ബിന്റെയും സിന്റെയും കാർബോക്കേറ്റോൺ ഹൈലി സ്റ്റേബിൾ ആണ്. അതിന്റെ കാരണം അവിടെ റെസൊണൻസ് ഉണ്ട്. നിങ്ങൾ നോക്കിയേ, പൈ സിഗ്മ പ്ലസ് കോൺജുഗേഷൻ ഉണ്ട്. പൈ സിഗ്മ ലോൺ പെയർ, പൈ സിഗ്മ പ്ലസ്, പൈ സിഗ്മ പൈ സിഗ്മ മൈനസ് ഒക്കെ വന്നാൽ അവിടെ റെസൊണൻസ് ഉണ്ടാവും. റെസൊണൻസ് ഉണ്ടെങ്കിൽ അവർ ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. അതിന്റെ കാരണമൊക്കെ നമുക്കറിയാം. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ പൈ സിഗ്മ പ്ലസ് ഉണ്ട്, കോൺജുഗേഷൻ ഉണ്ട്, റെസൊണൻസ് ഉണ്ട്. പൈ സിഗ്മ പ്ലസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഈ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഡിലോക്കലൈസ് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ പ്ലസ് ചാർജ് ഇവിടെ എത്തില്ല. ഞാൻ ഇയാളുടെ അടുത്ത സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ പ്ലസ് ഇവിടെ ഉണ്ടാവുക. ഞാൻ സ്ട്രക്ചർ ഒന്നും വരയ്ക്കുന്നില്ല, നമുക്ക് ഇവിടെ തന്നെ നോക്കിയിട്ട് പറയാം. അപ്പോൾ പൈ സിഗ്മ പ്ലസ് ഉള്ളതുകൊണ്ട്, റെസൊണൻസ് ഉള്ളതുകൊണ്ട് ഈ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ പ്ലസ്
പ്ലസ് ഇവിടെ എത്തും. അങ്ങനെ ഈ മോളിക്യൂളിൽ രണ്ടാളുകൾ ഉണ്ടാവും ആ പ്ലസ് ചാർജ് എന്നുള്ള ഭാരത്തിനെ ഷെയർ ചെയ്യാൻ. എപ്പോഴും പ്ലസ് ചാർജിനെ ഈ കാർബൺ തന്നെ പിടിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. രണ്ടാളുകളുണ്ട് ഇപ്പോൾ ആ പ്ലസ് ചാർജ് എന്നുള്ള ഭാരത്തിനെ ഷെയർ ചെയ്യാൻ. അതുകൊണ്ട് ഇയാളൊക്കെ ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഈ പ്ലസ് ചാർജിനെ പിടിക്കാൻ വേറെ ആരും ഇല്ല. കാരണം ഇവിടെ റെസൊണൻസ് ഇല്ല. എപ്പോഴും പ്ലസ് ചാർജിനെ അയാൾ തന്നെ പിടിച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ റെസൊണൻസ് ഉണ്ട് കാർബോക്കേറ്റുള്ള പൈ സിഗ്മ പ്ലസ് അല്ലെ. പൈ റെസൊണൻസ് ഉള്ളതുകൊണ്ട് ഈ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഈ പൈ ബോണ്ട് പൈ സിഗ്മ പ്ലസ് അല്ലേ, അപ്പോൾ പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, പ്ലസ് ഇവിടെ എത്തും. വീണ്ടും റെസൊണൻസ് ഉണ്ട് പൈ സിഗ്മ പ്ലസ്, അപ്പോൾ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഞാൻ നിങ്ങൾ ഓരോ സ്ട്രക്ചറായിട്ട് വരയ്ക്കുന്നില്ല. പ്ലസ് ഇവിടെ എത്തും. വീണ്ടും പൈ സിഗ്മ പ്ലസ്, അപ്പോൾ പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, പ്ലസ് ഇവിടെ എത്തും. അങ്ങനെ നിങ്ങൾ നോക്കാം, മൊത്തം 4 ആളുകൾ ഉണ്ടാവും. ഈ കാർബോക്കേറ്റോണിൽ ഇന്റർമീഡിയറ്റിന്റെ കാര്യമായിട്ട് പറയുന്നത്, കോമ്പൗണ്ടിന്റെ കാര്യമല്ല. ഇന്റർമീഡിയറ്റിലാണ് ആ പ്ലസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പ്ലസ് ചാർജിനെ പിടിക്കാൻ നോക്കിയാൽ 4 ആളുകളുണ്ട്. ആ പ്ലസ് എന്നുള്ള ഭാരത്തിനെ ഷെയർ ചെയ്യാൻ, ചാർജ് അല്ലേ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാരമാണ്. അപ്പോൾ ഇവിടെ ആ പ്ലസിനെ ഷെയർ ചെയ്യാൻ 4 പേരുണ്ട്. അതുകൊണ്ട് ഇവർക്കൊന്നും ആ പ്ലസ് ചാർജിന്റെ ഫീലിംഗ് അറിയുന്നേ ഉണ്ടാവില്ല. ആ പ്ലസ് ചാർജ് എന്നുള്ള ഭാരത്തിന്റെ ഫീലിംഗ് ഇവർക്ക് അറിയുന്നേ ഉണ്ടാവില്ല. 4 ആളുകളുണ്ട് അതിനെ ഷെയർ ചെയ്യാൻ. അപ്പോൾ ഇയാളുടെ കാർബോക്കേറ്റോൺ ഹൈലി സ്റ്റേബിൾ ആണ്. അപ്പോൾ കാർബോക്കേറ്റോണിന്റെ സ്റ്റെബിലിറ്റി ആണല്ലോ SN1 റിയാക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ സീന്റെ കാർബോക്കേറ്റോൺ. ഇവിടെ ആകെ 2 ആളുകളെ പിടിക്കാനുള്ളൂ, അവിടെ ആകെ ഒരാളെ പിടിക്കാനുള്ളൂ. ഇവിടെ 4 ആളുകൾ പിടിക്കാനുണ്ട്. അപ്പോൾ സീന്റെ കാർബോക്കേറ്റോൺ ആണ് കൂടുതൽ സ്റ്റേബിൾ. ദെൻ ബി, ദെൻ എ. അപ്പോൾ ദിസ് ഈസ് ദ ആൻസർ. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വാ. ഇവിടെ ഞാൻ ഓരോന്നിൻ്റെ കാർബോക്കേറ്റോൺ എഴുതാം. എന്തായാലും SN1 ആണ്. SN1 ആണെങ്കിൽ കാർബോക്കേറ്റോണിന്റെ സ്റ്റെബിലിറ്റി ആണ് റിയാക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുക. റിയാക്ടിവിറ്റി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് കാർബോക്കേറ്റോൺ ഇന്റർമീഡിയറ്റ് ആണ്. ഞാൻ ഓരോന്നിൻ്റെ കാർബോക്കേറ്റോൺ എഴുതിയിട്ടുണ്ട്. ഞാൻ ABCD എന്ന് കൊടുക്കാം. ആരുടെ കാർബോക്കേറ്റോൺ കൂടുതൽ സ്റ്റേബിൾ? നിങ്ങൾ നോക്കിയേ, ഇതില് സി എല്ലാത്തിലും നിങ്ങൾ നോക്കാം റെസൊണൻസ് ഉണ്ടാവും. കാരണം ബെൻസീറിംഗ് അല്ല, ബെൻസീറിംഗ് വരുമ്പോൾ പൈ സിഗ്മ പ്ലസ് റെസൊണൻസ് ഉണ്ടാവും, കോഞ്ചുഗേഷൻ ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ട്. പക്ഷെ ഡീൻ്റെ കാർബോക്കേറ്റോൺ ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ. കാരണം ഡി നിങ്ങൾ നോക്കുക, ഈ പ്ലസ് ഉള്ള കാർബൺ അറ്റാച്ച് ചെയ്തുള്ളത് 3 ബെൻസീറിംഗുമായിട്ടാണ്. അപ്പോൾ 3 ബെൻസീറിംഗിന്റെ റെസൊണൻസ് ഇയാൾക്ക് കിട്ടും. ഓക്കെ, പൈ സിഗ്മ പ്ലസ്. അപ്പോൾ ഈ ബെൻസീറിംഗിന്റെ റെസൊണൻസ് ഉണ്ടാവും, ഈ ബെൻസീറിംഗിന്റെ റെസൊണൻസ് ഉണ്ടാവും. ഞാൻ നേരത്തെ വരച്ചതുപോലെ ഞാൻ ഓരോന്നും വരയ്ക്കുന്നില്ല. ഇങ്ങനെ 3 ബെൻസീറിംഗിന്റെ റെസൊണൻസ് ഉണ്ട് ആ പ്ലസിനെ സ്റ്റേബിൾ ആക്കാൻ. ഇവിടെ 2 ബെൻസീറിംഗിന്റെ റെസൊണൻസേ ഉള്ളൂ. ഓക്കെ, ഇവിടെയൊക്കെ ഓരോ ബെൻസീറിംഗിന്റെ റെസൊണൻസേ ഉള്ളൂ. അപ്പോൾ ഡീൻ്റെ കാർബോക്കേറ്റോൺ ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ. കാരണം 3 ബെൻസീറിംഗ് ഉണ്ട് റെസൊണൻസ് വഴി അയാളെ സ്റ്റേബിൾ ആക്കാൻ. പിന്നെ സി അല്ലേ. ഇനി എയിലും ബിയിലും ഓരോ ബെൻസീറിംഗിന്റെ റെസൊണൻസേ ആ കാർബോക്കേറ്റോൺ കിട്ടുള്ളൂ. ഇനി അത് തന്നെ ബി ആയിരിക്കും ഒന്നുകൂടി സ്റ്റേബിൾ. കാരണം ഈ ബെൻസീറിംഗിന്റെ എഫക്ട് നോക്കണ്ട, അത് രണ്ടിലും ഉണ്ടല്ലോ. പിന്നെ ഇവിടെ ഈ ബെൻസീറിംഗിന്റെ റെസൊണൻസിന് പുറമെ ഇവിടെ CH3 നോക്കി ഇലക്ട്രോൺ കൊടുക്കുന്നുണ്ട്. CH3 ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഹൈപ്പർ കോഞ്ചുഗേഷനിലൂടെയും, ഹൈപ്പർ കോഞ്ചുഗേഷൻ എന്ന് പറയുമ്പോൾ റെസൊണൻസിന്റെ അത്ര പവർഫുൾ അല്ല, എന്തായാലും ഇൻഡക്റ്റീവ് എഫക്റ്റിലൂടെയും ഹൈപ്പർ കോഞ്ചുഗേഷനിലൂടെ ഒക്കെ ഇലക്ട്രോൺ കൊടുക്കാൻ കഴിവുള്ള ആളാണ് CH3. അപ്പോൾ ഇവിടെ രണ്ടിലും ഓരോ ബെൻസീറിംഗിന്റെ റെസൊണൻസ് ഉണ്ടെങ്കിലും ഇവിടെ ഒരു CH3 ഗ്രൂപ്പും എക്സ്ട്രാ ഇലക്ട്രോൺ കൊടുത്തിട്ട് ആ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കാർബോക്കേറ്റോൺ ഇലക്ട്രോൺ കൊടുത്ത് അയാളെ സഹായിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു എക്സ്ട്രാ സഹായം കിട്ടുന്നില്ല. അതുകൊണ്ട് ബീൻ്റെ കാർബോക്കേറ്റോൺ ആണ് എന്റെ കാർബോക്കേറ്റോണേക്കാൾ സ്റ്റേബിൾ. അപ്പോൾ ദിസ് ഈസ് ദ ആൻസർ ഓഫ് SN1 റിയാക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് SN1 റിയാക്ടിവിറ്റി നോക്കാൻ. അപ്പോൾ നമ്മൾ SN1 മെക്കാനിസം ആണ് പറഞ്ഞത്. ഇതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി നമുക്ക് നോക്കട്ടോ. ഈ ഇൻവേർഷനും റിട്ടൻഷൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. ആദ്യം നമുക്ക് മെക്കാനിസംസ് സിമ്പിളായിട്ട് പറഞ്ഞ് പിന്നെ അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രിയിലേക്ക് വരാം. ഓക്കെ, ഇനി അടുത്തത് SN2ലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മെക്കാനിസം നമ്മൾ പറഞ്ഞു SN1 മെക്കാനിസം. ഇനി ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന മറ്റൊരു മെക്കാനിസമാണ് SN2 മെക്കാനിസം. നോക്കണേ, SN2 ആണെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് 1 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഒറ്റ സ്റ്റെപ്പിലാണ് നടക്കുക. എങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ നടക്കുക? ഈ SN2 കൂടുതലായിട്ട് നടക്കുക പ്രൈമറിയുടെ കേസിലാണ്. കാരണം നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ഞാനൊരു ഹാലോൽക്കെയിൻ എടുത്തു. ശരിക്കും എങ്ങനെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കേണ്ടത്? ആദ്യം ഈ ബോണ്ട് പൊട്ടണം, കാർബോക്കേറ്റോൺ ഉണ്ടാവണം, എന്നിട്ട് ന്യൂക്ലിയോഫൈലുമായിട്ട് ബോണ്ട് ചെയ്യണം. അങ്ങനെയല്ലേ ശരിക്കും ഒരു റിയാക്ഷൻ നടക്കേണ്ടത്. പക്ഷേ ഇയാൾക്ക് ഈ പ്രൈമറിക്ക് ഈ ബോണ്ട് പൊട്ടിക്കാൻ ഒട്ടും ടെൻഡൻസി ഉണ്ടാവില്ല. കാരണം പ്രൈമറിയുടെ കാർബോക്കേറ്റോൺ ഒട്ടും എന്തല്ല, സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് പ്രൈമറി ഈ ബോണ്ട് പൊട്ടിക്കാൻ അങ്ങനെ മടിച്ചു നിൽക്കുക. ഓക്കെ, ഈ ബോണ്ട് പൊട്ടുന്നതും കാത്തും ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാ? ന്യൂക്ലിയോഫൈൽ ഈ ബോണ്ട് പൊട്ടിയിട്ട് വേണം ആ ന്യൂക്ലിയോഫൈലിന് ആ പ്ലസുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ അല്ലേ. ഈ ഹൈഡ്രജൻ പോയാലല്ലേ ന്യൂക്ലിയോഫൈലിന് അവിടെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബോണ്ട് പൊട്ടുന്നതും വെയിറ്റ് ചെയ്ത് ഈ ന്യൂക്ലിയോഫൈൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷേ പ്രൈമറി ഈ ബോണ്ട് പൊട്ടിക്കുന്നില്ല. കാരണം പ്രൈമറിയുടെ കാർബോക്കേറ്റോൺ ഒട്ടും എന്തല്ല, സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് പ്രൈമറി ബോണ്ട് പൊട്ടിക്കാൻ അങ്ങനെ മടിച്ചു നിൽക്കുക. അപ്പോൾ കുറേ നേരം ന്യൂക്ലിയോഫൈൽ വെയിറ്റ് ചെയ്തു, ബോണ്ട് പൊട്ടുന്ന ലക്ഷണമല്ല. അതുകൊണ്ട് ന്യൂക്ലിയോഫൈൽ ചെന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ആ ബോണ്ട് പൊട്ടിക്കാൻ പോവാണ്. ഇതാണ് SN2ന്റെ പ്രത്യേകത. ആദ്യം തന്നെ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് എന്ത് ചെയ്യാണ്? അറ്റാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യാൻ എന്തായാലും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർബണയാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഈ പ്ലസ് ഉള്ള ഈ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർബൺ വന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ഈ ബോണ്ട് പൊട്ടിക്കാൻ പോവാം. ഞാൻ അറ്റാക്കിങ് ഇവിടെ കാണിക്കാം. നോക്കേ എന്താ സംഭവിക്കുന്നതാ.
ഇതാണ് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് അല്ലേ. ഈ ന്യൂക്ലിയോഫൈൽ ഈ അറ്റാക്ക് ചെയ്യുന്ന നമ്മൾ ഈ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബോണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനായിട്ട് നമ്മൾ അറ്റാക്കിംഗ് എന്ന് വിളിക്കുക. ഇവിടെ വന്നിട്ട് ഇയാൾ അറ്റാക്ക് ചെയ്യുന്ന ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതാണ് അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഈ ന്യൂക്ലിയോഫൈലിന് നേരെ വന്നിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഈ കാർബൺ ആൾറെഡി 4 ബോണ്ട് ഉണ്ട് അല്ലേ, ബാക്കിയൊക്കെ ഹൈഡ്രജൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ CH3X ആലോചിച്ച് നോക്കുക, ബാക്കിയൊക്കെ ഹൈഡ്രജൻ ഉണ്ടാവും. അപ്പോൾ ഈ കാർബൺ ആൾറെഡി 4 ബോണ്ട് ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയോഫൈലിന് വന്നിട്ട് നേരെ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും, 5 ബോണ്ട് എന്തായാലും കാർബൺ ഫോം ചെയ്യില്ല. അപ്പോൾ നേരത്തെ അങ്ങനെയല്ലേ, SN1 ഈ ബോണ്ട് പൊട്ടിയിട്ടാണ് ന്യൂക്ലിയോഫൈൽ വന്നത്. അപ്പോൾ വിഷയമല്ല, ഇതങ്ങനെയല്ല, ഈ ബോണ്ട് പൊട്ടുന്നതിന് മുമ്പ് തന്നെ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ പോവുക. അപ്പോൾ നേരെ വന്നിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ന്യൂക്ലിയോഫൈൽ എന്ത് ചെയ്യുന്ന അറിയാം, മെല്ലെ ബോണ്ട് ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തും. നമ്മൾ ഈ ബോണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനായിട്ട് നമ്മളിങ്ങനെ ഡോട്ട് വെച്ചിട്ട് കാണിക്കുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള ബോണ്ടല്ല, ബോണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം ഈ പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പഴയ ബന്ധങ്ങൾ എന്താവും, വീക്കാവും. അപ്പോൾ ഈ കാർബൺ ന്യൂക്ലിയോഫൈലിനെ കണ്ടപ്പോൾ ന്യൂക്ലിയോഫൈലുമായിട്ട് മെല്ലെ ഒരു ബോണ്ട് ഉണ്ടാക്കാൻ പോയി. ഈ വിവരം ആരറിഞ്ഞു, ഹാലജൻ അറിഞ്ഞു. അപ്പോൾ ഹാലജൻ പറയും നമുക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിലുള്ള ബോണ്ട് മെല്ലെ വീക്കാവും. കാരണം ഇവരുടെ ഈ ബോണ്ട് ഫോർമേഷൻ എന്തായാലും ഹാലജൻ ഇഷ്ടപ്പെടില്ല. കാരണം ആ കാർബൺ ഈ ന്യൂക്ലിയോഫൈലിനെ കണ്ടപ്പോൾ മെല്ലെ നൈസായിട്ട് അയാളുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ പോയി. അപ്പോൾ ഈ വിവരം ഹാലജൻ അറിഞ്ഞതോടെ ഹാലജൻ അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഹാലജൻ പറയും നമുക്ക് പിരിയാന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിലുള്ള ബോണ്ട് മെല്ലെ എന്താവും, വീക്കാവും. പൂർണ്ണമായിട്ട് പൊട്ടിപ്പോകില്ല, കാരണം ഇവിടെ പൂർണ്ണമായിട്ട് ബോണ്ട് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു മുറിഞ്ഞ ബോണ്ടുള്ള ഒരു പാർഷ്യൽ ബോണ്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയാണ്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇതൊരു ഇന്റർമീഡിയറ്റ് അല്ല, ബോണ്ട് കംപ്ലീറ്റ് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന കാറ്റോൺ ആനോൺ റാഡിക്കൽ അവരെ നമ്മൾ ഇന്റർമീഡിയറ്റ് എന്ന് വിളിക്കുള്ളൂ. എങ്കിലും ഇതൊരു മുറിഞ്ഞ ബോണ്ടുള്ള ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയാണ് ഇത് നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുക. എന്തായാലും കുറേ സമയം ഇവർക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. കുറച്ച് സമയം കഴിഞ്ഞാൽ ഹാലജൻ പറയും ഞാൻ കംപ്ലീറ്റ് ഇവിടുന്ന് പോവാണ്, ഞാൻ തെറ്റിപ്പോവുക. ഹാലജൻ അവിടെ നിന്ന് തെറ്റിപ്പോവുക കംപ്ലീറ്റ്. അപ്പോൾ ഹാലജൻ പോവാൻ വെയിറ്റ് ചെയ്യാണ് ഈ കാർബൺ ന്യൂക്ലിയോഫൈലുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ. അപ്പോൾ ഹാലജൻ പോകുന്നതോടുകൂടി ഇവർ തമ്മിൽ കംപ്ലീറ്റ് ബോണ്ട് ഉണ്ടാവും. നോക്കി, ബോണ്ട് ബ്രേക്കിങ്ങും ബോണ്ട് ഫോർമേഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുക. ദാറ്റ് ഈസ് 1 സ്റ്റെപ്പ്. നമ്മൾ കാണിക്കുന്നതും നമ്മൾ പറയുന്നതൊന്നും അല്ല സ്റ്റെപ്പിന്റെ എണ്ണം. ഞാൻ ചിലപ്പോൾ ഇത് 2 സ്റ്റെപ്പിലൊക്കെ കാണിക്കാം, അതല്ല സ്റ്റെപ്പിന്റെ എണ്ണം. ബോണ്ട് പൊട്ടുന്നതും ബോണ്ട് ഉണ്ടാവുന്നതും ഒരുമിച്ച, അതാണിത് 1 സ്റ്റെപ്പ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഈ ബോണ്ട് പൊട്ടുന്നതോടുകൂടി ഇവർ തമ്മിൽ ബോണ്ട് ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് ബോണ്ട് ഫോർമേഷൻ ടേക്സ് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി, ദാറ്റ് ഈസ് SN2 മെക്കാനിസം. ഇനി നമ്മൾ ഇതിൻ്റെ റൈറ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ആകെ ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. അപ്പോൾ ഈ ഒറ്റ സ്റ്റെപ്പ് തന്നെയല്ലേ നമ്മൾ റൈറ്റ് ഇക്വേഷൻ എഴുതുക. അപ്പോൾ ഈ ഒറ്റ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ നോക്കിയാൽ 2 റിയാക്ടൻറ്റും റിയാക്ഷൻ ഇൻവോൾവ്ഡ് ആണ്. ഇയാളും ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ റൈറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് അല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് RX. ഇനി പ്രൊപ്പോർഷണാലിറ്റി കളയാൻ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ റൈറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് RX. ദെൻ ഓർഡർ ഓഫ് റിയാക്ഷൻ 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ അങ്ങനെയാണ് ഓർഡർ 2 ആയത്, ദാറ്റ് ഈസ് SN2. ഇനി റിയാക്ടിവിറ്റി ഓർഡർ വേണം. ഡിഫറെൻറ്റ് ഹാലൈഡ്സ് എടുത്താൽ എവിടെയാണ് SN2 ഫാസ്റ്റ് ആയിട്ട് നടക്കുക എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കി, പ്രൈമറിയിലാണോ സെക്കൻഡറിയിലാണോ ടെർഷറിയിലാണോ ഈ SN2 ഫാസ്റ്റ് ആയിട്ട് നടക്കുക. നമ്മൾ SN1ൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ ഞാൻ പറഞ്ഞു. ഇനി SN1ൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ നമ്മൾ പറഞ്ഞു. ഇനി SN2ൻ്റെ നോക്കാം. നോക്കേ, ഞാനൊരു പ്രൈമറി ഹാലൈഡ് എടുത്തു. ഞാൻ എൻ്റെ ഷേപ്പ് വരയ്ക്കാം. ടെട്രൈഡലാണല്ലോ ഈ ആൽക്കിലാഡിൻ്റെ ഷേപ്പ് അല്ലേ, 4 ബോണ്ട് ആകുമ്പോൾ ടെട്രൈഡലാണ്. ഇത് പ്രൈമറിയാണ്, കാരണം ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ വേറൊരു കാർബണേ ഉള്ളൂ. അപ്പോൾ ഇത് പ്രൈമറി. ഞാനൊരു സെക്കൻഡറി എടുക്കാം. ഓക്കെ, ഇതൊരു സെക്കൻഡറി ഹാലൈഡാണ്. ഇനി ഞാനൊരു ടെർഷറി ഹാലൈഡ് എടുക്കാം. എവിടെയാണ് SN2 ഫാസ്റ്റ് ആയിട്ട് നടക്കുക നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷറി ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, SN2 നടക്കണമെങ്കിൽ ആദ്യം ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യേണ്ടേ. SN1 നടക്കണമെങ്കിൽ ആദ്യം ബോണ്ട് പൊട്ടണം, കാർബോക്കേറ്റൻ ഉണ്ടാണ്. അപ്പോൾ കാർബോക്കേറ്റൻ്റെ സ്റ്റെബിലിറ്റിയാണ് SN1 റിയാക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുക. പക്ഷേ SN2 അങ്ങനെയല്ല. SN2 നടക്കണമെങ്കിൽ ആദ്യം ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യണം. കാരണം ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഈ ബോണ്ട് പൊട്ടാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് ഈ SN2 നടക്കുന്നത്. അപ്പോൾ എവിടെ ന്യൂക്ലിയോഫൈലിന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുക, അവിടെ ആയിരിക്കും പെട്ടെന്ന് SN2 നടക്കുക. ഇതിൽ ഏത് ഹാലൈഡിനെ ആയിരിക്കും ഒരു ന്യൂക്ലിയോഫൈലിന് ഈ സൈഡ് അറ്റാക്ക് ചെയ്യാൻ പറ്റുക? ഉറപ്പായിട്ടും പ്രൈമറിയിലെ ഈ കാർബൺ ആയിരിക്കും ന്യൂക്ലിയോഫൈൽ ഈ സൈഡ് അറ്റാക്ക് ചെയ്യാൻ പറ്റുക. കാരണം സെക്കൻഡറി ആകുമ്പോൾ ഈ ഇലക്ട്രോൺ ഡിഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർബണിന് ചുറ്റും 2 ബൾക്കി ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ആകുമ്പോൾ ഒരു ബൾക്കി ഗ്രൂപ്പേ ഉള്ളൂ. ഹൈഡ്രജനൊക്കെ കുഞ്ഞു കുഞ്ഞു ആളുകളല്ലേ. സെക്കൻഡറിയിൽ വരുമ്പോൾ അവിടെ 2 ബൾക്കി ഗ്രൂപ്പ് ഉണ്ട് ആ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബണിന് ചുറ്റും. ടെർഷറിയിലേക്ക് വരുമ്പോൾ ഈ ഹാലജൻ അറ്റാച്ച് ചെയ്ത ഈ ഇലക്ട്രോൺ ഡിഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർബണിന് ചുറ്റും 3 ബൾക്കി ആയിട്ടുള്ള ആൽക്കിൽ ഗ്രൂപ്പ് ഉണ്ട്. ആ ആൽക്കിൽ ഗ്രൂപ്പിന്റെ ക്രൗഡിങ് കാരണം, ബൾക്കിനെസ് കാരണം, തിരക്ക് കാരണം ന്യൂക്ലിയോഫൈലിന് ഇവിടേക്ക് വരാൻ കഴിയില്ല, ഇവിടെ അറ്റാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സെക്കൻഡറിയിലാകുമ്പോൾ 2 ബൾക്കി ഗ്രൂപ്പേ ഉള്ളൂ. പ്രൈമറിയിലാകുമ്പോൾ ഒരു ബൾക്കി ഗ്രൂപ്പേ ഉള്ളൂ. ബാക്കിയൊക്കെ കുഞ്ഞു കുഞ്ഞു ഹൈഡ്രജനാ. അതുകൊണ്ട് ന്യൂക്ലിയോഫൈൽ ഈ സൈഡ് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ന്യൂക്ലിയോഫൈൽ പെട്ടെന്ന് അറ്റാക്ക് ചെയ്താലേ പെട്ടെന്ന് SN2 നടക്കുള്ളൂ. SN1 നമ്മൾ ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല, കാരണം SN1 ആദ്യം തന്നെ ബോണ്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ SN2 നടക്കണമെങ്കിൽ ആദ്യം ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യണം. ന്യൂക്ലിയോഫൈൽ ഈ സൈഡ് അറ്റാക്ക് ചെയ്യാൻ പറ്റിയ പ്രൈമറിയിലെ കാർബണയാണ്. സെക്കൻഡറിയിലും ടെർഷറിയിലൊക്കെ ബൾക്കിനെസ് കൂടുന്നത് കൊണ്ട് അറ്റാക്കിങ് ഡിഫിക്കൽട്ട് ആവും. അപ്പോൾ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ SN2 നടക്കില്ലല്ലോ. SN2 നടക്കൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ റിയാക്ടിവിറ്റി ഓർഡർ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആണ്. അപ്പോൾ ബൾക്കിനെസ് ആണ്, ക്രൗഡിംഗ് ആണ് SN2 റിയാക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. SN2 റിയാക്ടിവിറ്റിയുടെ ഓർഡറാണ് ചോദിച്ചത്. നോക്കിയേ,
കുറേ ഹാലൈഡ്സ് തന്നിട്ടുണ്ട്. ഇത് നോക്കിയേ, എയും ബിയും സിയും ഒക്കെ പ്രൈമറി ആണ്, ഡിയും ഇയും ഒക്കെ ഇതൊക്കെ സെക്കൻഡറിയും ടേഴ്സറിയാണ്. എന്തായാലും ലീസ്റ്റ് റിയാക്റ്റീവ് ടേഴ്സറി ആയിരിക്കും. കാരണം ടേഴ്സറി കാർബൺ ചുറ്റും 3 ബൾക്കി ഗ്രൂപ്പ് ഉണ്ട്, ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. പിന്നെ സെക്കൻഡറി. എയും ബിയും സിയും ഒക്കെ പ്രൈമറി ആണ്. അതിൽ ഏറ്റവും മോസ്റ്റ് റിയാക്റ്റീവ് എ ആയിരിക്കും. കാരണം എ നിങ്ങൾ നോക്കിയേ, എയിൽ ഈ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ചുറ്റും ഒരു ബൾക്കി ഗ്രൂപ്പ് പോലും ഇല്ല, ഒക്കെ കുഞ്ഞു കുഞ്ഞു ഹൈഡ്രജൻസാ, ഒറ്റ ബൾക്കി ഗ്രൂപ്പ് പോലും ഇല്ല. വളരെ ഈസി ആയിട്ട് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെയൊക്കെ ഹാലജൻ അറ്റാച്ച് ചെയ്ത ഈ കാർബൺ നോക്കിയാൽ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ 2 ഹൈഡ്രജനാ, പിന്നെ ഒരു ബൾക്കി ഗ്രൂപ്പ്, ഒരു മീഥൈൽ ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാർബൺ 3 ഹൈഡ്രജൻ, അത്യാവശ്യം സൈസുള്ള ആളാണ്, ഒരു ബൾക്കി ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ, സംഗതി ഇതും പ്രൈമറി ആണെങ്കിലും ഇവിടെ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ 2 ഹൈഡ്രജൻ ആണ്, പിന്നെ ഒരു ബൾക്കി ഗ്രൂപ്പ് ഉണ്ട്, ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഓരോ ബൾക്കി ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഇവിടെ ഒരു ബൾക്കി ഗ്രൂപ്പ് പോലും ഇല്ല, ഒക്കെ കുഞ്ഞു കുഞ്ഞു ഹൈഡ്രജൻ, ഈസി ആയിട്ട് ന്യൂക്ലിയോഫൈലിനെ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് എസെൻറ്റ് നടക്കുക എയിലാണ്. ഓക്കെ, ഇനി ബിയിലും സിയിലും ഓരോ ബൾക്കി ഗ്രൂപ്പ് ഉണ്ട്, പ്രൈമറി ആണ്, ഓരോ ബൾക്കി ഗ്രൂപ്പ് ഉണ്ട്. അത് തന്നെ ഇവിടെ മീഥൈലാണ്, ഇവിടെ ഈഥൈലാണ്, അതിലെ വ്യത്യാസം. മീഥൈലാണോ ഈഥൈലാണോ കൂടുതൽ ബൾക്കിയർ? ഈഥൈലല്ലേ, കാരണം ഒന്നുകൂടി കാർബണിന്റെ എണ്ണം കൂടി ഒന്നുകൂടി ബൾക്കിയർ ഇയാളാ. ബൾക്കിനെസ് കൂടുമ്പോൾ ന്യൂക്ലിയോഫൈലിന്റെ അറ്റാക്കിങ് ഡിഫിക്കൽട്ട് ആവും. അപ്പോൾ പിന്നെ സിനേക്കാൾ മോർ റിയാക്റ്റീവ് ബി ആണ്, കാരണം മീഥൈൽ ഗ്രൂപ്പിനേക്കാൾ ബൾക്കിനെസ് ഉണ്ടാക്കുക ഈഥൈൽ ഗ്രൂപ്പാണ്. ഡിയും ഇയും നോക്കണ്ട, കാരണം അവിടെയൊക്കെ 2-3 ബൾക്കി ഗ്രൂപ്പ് ഇല്ലേ, അവിടെയൊക്കെ ഒന്നല്ലേ ഉള്ളൂ, ഇവിടെ 2-3 ബൾക്കി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതായിരിക്കും ലീസ്റ്റ് റിയാക്റ്റീവ്. അപ്പോൾ ദിസ് ഈസ് ദ ഓർഡർ. പിന്നെ ഇവിടെ SN1 SN2 ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ നമുക്കിപ്പോൾ RF, RCl, RBr, RI ഇവിടെ നോക്കണേ, ഒരു പോയിന്റ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ആൽക്കിൽ ഗ്രൂപ്പ് സെയിം ആണെന്ന് വിചാരിച്ചോ. ആൽക്കിൽ ഗ്രൂപ്പ് ഞാൻ ഫിക്സ് ആക്കി വെച്ചു, ഒരേ ആൽക്കിൽ ഗ്രൂപ്പാണ്. ഹാലജൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏത് മെക്കാനിസം ആയിക്കോട്ടെ, SN1 ആയിക്കോട്ടെ, SN2 ആയിക്കോട്ടെ, SN1 ആയിക്കോട്ടെ, SN2 ആയിക്കോട്ടെ, അയഡൈഡ് ആയിരിക്കും മോർ റിയാക്റ്റീവ്. കാരണം ഏത് മെക്കാനിസം ആണെങ്കിലും ഈ ബോണ്ടല്ലേ പെട്ടെന്ന് കൂട്ടുക. ഇവിടെ നമ്മൾ കാർബോക്കേറ്റോന്റെ സ്റ്റെബിലിറ്റിയോ ബൾക്കിനെസ്സോ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ആൽക്കൽ ഗ്രൂപ്പ് എല്ലാത്തിലും സെയിമാ, അതുകൊണ്ട് ബൾക്കിനെസ്സും ഉണ്ടാവുന്ന കാർബോക്കേറ്റനൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഏത് മെക്കാനിസം ആണെങ്കിലും എവിടെ പെട്ടെന്ന് ബോണ്ട് കൂട്ടുക, അവിടെ അല്ലേ പെട്ടെന്ന് റിയാക്ഷൻ നടക്കുക. നിങ്ങൾ നോക്കിയേ, CF ബോണ്ടിനേക്കാൾ വീക്കാണ് CCl ബോണ്ട്, അതിനേക്കാൾ വീക്കാണ് CBr ബോണ്ട്, അതിനേക്കാൾ വീക്കാണ് CI ബോണ്ട്. നമ്മൾ നേരത്തെ ബോണ്ട് സ്ട്രെങ്ത്തിന്റെ ഓർഡർ പഠിച്ചതാ. അപ്പോൾ ഏറ്റവും വീക്കസ്റ്റ് ബോണ്ട് CI ആണ്. അപ്പോൾ ഏത് മെക്കാനിസം ആണെങ്കിലും അയഡൈഡ് ആയിരിക്കും മോർ റിയാക്റ്റീവ്. പിന്നെ RBr, പിന്നെ RCl, RF ഒക്കെ വളരെ റയർ ആയിട്ട് റിയാക്ട് ചെയ്യുള്ളൂ, കാരണം ബോണ്ട് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട്. അപ്പോൾ ഏത് മെക്കാനിസത്തിലും ആൽക്കൈൽ ഗ്രൂപ്പ് സെയിം ആണെങ്കിൽ, ഒരേ ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ റിയാക്ടിവിറ്റി ഓർഡർ ഇതായിരിക്കും. ഇതും NCERT പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ SN1 പഠിച്ചു, SN2 പഠിച്ചു. അതിന്റെ മെയിൻ ഡിഫറൻസസ് നമുക്ക് പറയാം. SN1 2 സ്റ്റെപ്പിലാണ് നടക്കുക, SN2 1 സ്റ്റെപ്പിലാണ്. SN1 ഓർഡർ 1, അതുപോലെ മോളിക്കുലാരിറ്റി ഒക്കെ 1, SN2 അത് 2 ആണ്. പിന്നെ SN1 കാർബോക്കേറ്റോൺ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് ഉണ്ടാവുന്നത്. ദെൻ SN1 റിയാക്ടിവിറ്റി ഓർഡർ ടെർസറി, സെക്കൻഡറി, പ്രൈമറി. ദെൻ SN2 പ്രൈമറി, സെക്കൻഡറി, ടെർസറി. പിന്നെ SN1 ഇറ്റ് ലീഡ്സ് ടു റെസിമൈസേഷൻ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. SN2 ഇറ്റ് ലീഡ്സ് ടു ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. SN1 SN2 സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഇൻവേർഷൻ, എന്താ റിട്ടൻഷൻ, എന്താണ് പിന്നെ റെസിമൈസേഷൻ, നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ SN1 SN2 പഠിച്ചപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. SN1 ലീഡ്സ് ടു റെസിമൈസേഷൻ ആൻഡ് SN2 ലീഡ്സ് ടു ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. അപ്പോൾ എന്താണ് ഈ ഇൻവേർഷൻ, റിട്ടൻഷൻ, റെസിമൈസേഷൻ, എന്താ ഈ ടേമുകൾ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് SN1 SN2 നമുക്കൊന്ന് തിരിച്ചു പോവാം. അപ്പോൾ അതിൽ നോക്കേ, ഞാനിവിടെ ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ റിയാക്ടന്റ് മോളിക്യൂൾ ആൽക്കൈൽ ഹാലൈഡ്. ഇവിടുന്ന് അങ്ങോട്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങോട്ടും അതേ ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. പക്ഷേ രണ്ടിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡ്. ഇതൊരു ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആൽക്കൈൽ ഹാലൈഡാണ്. എന്തുകൊണ്ട് അത് ഒപ്റ്റിക്കലി നമ്മൾ എങ്ങനെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി നോക്കുക? കൈറാൽ കാർബൺ ഉണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, ഈ കാർബൺ കൈറാലാ, കാരണം ഇത് sp3 ആണ്. ഇതുമുള്ള 4 ഗ്രൂപ്പും ഡിഫറൻ്റ് ആണ്. അങ്ങനെ ഒരു sp3 കാർബൺ അതുമുള്ള 4 ഗ്രൂപ്പും ഡിഫറൻ്റ് ആണെങ്കിൽ അങ്ങനത്തെ കാർബൺസ് നമ്മൾ കൈറാൽ കാർബൺ എന്ന് വിളിക്കുക. അങ്ങനെ ഒരു കാർബൺ കൈറാൽ കാർബൺ ഒരു മോളിക്യൂളിൽ ഒരു കൈറാൽ കാർബൺ ഉണ്ടെങ്കിൽ ആ മോളിക്യൂൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും അല്ലേ. അതിൽ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഉണ്ടാവും, ഡെക്സ്ട്രോ ആൻഡ് ലീവോ. ഇയാൾക്ക് 2 ഐസോമേഴ്സ് ഉണ്ടാവും, D ആൻഡ് L ഐസോമർ. ഇയാളുടെ ആ 2 മിറർ ഇമേജസിനെ നമ്മൾ D ആൻഡ് L ഐസോമർ എന്ന് വിളിക്കുക അല്ലേ. ദാറ്റ് ഈസ് എനാൻഷോമറിക് പെയർ എന്നൊക്കെ വിളിക്കും. അതിൽ ഡി ഐസോമർ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യും, എൽ ഐസോമർ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എനിവേ ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കൈറാലായിട്ടുള്ള ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതേ ഒരേ ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷനാണ് നടക്കാൻ പോകുന്നത്. ഹാലജൻ പോകുന്നു, ന്യൂക്ലിയോഫൈൽ വരുന്നു, അതാണ് റിയാക്ഷൻ. പക്ഷേ നിങ്ങൾ നോക്കിയേ, ഇവിടുന്ന് അങ്ങോട്ടുള്ള റിയാക്ഷൻ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ നോക്കിയേ, ഈ ഹാലജൻ പോയിട്ട്
ന്യൂക്ലിയർ ഫയൽ വന്നു എന്നല്ലാതെ, ഈ ഹാലജൻ പോയിട്ട് ന്യൂക്ലിയർ ഫയൽ വന്നു എന്നല്ലാതെ ഈ കാർബൺ ഉള്ള മറ്റു 3 ഗ്രൂപ്പുകൾക്ക് യാതൊരു, അവരുടെ പൊസിഷൻസിന്, അവരുടെ അറേഞ്ച്മെന്റിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല അല്ലെ. ജസ്റ്റ് ഹാലജൻ പോയി ന്യൂക്ലിയർ ഫയൽ വന്നു എന്നല്ലാതെ ഈ കാർബൺ ഉള്ള മറ്റു ബോണ്ടുകളുടെ അല്ലെങ്കിൽ മറ്റു 3 ഗ്രൂപ്പുകളുടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിന് അല്ലെങ്കിൽ കോൺഫിഗറേഷന് യാതൊരു ചേഞ്ചും സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഇവിടെ കോൺഫിഗറേഷൻ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, മറ്റു ഗ്രൂപ്പുകളുടെ കോൺഫിഗറേഷന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ കോൺഫിഗറേഷൻ പ്രിസർവ്ഡ് ആണ്, റിറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് കാൾഡ് റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ. പക്ഷേ ഇതേ റിയാക്ഷൻ തന്നെയാണ് ഇങ്ങോട്ട് സംഭവിച്ചിട്ടുള്ളത്. ഹാലജൻ പോകുന്നു, ന്യൂക്ലിയർ ഫയൽ വരുന്നു. പക്ഷേ നിങ്ങൾ നോക്കി, ഇവിടെ ഇങ്ങോട്ടുള്ള റിയാക്ഷൻ നോക്കാം. ഇങ്ങോട്ടുള്ള റിയാക്ഷനിൽ ഈ ഹാലജൻ പോയിട്ട് ന്യൂക്ലിയർ ഫയൽ വന്നു എന്നതിനോടൊപ്പം ഈ കാർബൺ ഉള്ള മറ്റു 3 ഗ്രൂപ്പുകളുടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ ഒരു റൊട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഈ 3 ഗ്രൂപ്പുകൾ ഇങ്ങോട്ട് ചേരിഞ്ഞല്ലേ നിൽക്കുന്നത്. ഈ 3 ഗ്രൂപ്പുകൾ മാത്രം ഫോക്കസ് ചെയ്യേ. ഇവിടെ ഈ കാർബൺ ഉള്ള ഈ 3 ഗ്രൂപ്പുകൾ ഇങ്ങോട്ട് ചേരിഞ്ഞാൽ നിൽക്കുന്നത്, ഇങ്ങോട്ട് ചേരിഞ്ഞാൽ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഈ റിയാക്ഷൻ നടന്നപ്പോൾ ഹാലജൻ പോയിട്ട് ന്യൂക്ലിയർ ഫയൽ വന്നു എന്നതിനോടൊപ്പം നിങ്ങൾ നോക്കി, ഇപ്പം ഈ 3 ഗ്രൂപ്പുകൾ നോക്കാം, അങ്ങോട്ട് ചേരിഞ്ഞാൽ നിൽക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് ആൻ അംബർല ടേൺസ് ഇൻസൈഡ് ഔട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് വിൻഡ്, ഒരു കാറ്റത്ത് കൊട തിരിയുന്നത് പോലെ, അംബർല തിരിയുന്നത് പോലെ ഈ 3 ഗ്രൂപ്പുകളുടെ അറേഞ്ച്മെന്റിൽ ഒരു റൊട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ന്യൂക്ലിയർ ഫയൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ ഒരു കൈറാൽ കാർബൺ ഉള്ള മറ്റു ഗ്രൂപ്പുകളുടെ അറേഞ്ച്മെന്റിൽ ഡീവിയേഷൻ സംഭവിച്ചാൽ, റൊട്ടേഷൻ സംഭവിച്ചാൽ, then it is called inversion of configuration. ഓക്കെ, അപ്പോൾ കോൺഫിഗറേഷൻ റിറ്റെയിൻ ചെയ്താൽ റിട്ടൻഷൻ അല്ലെങ്കിൽ ഇൻവേർഷൻ. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഈ റിട്ടൻഷനും ഈ ഇൻവേർഷനും ഒരേ മാഗ്നിറ്റ്യൂഡിൽ നടക്കുകയാണെങ്കിൽ ദ വോൾ പ്രോസസ് ഈസ് കാൾഡ് റെസിമൈസേഷൻ എന്ന് പറയുമ്പോൾ, നിങ്ങളിപ്പോൾ ഈ ഒരു ആൽക്കൈൽ ഈ റിയാക്ടൻ്റ് ഒരു 100 എടുത്തു വിചാരിച്ചോ. ഇത് മൊത്തം 100 ഉണ്ട്. അതിൽ 50 മോളിക്കൂളിൽ റിട്ടൻഷൻ വഴിയാണ് റിയാക്ഷൻ നടന്നത്, 50 മോളിക്കൂളിൽ ഇൻവേർഷൻ വഴിയാണ് റിയാക്ഷൻ നടന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതിനർത്ഥം ഒരേ മാഗ്നിറ്റ്യൂഡിലാണ് റിട്ടൻഷൻ ഇൻവേർഷനും നടക്കുന്നത്. 50 എണ്ണത്തിൽ റിട്ടൻഷൻ, 50 എണ്ണത്തിൽ ഇൻവേർഷൻ. അങ്ങനെ ഒരേ അളവിൽ റിട്ടൻഷൻ ഇൻവേർഷനും നടക്കുകയാണെങ്കിൽ ദ വോൾ പ്രോസസ് ഈസ് കാൾഡ് റെസിമൈസേഷൻ. അങ്ങനെ പറയാനുള്ള കാരണം, നിങ്ങൾ 50 എണ്ണത്തിൽ റിട്ടൻഷൻ വഴി റിയാക്ഷൻ നടന്നാൽ ഇത് 50 ഉണ്ടാവും, ഈ പ്രൊഡക്റ്റ് 50 ഉണ്ടാവും. ബാക്കി 50 എണ്ണത്തിൽ ഇൻവേർഷൻ വഴി റിയാക്ഷൻ നടന്നാൽ ഈ പ്രൊഡക്റ്റും 50 ഉണ്ടാവും അല്ലേ. നിങ്ങൾ നോക്കി, ഈ 2 പ്രൊഡക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഈ പ്രൊഡക്റ്റിന് എ എന്ന് പേര് കൊടുക്കാം, ഈ പ്രൊഡക്റ്റിന് ബി എന്ന് പേര് കൊടുക്കാം. അപ്പം നിങ്ങൾ നോക്കി, ഒരേ അളവിൽ റിട്ടൻഷൻ ഇൻവേർഷനും നടക്കുകയാണെങ്കിൽ 50 എയും 50 ബി അല്ലേ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. നിങ്ങൾ ആ പ്രൊഡക്റ്റ് എയും പ്രൊഡക്റ്റ് ബിയും ശ്രദ്ധിച്ച് നോക്കിയേ. ഈ പ്രൊഡക്റ്റ് ബിന്റെ മിറർ ഇമേജ് അല്ലേ പ്രൊഡക്റ്റ് എ. ഇവിടെ കണ്ണാടി വെച്ചാൽ നിങ്ങൾക്ക് എ കിട്ടൂലേ, അല്ലെങ്കിൽ എ എൻമ കണ്ണാടി വെച്ചാൽ നിങ്ങൾക്ക് ബി കിട്ടൂലേ. ഈ എയും ബിയും ഒരേ ആളാ, ഇയാളുടെ മിറർ ഇമേജ് ആണിത്. അപ്പോൾ ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടിന്റെ 2 മിറർ ഇമേജസ് ആണ് ഈ എയും ബിയും. നമുക്കറിയാം, ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടിന്റെ ഡി ഐസോമർ എല്ലാ ഐസോമർ ആണ് ഈ കാണുന്നത് അല്ലേ. നോക്കിയാൽ ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് 2 മിറർ ഇമേജസ്, ദാറ്റ് ഈസ് ഡി ആൻഡ് എൽ ഐസോമർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ റിയാക്ഷന്റെ മൊത്തം പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയത് 50% എയും 50% ബിന്റെയും ഒരു മിക്സറാണ്. എന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡി ഐസോമർ ആയിരിക്കും, ഏതെങ്കിലും ഒന്ന് എൽ ഐസോമർ ആയിരിക്കും. നമുക്കറിയാം, ഒരു ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ടിന്റെ 50% ഡി ഐസോമറിന്റെയും 50% എൽ ഐസോമറിന്റെയും മിക്സറിനെ നമ്മൾ എന്താ വിളിക്കുക, റസമേ മിക്സർ എന്നല്ലേ വിളിക്കുക. അപ്പോൾ ഇവിടെ ഒരേ അളവിൽ റിട്ടൻഷനും ഇൻവേർഷനും നടന്നാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഒരു റെസിമി മിക്സർ ആയിരിക്കും. അതുകൊണ്ടാണ് ആ പ്രോസസ്സിനെ നമ്മൾ റെസിമൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടേമുകൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് SN1 SN2ലേക്ക് തിരിച്ചു വരാം. അതിൽ നമ്മൾ പറഞ്ഞു SN2 ഇൻവേർഷൻ ആണ് നടക്കുക. എന്തുകൊണ്ടാണ് SN2 ഇൻവേർഷൻ നടക്കാനുള്ള കാരണം? നമുക്ക് SN2 മെക്കാനിസത്തിലേക്ക് പോവാം. SN2 മെക്കാനിസം നമുക്കറിയാം, ഒറ്റ സ്റ്റെപ്പിലാണ് നടക്കുക. ആദ്യം തന്നെ ന്യൂക്ലിയർ ഫയൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യണം അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ SN2 പഠിച്ചത്. ആദ്യം ന്യൂക്ലിയർ ഫയൽ വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും. ഈ ന്യൂക്ലിയർ ഫയലിന്റെ അറ്റാക്കിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ന്യൂക്ലിയർ ഫയലിനെ അറ്റാക്ക് ചെയ്യേണ്ടത് ഈ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കാർബണെയാണ്. പക്ഷേ ഈ ന്യൂക്ലിയർ ഫയൽ ഒരിക്കലും ഈ ഹാലജനുള്ള ഡയറക്ഷനിലൂടെ ന്യൂക്ലിയർ ഫയലിനെ വന്നിട്ട് ഈ ന്യൂക്ലിയർ ഫയൽ ഹാലജനുള്ള ഡയറക്ഷനിലൂടെ ഈ കാർബണെ അറ്റാക്ക് ചെയ്യില്ല. കാരണം ഈ ഹാലജൻ ആൾറെഡി ഇലക്ട്രോൺ റിച്ചാണ്. ഇവിടെ ലോൺ പെയർ ഉണ്ട്, ചെറിയൊരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, വരുന്ന ന്യൂക്ലിയർ ഫയലും ഇലക്ട്രോൺ റിച്ചാ. അപ്പോൾ ഈ ഭാഗത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. ഈ ന്യൂക്ലിയർ ഫയൽ ഹാലജനും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഹാലജനുള്ള ഡയറക്ഷനിലൂടെ ആർക്ക് വരാൻ കഴിയില്ല, ന്യൂക്ലിയർ ഫയലിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ന്യൂക്ലിയർ ഫയൽ എന്താ ചെയ്യുന്നറിയോ, ഈ റിപ്പൾഷൻ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ഈ CX ബോണ്ട് നിൽക്കുന്നതിന് നേരെ 180 ഡിഗ്രി ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെയാണ് ന്യൂക്ലിയർ ഫയൽ വന്നിട്ട് നമ്മുടെ കാർബണെ അറ്റാക്ക് ചെയ്യുക. ഇത് നമ്മൾ ബാക്ക് സൈഡ് അറ്റാക്ക് എന്ന് വിളിക്കുക. അങ്ങനെ ന്യൂക്ലിയർ ഫയൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അവസ്ഥ എവിടെ കാണിക്കുക. എങ്ങനെ SN2 മെക്കാനിസം നമ്മൾ പഠിച്ചതാണ്. ന്യൂക്ലിയർ ഫയൽ വന്നിട്ട് മെല്ലെ ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങനെ മെല്ലെ വീക്കാവും, അങ്ങനെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്തും അല്ലേ. അതല്ലേ ആദ്യം സംഭവിക്കുക. നോക്കണേ, ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടെ
ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ ഈ കാർബൺമേ ചുറ്റും 5 ആളുകളുണ്ട്. കാരണം ന്യൂക്ലിയോഫൈൽ മെല്ലെ ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ ബോണ്ട് മെല്ലെ വീക്കാവും, ആരും പൊട്ടിപ്പോകുന്നില്ല. അപ്പോൾ ഈ കാർബണിന് ചുറ്റും മൊത്തം 5 ആളുകളുണ്ടാവും. 5 ആളുകളാണെങ്കിൽ അവർ ടെട്രായിഡൽ ഷേപ്പിലാണ് നിൽക്കുക. ഇപ്പോൾ ടെട്രായിഡല്ല, പക്ഷേ ന്യൂക്ലിയോഫൈൽ ഇവിടെ വരുമ്പോൾ 5 ആളുകളാവും. അപ്പോൾ 5 ആളുകളാണെങ്കിൽ ടെട്രായിഡൽ ഷേപ്പിലല്ലല്ലോ നിൽക്കുക. 5 ആളുകളാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 5 ആളുകളുണ്ടെങ്കിൽ ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പിലാണ് നിൽക്കുക, PCl5 ഒക്കെ പോലെ. അപ്പോൾ ഇവരുടെ ഷേപ്പിൽ മാറ്റം വരും. കാരണം ഇനി 5 ആളുകളാവാൻ പോവാണ്. അപ്പോൾ ടെട്രായിഡൽ ഷേപ്പിൽ നിൽക്കാൻ കഴിയില്ല. അവർ മെല്ലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് ഒരു ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പിലേക്ക് പോകും. അങ്ങനെ ട്രയഗണൽ ബൈപിരമിഡൽ എങ്ങനെയാ? 3 എണ്ണം ഒരു ട്രയാങ്കിൾ പോലെ അല്ലേ? അപ്പോൾ HCH തിരക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് ഇങ്ങനെ ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പിലേക്ക് പോകും. ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പ് നമുക്കറിയാം 3 എണ്ണം ഒരു ട്രയാങ്കിൾ പോലെ നിൽക്കും. ഒന്ന് കുത്തനെ ഇങ്ങോട്ട്. ഈ ബോണ്ട് മെല്ലെ വീക്കായിട്ടുണ്ട്. ഇവിടെ ന്യൂക്ലിയോഫൈലും മെല്ലെ ഒരു ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഒരു കുഞ്ഞു ബോണ്ട്. ഓക്കെ, ഇതാണ് ട്രയഗണൽ ബൈപിരമിഡൽ. ഇങ്ങനെ അല്ലേ? അപ്പോൾ ഷേപ്പ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്കറിയാം. അപ്പോൾ അതാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇനി അടുത്ത പരിപാടി എന്താ? ഹാലജൻ പോകുന്നു, ന്യൂക്ലിയോഫൈൽ ഇവിടെ കംപ്ലീറ്റ് ബോണ്ട് ഉണ്ടാക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹാലജൻ പോയിട്ട് ന്യൂക്ലിയോഫൈൽ കംപ്ലീറ്റ് ബോണ്ട് ഉണ്ടാക്കുമ്പോൾ വീണ്ടും 4 ബോണ്ടാവും കാർബൺമേ. 4 ബോണ്ടാണെങ്കിൽ വീണ്ടും ടെട്രായിൽ ഷേപ്പിൽ തന്നെ ബോണ്ട് വരും. അപ്പോൾ ടെട്രായിൽ ഷേപ്പിലേക്ക് പോകണമെങ്കിൽ ഹാലജൻ പോകുന്നു, ന്യൂക്ലിയോഫൈൽ കംപ്ലീറ്റ് ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ വീണ്ടും ടെട്രായിൽ ഷേപ്പിൽ തന്നെ പോകണമെങ്കിൽ നിങ്ങൾ നോക്കി, നേരത്തെ ഈ ടെട്രായിൽ ഷേപ്പ് ഒന്ന് ഈ ഷേപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ HCH ഒന്ന് ഇങ്ങോട്ട് ഡിവേറ്റ് ചെയ്ത് വന്നിരുന്നു ഈ ഷേപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും ടെട്രായിൽ ഷേപ്പിൽ തിരിച്ചു പോകണം എന്ന് പറയുമ്പോൾ ഈ HCH3 പഴയ പൊസിഷനിലാണോ തിരിച്ചു വരിക? അങ്ങനെയല്ല. അങ്ങനെ വന്നുള്ള അവസ്ഥകൾ ഒന്ന് ആലോചിച്ച് നോക്കി. എടാ, ഈ ടെട്രായിൽ ഷേപ്പിൽ തന്നെ തിരിച്ചു പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ HCH3 പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ന്യൂക്ലിയോഫൈൽ ഇവിടെ ആൾറെഡി ഒരു ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഇനി HCH3 ടെട്രായിൽ ഷേപ്പ് കിട്ടാൻ പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വന്നാൽ ഇങ്ങനെയായിരിക്കും അവസ്ഥ. ഇതാണോ നിങ്ങളുടെ ടെട്രായിൽ ഷേപ്പ്? ഇതെന്താ? ഒരു ഭാഗം ഫുള്ള് കാലി, ഒരു ഭാഗം ഫുള്ള് ബ്ലാങ്ക്, ഒരു ഭാഗത്ത് എല്ലാ ബോണ്ട് കൂടെ. ഇങ്ങനെ വരുമോ? ഇല്ലല്ലോ. അപ്പോൾ ടെട്രായിൽ ഷേപ്പ് കിട്ടണമെങ്കിൽ ഇനി HCH3 പഴയ പൊസിഷനിലേക്ക് അല്ല തിരിച്ചു വരിക, അവർ അങ്ങോട്ടാണ് മാറിപ്പോവുക. കാരണം ന്യൂക്ലിയോഫൈൽ ഇവിടെ ഇടയിൽ കൂടെ കയറി ഇവിടെ ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി HCH3 ഇങ്ങോട്ടല്ല നിൽക്കുക, അങ്ങോട്ടാണ് നിൽക്കുക. കാരണം ഹാലജൻ അവിടെ നിന്നല്ലേ പോകണത്. പറഞ്ഞാൽ അവിടെയാണ് സ്പേസ് ബാക്കിയുള്ളത്. അപ്പോൾ HCH3 ടെട്രായിൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ടാ തിരിയുക. കാരണം ന്യൂക്ലിയോഫൈൽ ഇവിടെ ബോണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ HCH3 അങ്ങോട്ടാണ് മാറി തരിക. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇതിൽ ഉള്ളിലോട്ടുള്ള ബോണ്ടായതുകൊണ്ട് ഞാൻ ഇവിടെ കാണിച്ചത്, CH3 പുറത്തോട്ടുള്ള ബോണ്ടായതുകൊണ്ട് ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ എന്താ? ഇത് ഇൻവേർഷൻ അല്ലേ? കാരണം നിങ്ങൾ റിയാക്ഷൻ തുടങ്ങിയപ്പോൾ ഈ 3 ബോണ്ടുകൾ ഇങ്ങോട്ട് ചേർന്നാണ് നിന്നിരുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടായപ്പോൾ നോക്കി, ആ 3 ഗ്രൂപ്പുകൾ, ആ 3 ബോണ്ടുകൾ ഇപ്പോൾ അങ്ങോട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് ആൻ അംബ്രല്ല ടേൺസ് ഇൻസൈഡ് ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് വിൻഡ് അല്ലേ? ഈ ബോണ്ടുകൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻവേർഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ വാൾഡൻ ഇൻവേർഷൻ എന്ന് വിളിക്കുക. വാൾഡൻ ഇൻവേർഷൻ. അപ്പോൾ SN2 നടക്കുമ്പോൾ ഉറപ്പായിട്ടും 100% അവിടെ ഇൻവേർഷൻ ആയിരിക്കും നടക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ പറയാം. അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മളെ ടെട്രൈഡൽ മോളിക്യൂൾ എന്ന് വിചാരിച്ചോ. ഇതാണ് നമ്മളെ CX ബോണ്ട്. ഇതാണ് ഈ കാർബണും ഈ 3 ഗ്രൂപ്പുകളൊക്കെ ഈ നോട്ട്ബുക്കാന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ കാർബണും ഈ 3 ഗ്രൂപ്പുകളൊക്കെ ഈ നോട്ട്ബുക്കാണ്. ഇത് നമ്മളെ CX ബോണ്ടാണ്. അപ്പോൾ ഇങ്ങനെയല്ലേ നമ്മുടെ ടെട്രൈഡൽ ഷേപ്പ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി ന്യൂക്ലിയോഫൈൽ ഇവിടെ ബാക്ക് സൈഡിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇവർ ഒരു ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പിലേക്ക് പോകും. ഇതാണ് നമ്മുടെ CX ബോണ്ട്. ന്യൂക്ലിയോഫൈൽ ഇവിടെ മെല്ലെ ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇനി അടുത്ത പരിപാടി എന്താ? ഹാലജൻ പോകുന്നു അല്ലേ? ന്യൂക്ലിയോഫൈൽ ഇവിടെ അല്ലേ ബോണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ന്യൂക്ലിയോഫൈൽ ഇവിടെ ബോണ്ട് ഉണ്ടാക്കുമ്പോൾ ടെട്രായിൽ ഷേപ്പിക്ക് പോകണമെങ്കിൽ ഈ 3 ഗ്രൂപ്പുകൾ ഇങ്ങോട്ടാ തിരിയുക? അല്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ ടെട്രായിൽ ഷേപ്പ് ഉണ്ടായിരുന്നതല്ല. അപ്പോൾ ഇനി ടെട്രായിൽ ഷേപ്പ് കിട്ടണമെങ്കിൽ ഈ 3 ഗ്രൂപ്പുകൾ ഇങ്ങോട്ടാ തിരിയുക. ഓക്കെ, അപ്പോൾ നോക്കി, റിയാക്ഷൻ തുടങ്ങിയപ്പോൾ ഈ 3 ഗ്രൂപ്പ് ഇങ്ങോട്ടായിരുന്നു. പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ ഈ 3 ഗ്രൂപ്പ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇൻവേർഷൻ ആണോ റിട്ടൻഷൻ ആണോ? ഇൻവേർഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് SN1 നോക്കാം. SN1 ആകുമ്പോൾ റെസിമൈസേഷനാണ് നടക്കുക. ദാറ്റ് ഈസ് ഇൻവേർഷനും റിട്ടൻഷനും ഒരേ അളവിൽ നടക്കുന്ന അർത്ഥം. അതിൻ്റെ കാരണം SN1 നടക്കുമ്പോൾ നമുക്കറിയാം ആദ്യം ബോണ്ട് പൊട്ടും, കാർബോക്കേറ്റൻ ഉണ്ടാവും. അങ്ങനെയല്ലേ? SN1 ആദ്യം ബോണ്ട് പൊട്ടും, കാർബോക്കേറ്റൻ ഉണ്ടാവും. 2 സ്റ്റെപ്പിലാണ് ഇപ്പോൾ ടെട്രൈഡിലുള്ള ഷേപ്പ്. പക്ഷേ കാർബോക്കേറ്റൻ ആകുമ്പോൾ ഷേപ്പ് മാറും. കാരണം കാർബോക്കേറ്റൻ ആയി കഴിഞ്ഞാൽ പിന്നെ 3 ബോണ്ടേ ഉണ്ടാവുള്ളൂ. 3 ബോണ്ടാണെങ്കിൽ അവർ 120 ഡിഗ്രിയിലാണ് നിൽക്കുക. ദാറ്റ് ഈസ് ട്രയഗണൽ പ്ലനാർ. ഷേപ്പിൽ മാറ്റം ഉണ്ടാവും അല്ലേ? കാരണം ടെട്രൈൽ ഇപ്പോൾ 3 ബോണ്ടേ ഉള്ളൂ. കാർബോക്കേറ്റൻ ആയി കഴിഞ്ഞാൽ 3 ബോണ്ടേ ഉണ്ടാവുള്ളൂ. 3 ബോണ്ട് എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ പോലെ നിൽക്കുക, 120 ഡിഗ്രിയിലാണ് നിൽക്കുക. ട്രയഗണൽ പ്ലനാർ. ഇങ്ങനെ ട്രയഗണൽ പ്ലനാർ ഷേപ്പിലുള്ള ഒരു കാർബോക്കേറ്റൻ ഉണ്ടാവും. ഇതൊരു പ്ലനാർ അല്ലേ? ഈ കാർബോക്കേറ്റൻ എന്ന് പറയുമ്പോൾ ഒരു പ്ലെയിനിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ബോർഡിൻ്റെ പ്ലെയിൻ അല്ലേ? ഇങ്ങനെ ഒരു പ്ലെയിനിലാണ് ഉണ്ടാവുക. ഒരു പ്ലെയിൻ ആകുമ്പോൾ അതിന് 2 സൈഡ് ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഇതൊരു പ്ലെയിനാണ്. ഒരു പ്ലെയിനിന് 2 സൈഡ് ഇല്ലേ? ഒരു ഫ്രണ്ട് സൈഡും ഉണ്ട്, ഒരു ബാക്ക് സൈഡും ഉണ്ട്, അല്ലെങ്കിൽ അപ്പർ സൈഡും ഉണ്ട്, ഒരു ലോവർ സൈഡും ഉണ്ട്. അപ്പോൾ ഒരു പ്ലെയിൻ ആകുമ്പോൾ അതിന് 2 സൈഡ് ഉണ്ടാവും. അപ്പോൾ ഈ കാർബോക്കേറ്റൻ കിടക്കുന്നത് ഇതുപോലത്തെ ഒരു പ്ലെയിനിലാണ്.
അപ്പോൾ ആ പ്ലെയിനിന് 2 സൈഡ് ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമുക്കറിയാം ന്യൂക്ലിയോഫൈൽ വരാൻ പോവുക. അപ്പോൾ ഈ ഒരു പ്ലെയിനിലാണ് ഈ കാർബോക്കേറ്റോൺ കിടക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയോഫൈലിന് ഈ കാർബോക്കേറ്റോണിനെ 2 സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുക. ഒന്നെങ്കിൽ ആ പ്ലെയിനിന്റെ ഫ്രണ്ട് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബാക്ക് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് എന്ന് വിചാരിച്ചോ. ഇതായിരുന്നു നമ്മുടെ നേരത്തെ പോലെ. ഇതാണ് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ്. ആദ്യം CX ബോണ്ട് പൊട്ടും. SN1 പറയുന്നത് ആദ്യം CX ടെട്രൈഡിലാട്ടോ ആൽക്കൈൽ ഹാലൈഡ്. ആദ്യം CX ബോണ്ട് പൊട്ടും. CX ബോണ്ട് പൊട്ടിയിട്ട് ഇയാൾ ട്രയാഗണൽ പ്ലനാർ ഷേപ്പിലുള്ള ഒരു കാർബോക്കേറ്റനായിട്ട് മാറും. കാർബോക്കേറ്റനായി ഇനി അടുത്ത പരിപാടി ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യാണ്. ന്യൂക്ലിയോഫൈലിന് ഒന്നെങ്കിൽ പ്ലെയിനിന്റെ ഈ സൈഡിലൂടെ അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യാം. രണ്ടിനും ഈക്വൽ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ന്യൂക്ലിയോഫൈൽ ഈ സൈഡിലൂടെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും 4 ബോണ്ട് ആവാൻ പോവാ. അപ്പോൾ വീണ്ടും ടെട്രൈഡൽ ഷേപ്പിൽ തന്നെ പോകണം. ഇനി ടെട്രൈഡൽ ഷേപ്പിൽ പോകണമെങ്കിൽ ഈ 3 ബോണ്ട് ഇങ്ങോട്ടാ തിരിയാ? അല്ലല്ലോ, നേരത്തെ പഴയ പൊസിഷനല്ലേ തിരിയാ. കാരണം ഹാലജൻ ഉണ്ടായിരുന്ന ആ ഭാഗത്ത് കൂടെ തന്നെ ന്യൂക്ലിയോഫൈൽ വരുന്നത്. അപ്പോൾ ടെട്രൈഡൽ ഷേപ്പ് കിട്ടണമെങ്കിൽ ഈ 3 ഗ്രൂപ്പുകൾ പഴയ പൊസിഷനല്ലേ തിരിച്ചു പോകും. അങ്ങനെയല്ലേ നമ്മുടെ ടെട്രൈഡൽ ഷേപ്പ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇൻവേർഷൻ ആണോ റിട്ടൻഷൻ ആണോ? റിട്ടൻഷൻ നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉള്ളത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ കോൺഫിഗറേഷൻ അതുപോലെ തന്നെയാണ്. ഓക്കെ, ഇനി ഇത് ന്യൂക്ലിയോഫൈൽ ഈ സൈഡിലൂടെ ഒന്ന് അറ്റാക്ക് ചെയ്താല ഇങ്ങനെ തന്നെ വരണമെന്നില്ല. ഒരു പ്ലെയിൻ ആകുമ്പോൾ അതിന് മറ്റൊരു സൈഡ് ഉണ്ട്. ഇങ്ങനെ വന്നിട്ട് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുക. ഇങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി 3 ഗ്രൂപ്പുകൾ ഇങ്ങോട്ടാണ് തിരിയുക. വീണ്ടും ടെട്രൈഡൽ ഷേപ്പ് തന്നെ പോകണം. അപ്പോൾ ഇനി ടെട്രൈഡൽ ഷേപ്പ് തന്നെ പോകണമെങ്കിൽ 4 ബോണ്ട് ആവാൻ പോവുക. വീണ്ടും ടെട്രൈഡൽ ഷേപ്പ് തന്നെ പോകണമെങ്കിൽ ഈ 3 ഗ്രൂപ്പുകൾ ഇനി ഇങ്ങോട്ടാ തിരിയുക? അല്ല, നേരെ ഓപ്പോസിറ്റിക്കാ തിരിയുക അല്ലേ? കാരണം ന്യൂക്ലിയോഫൈൽ ഇവിടെ അല്ലേ വന്നത്. അപ്പോൾ ഇങ്ങോട്ട് തിരിയേണ്ടി വരും. അപ്പോൾ അത് ഇൻവേർഷനാണ്. അപ്പോൾ SN1 നടക്കുമ്പോൾ ഇൻവേർഷനും നടക്കാം, റിട്ടൻഷനും നടക്കാം. ഇനി ഈക്വൽ പ്രോബബിലിറ്റി then the whole process is called racemization. അപ്പോൾ 2 ചാൻസസ് ഉണ്ട്. ന്യൂക്ലിയോഫൈലിന് ഒന്നെങ്കിൽ ഫ്രണ്ട് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവിടെ റിട്ടൻഷൻ ആണ് നടക്കുക. കോൺഫിഗറേഷനിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. then it is called റിട്ടൻഷൻ. ഇനി അല്ലെങ്കിൽ ന്യൂക്ലിയോഫൈലിന് ഇങ്ങനെ ബാക്ക് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ബോണ്ടുകൾ തിരിയും, ഇൻവേർഷൻ നടക്കും. അപ്പോൾ SN1 നടക്കുമ്പോൾ ഇൻവേർഷനും റിട്ടൻഷനും ഒരേ അളവിൽ നടക്കാം. സോ റെസിമി മിക്സർ ഉണ്ടാവുക. സോ ദ പ്രോസസ് ഈസ് കാൾഡ് റെസിമൈസേഷൻ. അപ്പോൾ ഇതാണ് SN1ന്റെ SN2ന്റെ ഒരു സ്റ്റീരിയോ കെമിസ്ട്രിയിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ദെൻ ഹാലോ അൽക്കെയിൻസിന്റെ രണ്ടാമത്തെ റിയാക്ഷൻ ബീറ്റ എലിമിനേഷൻ റിയാക്ഷനാണ്. നമുക്കറിയുന്ന റിയാക്ഷനാണ് ബീറ്റ എലിമിനേഷൻ. ആൽക്കഹോളിക് OH ആണ് റിയേജന്റ്. നിങ്ങളൊരു ഹാലോ അൽക്കെയിനിലേക്ക് ആൽക്കഹോളിക് OH, അക്വസ് കൊടുക്കരുത്, അക്വസ് കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷനാണ് നടക്കുക. ആൽക്കഹോളിക് OH കൊടുത്താൽ അവിടെ ബീറ്റ എലിമിനേഷൻ നടക്കും. എന്താ ബീറ്റ എലിമിനേഷന്റെ പ്രത്യേകത? ബീറ്റ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷണൽ ഗ്രൂപ്പും പോവും, ബീറ്റം എച്ചും പോവും. ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആൽഫ അറ്റാച്ച് ചെയ്ത കാർബൺ ബീറ്റ. അപ്പോൾ ഫംഗ്ഷണൽ ഗ്രൂപ്പും പോവും, ബീറ്റം ഒന്ന് എച്ചും പോകും. അപ്പോൾ ഇവിടുന്ന് എച്ചും ഈ സീലും ചേർന്നിട്ട് HCl പോകും. അപ്പോൾ ഹൈഡ്രജനും ഹാലോജനും ആണ് എലിമിനേറ്റ് ആയി പോകുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ എന്തായാലും ആൽക്കഹോളിക് OH കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ബീറ്റ എലിമിനേഷൻ ആണ്. ഹാലോജനും പോവും, ബീറ്റം ഒന്ന് എച്ചും പോകും. അപ്പോൾ ഇയാളുടെ ഒരു ബോണ്ട് ഫ്രീ ആയി, ഇയാളുടെ ഒരു ബോണ്ട് ഫ്രീ ആയി. ഇവിടെ ഡബിൾ ബോണ്ട് ആവും. സോ CH3 CH ഡബിൾ ബോണ്ട് CH2. പിന്നെ ആ പോണ HCl ഉണ്ടാവും ബൈ പ്രൊഡക്റ്റ് ആയിട്ട്. ഇനി അടുത്തത് രണ്ടാമത്തെ കേസ്. ഇവിടെ 2 ബീറ്റ ഉണ്ട് അല്ലേ? ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ആൽഫ, ഇതും ബീറ്റയാണ്. ആൽഫ അറ്റാച്ച് ചെയ്ത കാർബണാണ് ബീറ്റ, ഇതും ബീറ്റയാണ്. അപ്പോൾ 2 ബീറ്റ ഉള്ളതുകൊണ്ട് 2 ചോയ്സസ് ഉണ്ട്. ഒന്നെങ്കിൽ ഹാലജനും ഈ ബീറ്റം എന്ന് എച്ച് പോവാം, ഇങ്ങനെ HBr പോവാം. അല്ലെങ്കിൽ ഹാലജനും ഈ ബീറ്റം എന്ന് എച്ച് ഇങ്ങനെ HBr പോവാം. 2 സാധ്യതകളുണ്ട്. അപ്പോൾ 2 ചാൻസ് ഉള്ളത് കൊണ്ട് രണ്ടോടത്തുനിന്നും ഒരേ സമയം പോവില്ല. ഒന്നെങ്കിൽ എന്തായാലും ഒരു HBr അല്ലേ പോകാനുള്ളൂ. ഒന്നെങ്കിൽ ഇങ്ങനെ HBr പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ HBr പോവാം. ഞാൻ 2 ചാൻസ് ചെയ്താൽ ഹാലജനും ഈ എച്ചും ചേർന്നിട്ട് ഇങ്ങനെ HBr പോവുകയാണെങ്കിൽ ഈ ബീറ്റം എന്നാണ് എച്ച് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവാം. ഇതാണ് ഒരു സാധ്യത. അല്ലെങ്കിൽ ഹാലജനും ഈ ബീറ്റം എന്ന് എച്ച് ഇങ്ങനെ HBr പോവാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാവുക. ദെൻ ദ പ്രൊഡക്റ്റ് വിൽ ബി CH3 CH ഡബിൾ ബോണ്ട് CH3. 2 പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മേജർ പ്രൊഡക്റ്റ് നോക്കണം. ഒരു അഡീഷൻ റിയാക്ഷൻ നമ്മൾ മേജർ പ്രൊഡക്റ്റ് നോക്കാം മാർക്കോ-നിക്കോസ് റൂൾ പ്രകാരമാണ്. ഒരു എലിമിനേഷൻ റിയാക്ഷനിൽ നമ്മൾ മേജർ പ്രൊഡക്റ്റ് നോക്കുക സെയ്ഡ്സിഫ് റൂൾ പ്രകാരം. ഈ സെയ്ഡ്സിഫ് 2 രീതിയിൽ എഴുതാം കേട്ടോ. ഇങ്ങനെ എഴുതാം സെയ്ഡ്സിഫ്, അതുപോലെ ഇങ്ങനെ എഴുതാം സെയ്ഡ്സിഫ് റൂൾ. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. ഈ സെയ്ഡ്സിഫ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ മേജർ പ്രൊഡക്റ്റ് നോക്കുക ഒരു ബീറ്റ എലിമിനേഷനിൽ. ഇതിൽ ഏത് ആൽക്കീന മേജർ പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെ നോക്കുക? നിങ്ങൾ ഈ ആൽക്കീൻസ് നോക്ക്. ഈ ആൽക്കീൻസിൽ 2 ഡബിൾ ബോണ്ടഡ് കാർബൺസ് ഇല്ലേ? ആ ഡബിൾ ബോണ്ടഡ് കാർബൺസുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണം കൗണ്ട് ചെയ്യുക. എവിടെയാണ് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുതൽ ആ പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ. ഇപ്പം നോക്ക്, ഈ ആൽക്കി നോക്ക്. ഇവിടെ ഇത് 2 ഡബിൾ ബോണ്ടഡ് കാർബൺ. ഈ ഡബിൾ ബോണ്ടഡ് കാർബൺമേ ആൽക്കൈൽ ഗ്രൂപ്പ് ഇല്ല, 0 ആണ്. 2 ഹൈഡ്രജൻ അല്ലേ, ആൽക്കൈൽ ഗ്രൂപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഡബിൾ ബോണ്ടഡ് കാർബൺമേ ആൽക്കൈൽ ഗ്രൂപ്പ് 0. ഈ ഡബിൾ ബോണ്ടഡ് കാർബൺമേ 1 ഹൈഡ്രജൻ ആണ്, 1 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ഒരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഡബിൾ ബോണ്ടഡ് കാർബൺമേ 1 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 2 ഡബിൾ ബോണ്ടഡ് കാർബൺ നോക്കുമ്പോൾ ഇതും ആൽക്കൈൽ ഗ്രൂപ്പ് ഒന്നുമില്ല, ഇതും 1. അപ്പോൾ ടോട്ടൽ 1 ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ ദി ഡബിൾ ബോണ്ടഡ് കാർബൺസ്. ഈ ആൽക്കീലേക്ക് വരുമ്പോൾ ഇത് 2 ഡബിൾ ബോണ്ടഡ് കാർബൺ. ഈ ഡബിൾ ബോണ്ടഡ് കാർബൺമേ 1 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇതുമേ 1 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 2 ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെയാണ് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുതൽ. സോ ദിസ് ഈസ് മേജർ, ദിസ് ഈസ് മൈനർ.
അപ്പോൾ എന്താ സെൽസിഫ് റൂൾ പറയുന്നത്? ദാറ്റ് ആൽക്കീൻ വിത്ത് മോർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ ദി ഡബിൾ ബോണ്ടഡ് കാർബൺസ് വിൽ ബി ദ മേജർ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതാണ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. ആൽക്കോളിക് OH റിയേജന്റ്. എന്താ ബീറ്റ എലിമിനേഷൻ മനസ്സിലാക്കുക, മേജർ പ്രൊഡക്റ്റ് എങ്ങനെ നോക്കുക എന്ന് മനസ്സിലാക്കുക. ഇനി ഹാലോ ആൽക്കൈൻസിന്റെ മൂന്നാമത്തെ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആണ്. അതിൽ 2 മെറ്റൽസുമായുള്ള റിയാക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് വിത്ത് സോഡിയം, ഒന്ന് വിത്ത് മഗ്നീഷ്യം. സോഡിയമായുള്ള റിയാക്ഷൻ നമുക്കറിയാം, കാരണം അത് നമ്മൾ ഹൈഡ്രോ കാർബൺസിൽ പഠിച്ചു കഴിഞ്ഞു. വുഡ്സ് റിയാക്ഷനാണ്. നമ്മളൊരു ആൽക്കൈൽ ആൽഡിലേക്ക് സോഡിയം കൊടുക്കുക ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഓരോ മോളിക്യൂൾസ് അല്ല റിയാക്ട് ചെയ്യുക, നമ്മൾ എടുക്കുന്ന ഹാലോ ആൽക്കൈൻ്റെ 2 മോളിക്യൂളും 2 സോഡിയം തമ്മിലാണ് റിയാക്ട് ചെയ്യുക അല്ലെ. വുഡ്സ് റിയാക്ഷനിൽ നമുക്കറിയാം 2 മോളിക്യൂൾസ് ഇതാണ് റിയാക്ട് ചെയ്യുക, 2 RX 2 സോഡിയമാണ് റിയാക്ട് ചെയ്യുക. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഈ 2 സോഡിയം വന്നിട്ട് ആ 2 മോളിക്യൂളിനായിട്ട് 2 ഹാലജനെ കൊണ്ടുപോകും. അങ്ങനെ 2 NX പോകും, ബാക്കി ഇവിടെ ഒരു R ഗ്രൂപ്പ്, ഇവിടെ ഒരു R ഗ്രൂപ്പ് ഉണ്ടാവും, അങ്ങനെ RR ഉണ്ടാവും. ആൽക്കൈൻ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച റിയാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് പരിചയമുണ്ട്, വുഡ്സ് റിയാക്ഷൻ ആണ്. ഇനി ഹാലോ ആൽക്കൈൻസിന്റെ മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷനിൽ രണ്ടാമത്തെ റിയാക്ഷൻ മഗ്നീഷ്യവുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. മെറ്റൽസിലെ രണ്ടാമത്തെ ആൾ, നിങ്ങളൊരു ആൽക്കൈൽ ആൽഡിലേക്ക് മഗ്നീഷ്യം കൊടുക്കുക. മഗ്നീഷ്യം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഇങ്ങനെ മഗ്നീഷ്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ കാർബൺ ഡി ഹാലജന്റെ ഇടയിലേക്ക് ഈ മഗ്നീഷ്യം കയറി വരും. അതാണ് റിയാക്ഷൻ. കാർബൺ ഡി ഹാലജന്റെ ഇടയിലേക്ക് മഗ്നീഷ്യം കയറി വന്നാൽ വി വിൽ ഗെറ്റ് RMgX, ദാറ്റ് ഈസ് ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് അഥവാ ഗ്രിഗ്നാർഡ് റിയേജന്റ്. ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് ഓർ ആൾസോ കാൾഡ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് 1-2 പ്രത്യേകത ഞാൻ പറയാം. ഗ്രിഗ്നാർഡ് റിയേജന്റിലെ കാർബൺ മഗ്നീഷ്യം ബോണ്ട് കൊവാലന്റാ. ഈ ബോണ്ട് കാർബൺ മഗ്നീഷ്യം ബോണ്ട് കൊവാലന്റും മഗ്നീഷ്യം ഹാലജൻ ബോണ്ട് അയോണിക്കും ആണ്. പിന്നെ ഈ ഗ്രിഗ്നാർഡ് റിയേജന്റിൽ ഒരു മെറ്റൽ കാർബൺ ബോണ്ട് ഉള്ളതുകൊണ്ട് ഇതൊരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടാണ്. മെറ്റൽ കാർബൺ ബോണ്ട് ഉള്ള ആളുകൾ നമ്മൾ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് എന്നുള്ള ക്ലാസ്സിലാണ് എടുത്തുക. അപ്പോൾ ഇതൊരു മെറ്റൽ കാർബൺ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആയതുകൊണ്ട് ഇതൊരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടാണ്. പിന്നെ മറ്റൊരു പോയിന്റ്, ഗ്രിഗ്നാർഡ് റിയേജന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രൈ കണ്ടീഷൻ തന്നെ കൊടുക്കണം. ഇവിടെ വെള്ളം ഉണ്ടാവരുത്. കാരണം ഇൻ കേസ് അവിടെ വെള്ളം ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഗ്രിഗ്നാർഡ് റിയേജന്റ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യും. കാരണം ഗ്രിഗ്നാർഡ് റിയേജന്റ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളാണ്. ഗ്രിഗ്നാർഡ് റിയേജന്റിലെ ഈ കാർബൺ മഗ്നീഷ്യം ബോണ്ട് പെട്ടെന്ന് പൊട്ടും. കാരണം ഹൈലി പോളാർ ആയിട്ടുള്ള ബോണ്ടാണ്. മഗ്നീഷ്യം കാർബണും തമ്മിൽ നല്ല ഇലക്ട്രോനെഗറ്റീവ് വ്യത്യാസമുണ്ട്. മഗ്നീഷ്യത്തിനേക്കാളൊക്കെ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ് കാർബൺ. മഗ്നീഷ്യം സെക്കൻഡ് ഗ്രൂപ്പിലും കാർബൺ അവിടെയാണ് കിടക്കുന്നത്. നല്ല ഇലക്ട്രോനെഗറ്റീവ് വ്യത്യാസമുണ്ട്. കാർബൺ ഇങ്ങനെ നന്നായിട്ട് ഇലക്ട്രോൺ വലിക്കുന്നുണ്ടാവും മഗ്നീഷ്യത്തും വന്ന്. അപ്പോൾ നോക്കി, ഇത് നല്ല പോളറൈസ്ഡ് ആയിട്ടുള്ള ബോണ്ട് ആയതുകൊണ്ട് വെള്ളത്തിൽ ഈ ബോണ്ട് പെട്ടെന്ന് പൊട്ടും. വെള്ളത്തിൽ നല്ല അങ്ങനത്തെ പോളർ ആയിട്ടുള്ള പിന്നെ സോൾവെന്റിലൊക്കെ പെട്ടെന്ന് ഈ ബോണ്ട് ബ്രേക്ക് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്രിഗ്നാർഡ് റിയേജന്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ വെള്ളം ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഗ്രിഗ്നാർഡ് റിയേജന്റ് അപ്പം തന്നെ അവിടെയുള്ള വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യാം. അതുകൊണ്ട് വെള്ളം ഇല്ലാത്ത മീഡിയം തന്നെ കൊടുക്കണം. ഈ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തുണ്ടാവുന്ന അറിയാം, ഗ്രിഗ്നാർഡ് റിയേജന്റ് പറഞ്ഞ് ഈ ബോണ്ട പൊട്ടുക. എപ്പോൾ ഈ ബോണ്ട പൊട്ടുക ഗ്രിഗ്നാർഡ് റിയേജന്റിൽ, കാരണം ഹൈലി പോളറൈസ്ഡ് ആയിട്ടുള്ള ബോണ്ടാ, പെട്ടെന്ന് പൊട്ടാം. ഓക്കെ, അങ്ങനെ പൊട്ടി ഈ കാർബണിന്റെ അടുത്തേക്ക് പൊട്ടുക. അങ്ങനെ കാർബൺ ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അങ്ങനെ പൊട്ടി കഴിഞ്ഞാൽ R- ഉണ്ടാവും, Mg+X ഉണ്ടാവും. R- വെള്ളത്തിൽ നിന്ന് H+നെ വാങ്ങും, അപ്പോൾ RH ആവും. Mg+ വെള്ളത്തിൽ നിന്ന് OH വാങ്ങും, അപ്പോൾ MgOHX ആവും. RH ആൽക്കെയിൻ. അപ്പോൾ അവിടെ വെള്ളം ഉണ്ടെങ്കിൽ ഗ്രിഗ്നാർഡ് റിയേജന്റ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആൽക്കെയിൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതോടെ ഹാലോ ആൽക്കെയിൻസിന്റെ റിയാക്ഷൻസ് ആയി. നമ്മൾ ഹാലോ അരീൻസിന്റെ റിയാക്ഷൻസിലേക്കാണ് പോകുന്നത്. ഓക്കെ, ദെൻ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഹാലോ അരീൻസിലേക്ക് വരുമ്പോൾ ഹാലോ അരീൻസിന്റെ ഒന്നാമത്തെ റിയാക്ഷനും നേരത്തെ പോലെ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. അപ്പോൾ ഹാലോ അൽക്കീൻസിൽ നമ്മൾ ആൾറെഡി ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചു. ഇനി ഹാലോ അരീൻസിലെ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാം. ഹാലോ അരീൻസിലെ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ? ഓക്കെ, ഞാനൊരു ഹാലോ അരീൻ എടുത്തു. ഒരു ഹാലോ അരീൻ്റെ അടുത്തേക്ക് ഒരു ന്യൂക്ലിയോഫൈൽ വരാൻ പോവുകയാണ്. നമ്മൾ ഹാലോ അൽക്കീൻസിൽ കണ്ടതുപോലെ തന്നെ ഈ ന്യൂക്ലിയോഫൈലിനെ അറ്റാക്ക് ചെയ്യേണ്ടത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹാലജൻ പിടിച്ചു വലിക്കുന്നത് കൊണ്ട് ഈ കാർബൺ ചെറിയൊരു ഡെഫിഷ്യൻസി ഉണ്ടാവും. ഈ പോസിറ്റീവുള്ള കാർബണാണ് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുക. അങ്ങനെ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ കാർബൺ ഹാലജൻ ബോണ്ട് പൊട്ടണം, ഹാലജനെ മാറ്റിയിട്ട് ന്യൂക്ലിയോഫൈൽ വരണം. അങ്ങനെയാണ് സാധാരണ ഹാലോ അൽക്കീൻസിലൊക്കെ ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിരുന്നത്. പക്ഷേ ഹാലോ അരീൻസിൽ ഇങ്ങനൊരു ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ നോർമൽ കണ്ടീഷനിൽ നടക്കില്ല. ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഇവിടെ അറ്റാക്ക് ഒക്കെ ചെയ്യും, പക്ഷേ അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്തോ ഈ ബോണ്ട് പൊട്ടുന്നില്ല. ഈ CX ബോണ്ട് ഇവിടെ പൊട്ടില്ല. ഈ ബോണ്ട് പൊട്ടാത്തത് കൊണ്ട് ഹാലജനെ മാറ്റിയിട്ട് ന്യൂക്ലിയോഫൈലിന് ഇവിടെ കയറാൻ കഴിയില്ല. അതുകൊണ്ട് നോർമൽ കണ്ടീഷനിൽ ഹാലോ അൽക്കൈൻസിൽ നടന്നതുപോലെ ഹാലോ അരീൻസിൽ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാറില്ല. അതിൻ്റെ റീസൺസ്, അപ്പോൾ ഹാലോ അരീൻസിന് ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ടിവിറ്റി കുറവാണെന്ന് അർത്ഥം. ഹാലോ അൽക്കൈൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹാലോ അരീൻസിന് റിയാക്ടിവിറ്റി കുറവാണ്. അതിൻ്റെ റീസൺ, ഒന്നാമത്തെ റീസൺ നമുക്കറിയാം, ഇവിടെ റെസണൻസ് കാരണം ഈ ബോണ്ടിൽ ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. കാരണം ബെൻസീറിംഗുമാണ് ഹാലജൻ, ഹാലജമ ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, സോ π σ ലോൺ പെയർ, അവിടെ കോഞ്ചുഗേഷൻ ഉണ്ട്. ആ കോഞ്ചുഗേഷൻ
കോൺജുഗേഷൻ ഉള്ളതുകൊണ്ട് പൈ സിഗ്മ ലോൺ പെയർ വരുമ്പോൾ നമുക്കറിയാം ഈ ലോൺ പെയർ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. എന്തായാലും കോൺജുഗേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ലോൺ പെയർ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ ഇവിടെ പൈ ബോണ്ട് ആവും. അപ്പോൾ ഈ ബോണ്ടിൽ ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്, അതുകൊണ്ട് ഈ ബോണ്ട് പൊട്ടിക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹാലോ അൽക്കെയിൻസിൽ പോലെ അത്ര ഈസി ആയിട്ട് ഹാലോ അരീൻസിലെ ബോണ്ട് പൊട്ടില്ല. കാരണം റെസൊണൻസ് കാരണം ആ ബോണ്ടിൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉള്ളതുകൊണ്ട് ഈ ബോണ്ട് പൊട്ടിക്കൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നോർമൽ കണ്ടീഷനിൽ ഹാലോ അരീൻസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാറില്ല. വേറെ ഒരുപാട് റീസൺസ് നമുക്കറിയാം. മറ്റൊരു റീസൺ ഇന്നൊക്കെ മാത്രമല്ല, ഈ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ വേറെ റീസൺ പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഈ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഇവിടെ sp2 ആണ് അല്ലെ, ഒരു പൈ ബോണ്ട് ഉണ്ട് sp2. ഇപ്പം നമ്മൾ ഹാലോ അൽക്കൈൻ എടുക്കുകയാണെങ്കിൽ ഹാലോ അൽക്കൈനിൽ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ sp3 ആണ്. ഇവിടെ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ sp2 ആണ്. sp2 ആകുമ്പോൾ എത്ര 66% ആണ് പി ക്യാരക്ടർ ഉണ്ടാവുക. sp3 ആകുമ്പോൾ 4/3 പി ആ 75% പി ക്യാരക്ടർ ഉണ്ട്. ഇവിടെ പി ക്യാരക്ടർ കുറവാണ്. ഈ പി ക്യാരക്ടർ കുറവാകുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും. അപ്പോൾ ഇവിടെ sp3 കാർബണും ഹാലജനും തമ്മിലാ ബോണ്ട്, ഇവിടെ sp2 കാർബണും ഹാലജനും തമ്മിലാ ബോണ്ട്. അപ്പോൾ ഇവിടെ sp2 ആയതുകൊണ്ട് പി ക്യാരക്ടർ കുറവാണ്. പി ക്യാരക്ടർ കുറയുമ്പോൾ ബോണ്ടിന്റെ ലെങ്ത് കുറയും. ബോണ്ട് ലെങ്ത് കുറയുമ്പോൾ ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടും, ബോണ്ട് പൊട്ടിക്കൽ പ്രയാസമായിരിക്കും. ഇവിടെ പി ക്യാരക്ടർ കൂടുതലാണ്, അതുകൊണ്ട് ബോണ്ട് ലെങ്ത് കൂടുതലായിരിക്കും. ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ ബോണ്ടിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും, ബോണ്ട് ഈസി ആയിട്ട് പൊട്ടും. അപ്പോൾ ഹാലോ അൽക്കെയിൻസിൽ ഹാലജൻ അറ്റാച്ച്ഡ് ടു sp2 കാർബൺ, സോ പി ക്യാരക്ടർ കമ്പാരിറ്റീവ്ലി കുറവാണ്. പി ക്യാരക്ടർ കുറയുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും, ബോണ്ട് സ്ട്രെങ്ത് കൂടും, അതുകൊണ്ട് ബോണ്ട് പൊട്ടിക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റീസൺ, റിയാക്ടിവിറ്റി കുറയാനുള്ള സെക്കൻഡ് റീസൺ. ആൻഡ് മൂന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഓക്കെ, ഈ മൂന്നാമത്തെ റീസൺ, ഈ ബെൻസീറിംഗ് ഒരു ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള മോളിക്യൂളാണ്. കാരണം ബെൻസീറിംഗിന്റെ ഉള്ളിൽ കുറെ ലൂസ്ലി ബോണ്ടഡ് പൈ ഇലക്ട്രോൺസ് ഉണ്ട് ഇല്ലേ. പൈ ഇലക്ട്രോൺസിന്റെ പ്രത്യേകത വളരെ ലൂസായി കിടക്കുന്ന ഇലക്ട്രോണാണ്. അപ്പോൾ ഈ ബെൻസീറിംഗ് ഒരു ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സെന്ററാണ്. നമ്മൾ ബെൻസീറിംഗിന് എപ്പോഴും ഇലക്ട്രോൺ റിച്ച് എന്നാ പറയുക, കാരണം അവിടെ കുറെ ഇലക്ട്രോൺസ് ഉണ്ട്, ലൂസായി കിടക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. വരുന്നത് ഒരു ന്യൂക്ലിയർ ഫൈൽ, അയാളും ഇലക്ട്രോൺ റിച്ചാ. അപ്പോൾ ഈ ന്യൂക്ലിയർ ഫൈൽ ഈ ഹാലോറിൻസിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ റിംഗിന്റെ ഇലക്ട്രോൺസും ഈ ന്യൂക്ലിയർ ഫൈലിന്റെ ഇലക്ട്രോണും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. ആ റിപ്പൾഷൻ കാരണം ന്യൂക്ലിയർ ഫൈലിന് റിംഗിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, അതും റിയാക്ടിവിറ്റി കുറയുള്ള റീസണാണ്. നാലാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ബോണ്ട് പൊട്ടുമ്പോൾ, ഇപ്പൊ ഇനിയിപ്പോൾ നോക്കിയേ, ഈ ഹാലോറിൻസിലെ ബോണ്ട് പൊട്ടിയെന്ന് വിചാരിച്ചോ. ബോണ്ട് പൊട്ടിക്കൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു, ന്യൂക്ലിയർ ഫൈലിന് വരാനും ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇനിയിപ്പോൾ ന്യൂക്ലിയർ ഫൈൽ വന്നു എന്ന് തന്നെ വിചാരിച്ചോ, ബോണ്ട് പൊട്ടിയെന്ന് തന്നെ വിചാരിച്ചോ. അങ്ങനെ ബോണ്ട് പൊട്ടുമ്പോൾ ഉണ്ടാവുന്ന ഈ ഫിനൈൽ കാർബോക്കേറ്റ് ഉണ്ട്, ഇതിനെ ഫിനൈൽ കാർബോക്കേറ്റ് എന്ന് വിളിക്കുക. അത് ഹൈലി അൺസ്റ്റേബിളാണ്. ഫിനൈൽ കാർബോക്കേറ്റ് സാധാരണ ഒരു പ്രൈമറി കാർബോക്കേറ്റ് അത്ര പോലും സ്റ്റേബിൾ അല്ല, ഹൈലി അൺസ്റ്റേബിളാണ്. അതുകൊണ്ട് ഈ ബോണ്ട് പൊട്ടിക്കാൻ ഇയാൾക്ക് ഒട്ടും ടെൻഡൻസി ഉണ്ടാവില്ല. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫിനൈൽ കാർബോക്കേറ്റ് ഈസ് വെരി അൺസ്റ്റേബിൾ, അതും റിയാക്ടിവിറ്റി കുറയാനുള്ള റീസണാണ്. അപ്പോൾ ഇങ്ങനെ 4 റീസൺസ് കാരണം ഹാലോറിൻസിൽ നോർമൽ കണ്ടീഷനിൽ ന്യൂക്ലിയർ ഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാറില്ല. അപ്പോൾ ന്യൂക്ലിയർ ഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണമെങ്കിൽ നമ്മൾ നല്ല ഹൈ ടെമ്പറേച്ചറും പ്രഷറും കൊടുക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് റിയാക്ഷൻ നടക്കാത്തത്? ഹാലോറിൻസിൽ ആ ബോണ്ട് പൊട്ടിക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അല്ലേ, അല്ലെങ്കിൽ ഒരുപാട് റീസൺസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നോർമൽ കണ്ടീഷനിൽ ഹാലോറിൻസിൽ ന്യൂക്ലിയർ ഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാറില്ല. അപ്പോൾ എനിക്ക് ഇവിടെ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ന്യൂക്ലിയർ ഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം എന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഞാനൊരു ക്ലോറോബെൻസീനിലേക്ക് NaOH കൊടുക്കുകയാണ്. ഇപ്പോൾ സാധാരണ നമ്മളൊരു ഹാലോ അൽക്കെയിനിലേക്ക് NaOH കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാമെന്ന് നമുക്കറിയാം. Cl- മാറ്റിയിട്ട് ഈ ന്യൂക്ലിയർ ഫൈൽ OH- ഇവിടെ വരാറുണ്ട്. പക്ഷെ അതുപോലെ എന്തായാലും ഹാലോ അരീൻസിൽ നോർമൽ കണ്ടീഷനിൽ നടക്കില്ല. അതിലേക്ക് NaOH കൊടുത്താലും ക്ലോറിനെ മാറ്റിയിട്ട് അവിടെ OH വരില്ല. അതിൻ്റെ കാരണമാണ് നമ്മൾ പറഞ്ഞത് നോർമൽ കണ്ടീഷനിൽ അവിടെ എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം, എങ്ങനെയെങ്കിലും ഈ ഹാലജനെ മാറ്റിയിട്ട് ഈ ന്യൂക്ലിയർ ഫൈൽ ഈ OH- ഇവിടെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചോ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണമെങ്കിൽ എന്തായാലും നോർമൽ കണ്ടീഷനിൽ ഈ ബോണ്ട് പൊട്ടൂല എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ഈ ബോണ്ട് പൊട്ടിക്കണം. അതെങ്ങനെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ആ ബോണ്ട് പൊട്ടിക്കുക? നമ്മൾ പുറമെന്ന് നല്ല ഹൈ ടെമ്പറേച്ചറും പ്രഷറും കൊടുക്കുക. നോർമൽ കണ്ടീഷനിലെ ബോണ്ട് പൊട്ടാത്ത പ്രശ്നമുള്ള നമ്മൾ നല്ല ഹൈ ടെമ്പറേച്ചറും പ്രഷറും കൊടുത്താൽ ഓട്ടോമാറ്റിക് ഈ ബോണ്ട് പൊട്ടിയിട്ട് ക്ലോറിനെ മാറ്റിയിട്ട് അവിടെ OH വന്നോളൂ. അവ എത്ര കൊടുക്കണം എന്നറിയാം? ഏകദേശം 623 കെൽവിൻ ആൻഡ് 300 atm. ഇത്രയും വലിയ ടെമ്പറേച്ചറും പ്രഷറും കൊടുത്താൽ, വിഗറസ് കണ്ടീഷൻ കൊടുത്താൽ ഈ ബോണ്ട് പൊട്ടിയിട്ട് Cl- പകരം അവിടെ OH- വരും. പിന്നെ നമ്മൾ രണ്ടാമത് ഇതിലേക്ക് ഒരു ആസിഡ് ഒഴിക്കണം. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഹൈ ടെമ്പറേച്ചറും പ്രഷറും ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക് ആ ബോണ്ട് പൊട്ടും, Cl- പകരം അവിടെ OH- വരും. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കില്ലെങ്കിലും വിഗറസ് കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. ഈ H+ എന്തിനാണെന്ന് അറിയാം? രണ്ടാമത് വീണ്ടും ഒരു H+ കൊടുക്കാനുള്ള കാരണം അതിവിടെ എക്സസ് ആയിട്ട് NaOH ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാനാണ് നമ്മൾ രണ്ടാമത് ആസിഡ് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ഫിനോൾ ഉണ്ടാവുന്ന ഫിനോൾ ആസിഡാണ്, അയാൾ ബാക്കിയുള്ള NaOH- റിയാക്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫിനോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമതിലേക്ക് ഒരു ആസിഡ് കൊടുത്തിട്ട് NaOH- അവിടെ നിന്ന് വേഗം ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ അല്ലാതെ വേറെ ഇമ്പോർട്ടൻസ് ഒന്നും അയക്കില്ല. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കാൾഡ് ഡോസ് പ്രോസസ്. ഇത് ഫിനോളിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിപ്പറേഷനും കൂടിയാണ്. ഇതിന് നമ്മൾ ഡോസ് പ്രോസസ് എന്ന് വിളിക്കുക. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ ഹാലോറിൻസിൽ നോർമൽ കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണമെങ്കിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചറും പ്രഷറും കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും വലിയ ടെമ്പറേച്ചറും പ്രഷറും കൊടുക്കൽ പ്രാക്ടിക്കലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വലിയ ടെമ്പറേച്ചറും പ്രഷറല്ലേ, ഇതൊക്കെ പ്രാക്ടിക്കലി കൊടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ചെറിയ ടെമ്പറേച്ചറിൽ എങ്ങനെയെങ്കിലും ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം, ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ടെമ്പറേച്ചർ കൊടുക്കാനുള്ള കാരണം? ഇയാൾക്ക് റിയാക്ടിവിറ്റി
കുറവായതുകൊണ്ടാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഇയാളുടെ റിയാക്ടിവിറ്റി കൂട്ടിയാൽ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ടിവിറ്റി കൂട്ടിയാൽ നമുക്ക് ഇത്ര വലിയ ടെമ്പറേച്ചറും പ്രഷറും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇയാളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ടിവിറ്റി കൂട്ടണം. അതിനൊരു മാർഗ്ഗമുണ്ട്. നിങ്ങളൊരു ഹാലോരീൻസിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ടിവിറ്റി കൂട്ടണമെങ്കിൽ ഇയാളുടെ ഓർത്തോ പൊസിഷനിലോ പാരാ പൊസിഷനിലോ നന്നായിട്ട് ഇലക്ട്രോൺ വലിക്കുന്ന NO2 പോലത്തെ നന്നായിട്ട് ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്ന ഗ്രൂപ്പുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഇയാളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ടിവിറ്റി കൂടും. എന്താ പറഞ്ഞത്? ഹാലോരീൻസിന്റെ ഓർത്തോ പൊസിഷനിലോ പാരാ പൊസിഷനിലോ നന്നായിട്ട് ഇലക്ട്രോൺ വലിക്കുന്ന NO2 പോലത്തെ ഗ്രൂപ്പുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഇയാളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ടിവിറ്റി കൂടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇത്ര വലിയ കണ്ടീഷൻ ഒന്നും കൊടുക്കേണ്ടി വരില്ല. ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നോളൂ. ചെറിയ കണ്ടീഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നോളൂ. അപ്പോൾ അതാണ് പറയുന്നത്, ദ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഹാലോരീൻസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് സ്ട്രോങ് വിഡ്രോവിംഗ് ഗ്രൂപ്പ്സ് അറ്റ് ഓർത്തോ, സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ്സ് അറ്റ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. ഇപ്പം നോക്കിയേ, ഞാൻ ക്ലോറോബെൻസിന്റെ പാരയിൽ ഒരു NO2 കൊടുത്തിട്ടാണ് ഈ റിയാക്ഷൻ നടത്തുന്നത് വിചാരിച്ചു. നേരത്തെ നടത്തിയ അതേ റിയാക്ഷൻ തന്നെ ഞാൻ നടത്താൻ പോണത്. പക്ഷേ ഞാൻ പാരയിൽ ഒരു NO2 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളുടെ റിയാക്ടിവിറ്റി ഒന്നുകൂടി കൂടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ വലിയ ടെമ്പറേച്ചർ നേരത്തെ പോലെ 623 ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. വെറും 443 കെൽവിൻ കൊടുത്താൽ തന്നെ റിയാക്ഷൻ നടക്കും. നേരത്തെ 623 ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ NO2 വന്നപ്പോൾ ഒന്നുകൂടി റിയാക്ടിവിറ്റി കൂടി. എന്തുകൊണ്ടാണ് കൂടിയെന്നൊക്കെ ഞാൻ പറയും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി. ഇനി അതേപോലെ ഞാൻ ക്ലോറോബെൻസിന്റെ ഒരു ഓർത്തോയിലും കൂടെ NO2 കൊടുത്തു. അപ്പോൾ വീണ്ടും റിയാക്ടിവിറ്റി കൂടും. നിങ്ങൾ നോക്കുക, വെറും 368 കെൽവിൻ കൊടുത്താൽ തന്നെ റിയാക്ഷൻ നടക്കും. ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട് എന്നാണ് ടെമ്പറേച്ചർ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. നിങ്ങൾ എല്ലാ ഓർത്തോയിലും പാരയിൽ NO2 കൊടുത്താൽ ജസ്റ്റ് ഒന്ന് വാം ചെയ്താൽ തന്നെ അവിടെ ക്ലോറിനെ മാറ്റിയിട്ട് ഒഴിച്ചു വരും. ഒന്നുകൂടി റിയാക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടി. ജസ്റ്റ് വാം ചെയ്താൽ മതി. നേരത്തെ നിങ്ങൾ 623 കൊടുത്തിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഒരു NO2 എടുത്തപ്പോൾ 443 മതി. 2 NO2 എടുത്തപ്പോൾ വെറും 368 തന്നെ റിയാക്ഷൻ നടന്നു. 3 പൊസിഷനിൽ NO2 കൊടുത്താൽ വെറും ജസ്റ്റ് ഒന്ന് വാം ചെയ്താൽ തന്നെ, വാം ചെയ്യാന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചറൊക്കെ മതി എന്നാൽ അപ്പം തന്നെ ക്ലോറിനെ മാറ്റിയിട്ട് അവിടെ ഒഴിച്ചു വരും. ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. അതും NaOH പോലത്തെ സ്ട്രോങ് ബേസ് പോലും ആവശ്യമില്ല. വളരെ വീക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ തന്നെ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓർത്തോയിലും പാരയിലും NO2 കൊടുക്കുമ്പോൾ ഇയാളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്ന് നമുക്ക് നോക്കാം. അതുപോലെ മെറ്റാ പൊസിഷനിൽ കൊടുത്താൽ കൂടൂലേ? നമ്മൾ പറഞ്ഞതൊക്കെ ഓർത്തോയിലും പാരയിലും കൊടുക്കണം എന്നാ. അത് മെറ്റയിൽ NO2 കൊടുത്താൽ റിയാക്ടിവിറ്റി കൂടൂലേ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ഈ ഹാലോരീൻസിൽ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതിന് ഒരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം അറിയണം. എടാ, നമ്മൾ ഹാലോ അൽക്കൈൻസിൽ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക 2 മെക്കാനിസം വയ്യാം, SN1 ആൻഡ് SN2. ഇതുപോലെ ഹാലോ അരീൻസിലെ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതിന് വേറൊരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസമാണ് SNAR മെക്കാനിസം. ഇവിടെ ഒറ്റ മെക്കാനിസം ഉള്ളൂ. ഹാലോ അരീൻസിന്റെ കേസിൽ ആകെ ഒറ്റ മെക്കാനിസം വഴിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. അതാണ് SNAR മെക്കാനിസം. ഇതും NCERTയിലുള്ള മെക്കാനിസം ആണ്. ഓക്കെ, അപ്പോൾ ഹാലോ അരീൻസിൽ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതിന്റെ മെക്കാനിസമാണ് SNAR മെക്കാനിസം. ഈ മെക്കാനിസം അറിഞ്ഞാലേ നമുക്ക് ഈ റിയാക്ടിവിറ്റി എങ്ങനെ കൂടിയത് എന്ന് പിന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാൽ അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ SNAR മെക്കാനിസം നമുക്ക് നോക്കാം. ഞാനൊരു ഹാലോ അരീൻ എടുക്കാം. എങ്ങനെയാണ് ഒരു ഹാലോ അരീനിൽ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരു ഹാലോ അരീൻ. ഇയാളുടെ അടുത്തേക്ക് ഒരു ന്യൂക്ലിയോഫൈൽ വരികയാണ്. ഈ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുക ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഈ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബണെയാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ CCl ബോണ്ട് പൊട്ടുന്നതാണ്. അതല്ല പൊട്ടുക. സാധാരണ ഹാലോ അൽക്കൈൻസിലൊക്കെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്തപ്പോൾ ഈ ബോണ്ടാണ് പൊട്ടിയിരുന്നത്. അതുപോലെ നമ്മൾ വിചാരിക്കും ഈ ബോണ്ട് പൊട്ടും. അങ്ങനെയല്ല. കാരണം ഈ കാർബമേ അതിനേക്കാൾ വീക്കായുള്ള ഒരു ബോണ്ട് ഉണ്ട്. ഈ കാർബമേ അതേതാണെന്ന് അറിയാം, ഈ പൈ ബോണ്ട്. എടാ, സിഗ്മ ബോണ്ടിനേക്കാൾ വീക്കാണല്ലോ പൈ ബോണ്ട്. ഞാൻ പറഞ്ഞത് ഡബിൾ ബോണ്ട് എന്നല്ല, പൈ ബോണ്ട് എന്നാണ്. പൈ ബോണ്ട് വളരെ വീക്കാണ്. അപ്പോൾ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ കാർബണിൽ ഏറ്റവും വീക്കായിട്ടുള്ള ബോണ്ടാണ് പൊട്ടുക. ഒരു അറ്റാക്ക് റീജന്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള വീക്ക് ബോണ്ടാണ് പൊട്ടുക. ഈ ബോണ്ടിനേക്കാളൊക്കെ വീക്കായിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ട്, ഈ പൈ ബോണ്ട്. അപ്പോൾ ആ പൈ ബോണ്ടാണ് പൊട്ടുക. ഓക്കെ, ഈ പൈ ബോണ്ട് എങ്ങോട്ടാണ് പൊട്ടെന്നറിയോ? ഇങ്ങോട്ടാ പൊട്ടുക, താഴോട്ട്. കാരണം നിങ്ങൾ ആലോചിക്കുക, ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ടല്ലേ ഈ ബോണ്ട് പൊട്ടിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയോഫൈലിന് എന്താണ് ആവശ്യം, അതിനനുസരിച്ചാണ് മൂപ്പര ബോണ്ട് പൊട്ടിക്കുക. ഒരു അറ്റാക്ക് റീജന്റ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് എന്താ വേണ്ടത്, അതിനനുസരിച്ചായിരിക്കും അയാൾ ബോണ്ട് പൊട്ടിക്കുക. ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഈ കാർബണല്ലേ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയോഫൈലിന് അവിടെ എന്ത് വരണം? പ്ലസ് വരണം. എന്നാലേ ന്യൂക്ലിയോഫൈലിന് അവിടെ ബോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ന്യൂക്ലിയോഫൈലിന് വേണ്ടത് ഇവിടെ പ്ലസ് വരണം. ഇവിടെ പ്ലസ് വരണമെങ്കിൽ ഈ ബോണ്ട് താഴോട്ടല്ലേ പൊട്ടേണ്ടത്. അപ്പോൾ ന്യൂക്ലിയോഫൈലിന്റെ ഡിമാൻഡ് അനുസരിച്ചാണ് ആ ബോണ്ട് പൊട്ടുക. ന്യൂക്ലിയോഫൈലാണ് ആ ബോണ്ട് പൊട്ടിക്കുന്നത്. അപ്പോൾ അയാൾക്ക് എന്താ വേണ്ടത്, അതിനനുസരിച്ചായിരിക്കും അയാൾ ബോണ്ട് പൊട്ടിക്കുക. അയാൾക്ക് വേണ്ടത് ഇവിടെ പ്ലസ് വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾ ഈ പൈ ബോണ്ട് താഴോട്ടാണ് പൊട്ടിക്കുക. അപ്പോൾ അങ്ങനെ ആ ബോണ്ട് പൊട്ടാൻ പോവാണ്. ആ ബോണ്ട് പൊട്ടിയുള്ള അവസ്ഥ അവിടെ കാണിക്കാം. ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് വരും. പ്ലസ്സിലോടുത്ത് ന്യൂക്ലിയോഫൈൽ അപ്പം തന്നെ ബോണ്ട് ചെയ്യും. ഓക്കെ, ബാക്കി പൈ ബോണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഇതോടെ അപ്പോൾ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അവിടെ അറ്റാക്ക് ചെയ്തപ്പോൾ പൈ ബോണ്ട് പൊട്ടി ന്യൂക്ലിയോഫൈൽ അവിടെ ആഡ് ആയി. പക്ഷെ ഇതോടെ വലിയൊരു പ്രശ്നം ബെൻസീറിംഗിൽ സംഭവിച്ചു. ഈ ബെൻസീറിംഗിന്റെ ആരോമാറ്റിസിറ്റി ഇപ്പോൾ ലോസ് ആയി. കാരണം നിങ്ങൾ ആലോചിക്കുക, നേരത്തെ ബെൻസീറിംഗ് ആരോമാറ്റിക് ആയിരുന്നു. എല്ലാവരും sp2 6 പൈ ഇലക്ട്രോൺ. ഹക്കൽസ് റൂൾ പ്രകാരം ബെൻസീറിംഗ് നേരത്തെ ആരോമാറ്റിക് ആയിരുന്നു. എല്ലാവരും sp2 6 പൈ ഇലക്ട്രോൺ. റിംഗ് ആരോമാറ്റിക് ആണ്. പക്ഷേ ഇപ്പോൾ ഈ പൈ ബോണ്ട് പൊട്ടിയതോടെ ഈ കാർബണൊക്കെ ഇപ്പോൾ sp3 ആയി. ഇപ്പോൾ റിംഗ് ആരോമാറ്റിക് അല്ല. എല്ലാവരും sp2 ആണെങ്കിൽ ആരോമാറ്റിസിറ്റി ഉണ്ടാവുള്ളൂ. ആരോമാറ്റിസിറ്റി ഉണ്ടെങ്കിൽ അയാൾ ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. നേരത്തെ
ബെൻസീൻ റിംഗ് ഹൈലി സ്റ്റേബിൾ ആയിരുന്നു ഈ ആരോമാറ്റിസിറ്റി കാരണം. പക്ഷേ ഇപ്പോൾ പൈ ബോണ്ട് പൊട്ടിയതോടെ ഈ കാർബണൊക്കെ sp3 ആയി, റിങ്ങിന്റെ ആരോമാറ്റിസിറ്റി ലോസ് ആയി, റിങ്ങിന്റെ സ്റ്റെബിലിറ്റി ലോസ് ആയി. അങ്ങനെ സ്റ്റെബിലിറ്റി ആരോമാറ്റിസിറ്റി ലോസ് ആവാൻ റിംഗ് സമ്മതിക്കില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ലോസ് ആയി പോയ ആരോമാറ്റിസിറ്റിയെ തിരിച്ചു പിടിക്കാനാണ് ബെൻസീൻ റിംഗ് നോക്കുന്നുണ്ടാവുക. ആരോമാറ്റിസിറ്റി തിരിച്ചു കിട്ടണമെങ്കിൽ പൊട്ടിപ്പോയ പൈ ബോണ്ട് പഴയ പോലെ അവിടെ റീഫോം ചെയ്യണം. അങ്ങനെ പൈ ബോണ്ട് റീഫോം ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലസ് വരണം. ഇവിടെ ആൾറെഡി മൈനസ് ഉണ്ടല്ലോ, പ്ലസ് വന്ന അവിടെ ബോണ്ട് ഉണ്ടാക്കാം, ആരോമാറ്റിസിറ്റി തിരിച്ചു കിട്ടും. ഇവിടെ പ്ലസ് വരണമെങ്കിൽ ഒന്നെങ്കിൽ Cl- പോകണം, അല്ലെങ്കിൽ ന്യൂക്ലിയോഫൈൽ പോയാൽ മതി. ന്യൂക്ലിയോഫൈൽ പോയാൽ ഇവിടെ പ്ലസ് വരും, പൈ ബോണ്ട് റീഫോം ചെയ്യാം, ആരോമാറ്റിസിറ്റി തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ Cl- പോകണം, എന്നാലും ഇവിടെ പ്ലസ് വരും, പൈ ബോണ്ട് റീഫോം ചെയ്യാം, ആരോമാറ്റിസിറ്റി തിരിച്ചു കിട്ടും. എന്തായാലും ആരോമാറ്റിസിറ്റി തിരിച്ചു കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ന്യൂക്ലിയോഫൈൽ പോകണം, അല്ലെങ്കിൽ Cl- പോകണം. ന്യൂക്ലിയോഫൈലിനോട് പോകാൻ പറയാൻ പറ്റില്ല, അയാൾ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ, പോകാൻ പറയുന്നത് മോശമാണ്, ഇപ്പോൾ കയറി വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ആരൻ്റെ ബോണ്ട് വരും, Cl- ബോണ്ട് വരും. അപ്പോൾ എല്ലാവരും കൂടെ തള്ളി അവിടുന്ന് Cl- ഒഴിവാക്കാൻ പോവുക. അങ്ങനെ Cl- പോയാൽ ഇവിടെ പ്ലസ് വരും, പൈ ബോണ്ട് റീഫോം ചെയ്യാം, ആരോമാറ്റിസിറ്റി തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പോൾ ആരോമാറ്റിസിറ്റി തിരിച്ചു കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ Cl- പോകണമായിരുന്നു, അല്ലെങ്കിൽ ന്യൂക്ലിയോഫൈൽ പോകണം. ന്യൂക്ലിയോഫൈൽ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് അയാൾ പോവില്ല, അതുകൊണ്ട് Cl- പോകുന്നു. ഓക്കെ, ന്യൂക്ലിയോഫൈൽ അതേപോലെ ഉണ്ടാവും. Cl- പോയാൽ ഇവിടെ പ്ലസ് വരും കേട്ടോ, ആ പ്ലസും മൈനസും ചേർന്നിട്ടാണ് ആ പൈ ബോണ്ട് റീഫോം ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഹാലോ അരീൻസിൽ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു മെക്കാനിസം അല്ല, ഒരു കാർബാനിയോൺ ഇന്റർമീഡിയറ്റിലൂടെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ SN1 ഇന്റർമീഡിയറ്റ് കാർബോ കേറ്റോൺ ആയിരുന്നു, SN2 ഇന്റർമീഡിയറ്റിലെ ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്, SNAR ഇന്റർമീഡിയറ്റ് കാർബാനിയോൺ ഇന്റർമീഡിയറ്റ് ആണ്. ഇനി നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇയാളുടെ ഓർത്തോയിലും പാരലും NO2 കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കൊടുക്കുമ്പോൾ റിയാക്ടിവിറ്റി കൂടാനുള്ള കാരണം നിങ്ങൾ ആലോചിച്ചോക്കെ. ഞാൻ ഈ ക്ലോറോബെൻസിന്റെ ഓർത്തോയിൽ ഒരു NO2 കൊടുത്തിട്ടാണ് ഈ റിയാക്ഷൻ നടത്തുന്നത് വിചാരിച്ചോ. ഇങ്ങനെ ഒരു NO2 കൊടുത്തിട്ടാണ് ഞാൻ ഈ റിയാക്ഷൻ നടത്തുന്നത് വിചാരിച്ചോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റർമീഡിയറ്റ് ഉണ്ടാകുമ്പോഴും ഈ ഓർത്തോയിലായ NO2 ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഇന്റർമീഡിയറ്റിൽ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ. ഈ നെഗറ്റീവ് ചാർജ് കാരണം ഇയാൾ അത്ര സ്റ്റേബിൾ അല്ല, കാരണം ചാർജ് അല്ലേ, ചാർജ് ഉണ്ടെങ്കിൽ അൺസ്റ്റേബിൾ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു NO2 ഉണ്ടെങ്കിൽ ഈ NO2 അവിടുന്ന് ഇലക്ട്രോൺ വലിച്ചിട്ട് ഈ നെഗറ്റീവ് ചാർജിനെ അവിടുന്ന് ഒഴിവാക്കിക്കോളും. എടാ, ഈ ഇലക്ട്രോൺ വലിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആനിയോൺ സ്റ്റേബിൾ ആവല്ലേ ചെയ്യുക. കാരണം NO2 ഇവിടെ ഉണ്ടെങ്കിൽ ആ NO2 കൊടുത്തിട്ടാണ് ഈ റിയാക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഇന്റർമീഡിയറ്റ് ഉണ്ടാകുമ്പോൾ ഈ NO2 ഇവിടുന്ന് ഇലക്ട്രോൺ വലിക്കുമ്പോൾ അവിടുന്ന് ഇലക്ട്രോൺ പോയിക്കോളും, നെഗറ്റീവ് ചാർജ് പോയിക്കോളും. അങ്ങനെ NO2ന്റെ ഇലക്ട്രോൺ വിഡ്രോവിങ് നേച്ചർ കാരണം ഇവിടുന്ന് നെഗറ്റീവ് ചാർജ് പോകും, ഇലക്ട്രോൺ പോകുന്ന പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് പോകും. അങ്ങനെ നെഗറ്റീവ് ചാർജ് പോയാൽ ഇയാൾക്ക് സ്റ്റേബിൾ ആവാം, ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റി കൂടുമ്പോൾ റിയാക്ടിവിറ്റി കൂടും. അപ്പോൾ ഞാൻ ഓർത്തോയിൽ NO2 കൊടുത്താൽ ഇന്റർമീഡിയറ്റിന് ആ NO2 സ്റ്റേബിൾ ആക്കും, ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റി കൂടുമ്പോൾ റിയാക്ടിവിറ്റി കൂടും. അതുകൊണ്ടാണ് ഓർത്തോയിൽ NO2 കൊടുക്കുമ്പോൾ റിയാക്ടിവിറ്റി കൂടുന്നത്. ഇതിപ്പോൾ ഓർത്തോയിൽ കൊടുക്കുമ്പോഴുള്ള കാര്യമല്ലേ, നമ്മൾ പറഞ്ഞത് പാരയിൽ കൊടുക്കുമ്പോൾ റിയാക്ടിവിറ്റി കൂടുന്നല്ലേ. അങ്ങനെ പാരയിൽ NO2 കൊടുക്കുമ്പോൾ റിയാക്ടിവിറ്റി കൂടുക, പാരയിൽ NO2 കൊടുക്കുമ്പോൾ പാരയിലാണ് NO2 ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ ആലോചിച്ചേ, എടാ ഈ നെഗറ്റീവ് ചാർജ് ഓർത്തോയിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. അതിങ്ങനെ ഓർത്തോയിൽ ഫിക്സ് ആയി നിൽക്കല്ല, അത് പാരയിലെത്തും. അതെങ്ങനെ പാരയിലെത്തുക, നിങ്ങൾ നോക്കി ഇവിടെ റെസൊണൻസ് ഇല്ലേ, പൈ സിഗ്മ ലോൺ പെയർ റെസൊണൻസ് ഉണ്ട്. അപ്പോൾ റെസൊണൻസ് ഉള്ളതുകൊണ്ട് നോക്കി ലോൺ പെയർ ഇറങ്ങി വരുന്നു. എങ്ങനെ ഇവിടുത്തെ റെസൊണൻസ് പൈ സിഗ്മ ലോൺ പെയർ വരുമ്പോൾ ലോൺ പെയർ ഇറങ്ങി വരും, പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇയാളുടെ അടുത്ത സ്ട്രക്ചർ വരയ്ക്കുന്നില്ല, പക്ഷേ അടുത്ത സ്ട്രക്ചർ വരച്ച് നമുക്ക് മനസ്സിലാവും. ലോൺ പെയർ ഇറങ്ങി വരുന്നു, പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നെഗറ്റീവ് ചാർജ് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ എത്തും. അപ്പോൾ ആ റെസൊണൻസിലൂടെ അത് കറങ്ങി പാരയിലെത്തും. അങ്ങനെ പാരയിലെത്തുമ്പോൾ പാരയിൽ NO2 കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വലിച്ചിട്ട് ആനിയോണെ സ്റ്റേബിൾ ആക്കാം. അതുപോലെ ഈ നെഗറ്റീവ് ചാർജ് ഇനി അടുത്ത ഓർത്തോയിൽ എത്തുക, പൈ സിഗ്മ ലോൺ പെയർ ഇറങ്ങി വരുന്നു, പൈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നെഗറ്റീവ് ചാർജ് നോക്കി അടുത്ത ഓർത്തോയിൽ എത്തും. അപ്പോൾ അവിടെ NO2 കൊടുത്താൽ അവിടുന്ന് വലിച്ചിട്ട് ആ കാർബാനിയോനെ സ്റ്റേബിൾ ആക്കാം, ഇന്റർമീഡിയറ്റിനെ സ്റ്റേബിൾ ആക്കാം. ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റി കൂടിയാൽ റിയാക്ടിവിറ്റി കൂടുന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ഏത് ഓർത്തോയിൽ പാരയിൽ NO2 കൊടുത്താലും റിയാക്ടിവിറ്റി കൂടുന്നർത്ഥം. മെറ്റൽ കൊടുത്താൽ വലിയ എഫക്റ്റ് ഉണ്ടാവില്ല, കാരണം നിങ്ങൾ മെറ്റലാണ് NO2 കൊടുക്കണം വിചാരിച്ചോ. നിങ്ങൾ ആലോചിച്ചോക്കെ, ഇന്റർമീഡിയറ്റിന്റെ നെഗറ്റീവ് ചാർജ് ഓർത്തോയിലും പാരയിലും ഉണ്ടാവുക. നിങ്ങൾ മെറ്റലാണ് NO2 കൊടുക്കണമെന്നുണ്ടെങ്കിൽ മെറ്റൽ NO2 വന്നാൽ അത്ര വലിക്കാൻ കഴിയില്ല, കാരണം ഡിസ്റ്റൻസ് കൂടുതലാണ്. ഓർത്തോയിലും പാരയിലാണ് നെഗറ്റീവ് ചാർജ് എത്തുക, മെറ്റൽ എത്തൂലല്ലോ. റെസൊണൻസ് എന്തായാലും ഓർത്തോയിലും പാരയിലും എത്തുള്ളൂ. അപ്പോൾ മെറ്റൽ NO2 കൊടുത്താൽ അത്ര അങ്ങോട്ട് വലിക്കാൻ പറ്റില്ല, കാരണം ദൂരം കൂടുതലാണ്. ഓർത്തോയിലും പാരയിലാകുമ്പോൾ ഡയറക്റ്റ് വലിക്കാം, മെറ്റലാകുമ്പോൾ ദൂരം കൂടുതലാണ്. എന്നാലും എഫക്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു എഫക്റ്റ് ഒക്കെ ഉണ്ടാവും, ചെറുതായിട്ടൊക്കെ വലിക്കാം. ദൂരം കൂടുതലാണെങ്കിൽ ചെറുതായിട്ടൊക്കെ വലിക്കാമല്ലോ, അപ്പോൾ ചെറിയൊരു സ്റ്റെബിലൈസേഷൻ ഒക്കെ ഉണ്ടാവും, അപ്പോൾ ചെറുതായിട്ടൊക്കെ റിയാക്ടിവിറ്റി കൂടും. എന്നാലും ഓർത്തോയിലും പാരയിലും കൊടുക്കുന്ന അത്ര എഫക്റ്റ് മെറ്റൽ കൊടുക്കുമ്പോൾ ഉണ്ടാവില്ല, ഒരു സിഗ്നിഫിക്കൻറ്റ് എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഓർത്തോയിലും പാരയിലും NO2 കൊടുക്കുമ്പോൾ റിയാക്ടിവിറ്റി നമുക്ക് കൂട്ടാം എന്ന് പറയാനുള്ള കാരണം ഇതാണ്. അപ്പോൾ ഈ മെക്കാനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. അറേഞ്ച് ദ ഫോളോവിങ് കോമ്പൗണ്ട്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ടിവിറ്റി. 3 ഹാലോരീൻസ് തന്നിട്ടുണ്ട്. എവിടെയാണ് ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ പെട്ടെന്ന് നടക്കുക? ഇവിടെ ഒരു NO2 ഉണ്ട് പാരയിൽ. ഇവിടെ ഇന്റർമീഡിയറ്റ് നെഗറ്റീവ് ചാർജ് നമുക്കറിയാം ഓർത്തോയിലും പാരയിലാണ്. അപ്പോൾ ഓർത്തോയിലും പാരയിലും NO2 വന്നാൽ ഇന്റർമീഡിയറ്റ് ഭയങ്കരമായിട്ട് സ്റ്റേബിൾ ആവും, അപ്പോൾ റിയാക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടും. ഇന്റർമീഡിയറ്റ് സ്റ്റേബിൾ ആവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, മെറ്റൽ ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് വലിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ മോർ റിയാക്റ്റീവ് A.
പിന്നെന്തായാലും ബി ആയിരിക്കും. എടാ ഇവിടെ മെറ്റൽ വരുമ്പോൾ തീരെ എഫക്റ്റ് ഇല്ല എന്നല്ല, ചെറുതായിട്ടൊക്കെ സ്റ്റേബിൾ ആക്കല്ലോ, ചെറിയൊരു എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. സിയിൽ അതുപോലും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ABC ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ടിവിറ്റിയുടെ ഓർഡർ ആണ് എഴുതേണ്ടത്. കുറേ ഹാലോരീൻസ് തന്നിട്ടുണ്ട്, CH3 ആണ്. എങ്ങനെയാണ് റിയാക്ടിവിറ്റി ഓർഡർ വരിക? അവിടെ നോക്കി, ഇവിടെ 3 NO2 ഉണ്ട് വലിക്കാൻ. 3 NO2 വലിക്കുമ്പോൾ ഇന്റർമീഡിയറ്റ് ഭയങ്കരമായിട്ട് സ്റ്റേബിൾ ആവും, റിയാക്ടിവിറ്റി കൂടും. ബിയിൽ 2 NO2 ഉള്ളൂ, സിയിൽ 1 NO2 ഉള്ളൂ, ഡിയിൽ ആരുമില്ല. ഇതിൽ ഒരു CH3 ഉണ്ട്. അവിടെ CH3 ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. നിങ്ങൾ ആലോചിക്കുക, ഇന്റർമീഡിയറ്റ് നമുക്കറിയാം ഒരു കാർബാനിയോൺ ആണ്. ഈ CH3 ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ആൾറെഡി ഇവിടെ നെഗറ്റീവ് ചാർജാ ഇന്റർമീഡിയറ്റുമേ. വീണ്ടും CH3 അങ്ങോട്ടേക്ക് ഇങ്ങനെ ഇലക്ട്രോൺ കൊടുത്താൽ ഇവിടെ നെഗറ്റീവ് ചാർജ് കൂടും, ഇന്റർമീഡിയറ്റ് കൂടുതൽ അൺസ്റ്റേബിൾ ആവുക ചെയ്യുക. ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞാൽ റിയാക്ടിവിറ്റി കുറയല്ലേ ചെയ്യുക. അപ്പോൾ ഈ എന്തായാലും ലീസ്റ്റ് റിയാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എയിൽ 3 NO2 വലിക്കുന്നത് കൊണ്ട് റിയാക്ടിവിറ്റി കൂടും, ബിയിൽ 2 NO2 വലിക്കുന്നുണ്ട്, സിയിൽ 1 NO2, ഡിയിൽ വലിക്കാൻ ആരുമില്ല. ഇനി ഈയിൽ നോക്കിയാൽ ഈയിൽ റിയാക്ടിവിറ്റി കുറയുക ചെയ്യുക, കാരണം CH3 ഇലക്ട്രോൺ കൊടുത്ത് കാർബാനോൺ ഇന്റർമീഡിയറ്റിനെ അൺസ്റ്റേബിൾ ആക്കുക ചെയ്യുന്നത്. അപ്പോൾ റിയാക്ടിവിറ്റി കുറയുക ചെയ്യുക. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ടിവിറ്റിയുടെ ഓർഡർ ആണ് എഴുതേണ്ടത്. ഇവിടെ CH3 ഇലക്ട്രോൺ കൊടുക്കാനുണ്ട്, ഇവിടെ CH3 ഇലക്ട്രോൺ കൊടുക്കുന്നുണ്ട്, ഇവിടെ 2 CH3 കൊടുക്കുന്നുണ്ട്. ഇലക്ട്രോൺ കൊടുക്കും തോറും റിയാക്ടിവിറ്റി കുറയുക ചെയ്യുക അല്ലേ, നേരത്തെ ഞാൻ പറഞ്ഞു. കാരണം ഇന്റർമീഡിയറ്റ് ആനിയോൺ ആണ്, വീണ്ടും വീണ്ടും ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ ആനിയോൺ അൺസ്റ്റേബിൾ ആവും, റിയാക്ടിവിറ്റി കുറയുക ചെയ്യുക. അപ്പോൾ സി ആണ് ലീസ്റ്റ് റിയാക്റ്റീവ്. ഇനി എയോ ബിയോ? എടങ്ങൾ നോക്കി, ഇന്റർമീഡിയറ്റിന്റെ നെഗറ്റീവ് ചാർജ് ഓർത്തോയിലും പാരയിലല്ലേ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ പാരയില CH3. അപ്പോൾ പാരയിൽ CH3 വരുമ്പോൾ നന്നായിട്ട് ഇലക്ട്രോൺ കൊടുക്കാം. എടാ കാരണം ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് വരികയാണ്, നന്നായിട്ട് ഇലക്ട്രോൺ കൊടുക്കാം. എടാ ഇലക്ട്രോൺ കൊടുക്കും തോറും റിയാക്ടിവിറ്റി കുറയല്ലേ ചെയ്യുക. നന്നായിട്ട് ഇലക്ട്രോൺ കൊടുക്കും എന്ന് പറഞ്ഞാൽ നന്നായിട്ട് റിയാക്ടിവിറ്റി കുറയുന്ന അർത്ഥം. ഇവിടെ അത്ര കൊടുക്കാൻ പറ്റില്ല, കാരണം നെഗറ്റീവ് ചാർജ് ഓർത്തോയിലും പാരയിലാണുള്ളത്. ഇവിടെ CH3 മെറ്റയിലാണ്, അതുകൊണ്ട് അത്ര അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല, ദൂരം കൂടുതലാണ്, കോണ്ടാക്ട്. അപ്പൊ അത്ര കൊടുക്കാൻ പറ്റില്ല. അത്ര കൊടുക്കാൻ പറ്റില്ല എന്നാണ് അത്ര റിയാക്ടിവിറ്റി കുറയൂല. കൊടുക്കും തോറും റിയാക്ടിവിറ്റി കുറയുക ചെയ്യും. അപ്പൊ നന്നായിട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ നന്നായിട്ട് റിയാക്ടിവിറ്റി കുറയുന്ന അർത്ഥം. ഓക്കെ, അപ്പോൾ ബി ആണ് മോർ റിയാക്റ്റീവ്, ദെൻ എ. പിന്നെ സി നോക്കേണ്ട, സിയിൽ 2 CH3 കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് ഹാലോരീൻസിന്റെ ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ടിവിറ്റിയിൽ നമ്മൾ പറയാനുള്ളത്. ഇനി അടുത്തത് ഹാലോരീൻസിന്റെ രണ്ടാമത്തെ റിയാക്ഷനാണ്. രണ്ടാമത്തെ റിയാക്ഷൻ മെറ്റൽസുമായുള്ള റിയാക്ഷനാണ്. ഹാലോ അൽക്കീൻസ് എങ്ങനെയാണോ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുക, അതേപോലെയാണ് ഹാലോ അരീൻസും മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുക. അവിടെ മെറ്റൽസുമായുള്ള റിയാക്ഷൻ നമുക്ക് വേറെ പഠിക്കാനൊന്നുമില്ല. അപ്പോൾ അതിലാദ്യം വിത്ത് സോഡിയമായുള്ള റിയാക്ഷൻ നോക്കാം. നമ്മൾ ആൾറെഡി ഹാലോ ആൽക്കൈൻസിന്റെ സോഡിയമായുള്ള റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്, വുഡ്സ് റിയാക്ഷൻ. അതേപോലെ തന്നെയാണ് ഹാലോ അരീൻസിന്റെ സോഡിയമായുള്ള റിയാക്ഷൻ. ഞാൻ ഹാലോ അരീൻസ് എടുത്തു, സോഡിയം കൊടുത്തു, ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. നമുക്കറിയാം ഹാലോ അൽക്കൈൻസ് എങ്ങനെ റിയാക്ട് ചെയ്യുക, അതേപോലെ തന്നെയാണ് ഹാലോരീൻസ് റിയാക്ട് ചെയ്യുക. ഹാലോ അൽക്കൈൻസ് 2 മോളിക്യൂൾസുമായിട്ടല്ലേ റിയാക്ട് ചെയ്യുക, 2 മോളിക്യൂൾ എടുക്കണം അല്ലേ. വുഡ്സ് റിയാക്ഷൻ ആലോചിച്ചാൽ മതി. അതേപോലെ തന്നെ 2 മോളിക്യൂളും 2 സോഡിയം തമ്മിലാണ് റിയാക്ട് ചെയ്യുക. അത് RX ആണെങ്കിലും ഹാലോരീൻ ആണെങ്കിലും ഒക്കെ അതേപോലെ തന്നെ. എന്നിട്ട് എന്താ സംഭവിക്കുക, 2 NaX പോകും. അങ്ങനെ 2 NaX പോയി ഇവിടെ ഒരു ബെൻസീറിങ്ങും ഇവിടെ ഒരു ബെൻസീറിങ്ങും ബാക്കി ഉണ്ടാവുക. ഹാലോ അൽക്കൈൻസ് ആകുമ്പോൾ RR കിട്ടുക, ഇവിടെ 2 ബെൻസീറിങ് ഫ്യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് കിട്ടുക അല്ലേ. ഇത് നമ്മൾ ബൈ അല്ലെങ്കിൽ ഡൈഫിനൈൽ എന്ന് വിളിക്കുക. ആൻഡ് ദിസ് റിയാക്ഷൻ, സംഗതി ഇത് വുഡ്സ് റിയാക്ഷൻ പോലെ തന്നെയാണ്. ഹാലോ അൽക്കൈൻ ആയപ്പോൾ നമ്മൾ ഈ റിയാക്ഷനെ വുഡ്സ് റിയാക്ഷൻ എന്നാണ് വിളിച്ചത്. അതേ റിയാക്ഷൻ തന്നെയാണ് ഇതും, പക്ഷേ ഹാലോ അരീൻ ആകുമ്പോൾ റിയാക്ഷൻ്റെ പേരിൽ മാറ്റുന്നുണ്ട്. ദിസ് റിയാക്ഷൻ ഈസ് കാൾഡ് ഫിറ്റിക് റിയാക്ഷൻ. ഹാലോ അൽക്കൈൻ ആണെങ്കിൽ വുഡ്സ് റിയാക്ഷനോ, ഹാലോ അരീൻ ആണെങ്കിൽ ദ റിയാക്ഷൻ ഈസ് കാൾഡ് ഫിറ്റിക് റിയാക്ഷൻ അല്ലേ, ഫിറ്റിക് റിയാക്ഷൻ. ഇനി ഞാൻ വേണമെങ്കിൽ ഇതിന് വേറൊരു എക്സാമ്പിൾ ചെയ്താൽ, ഞാൻ ഒരു മോളിക്യൂൾ ഹാലോ അരീൻ എടുത്തു. നോക്കേ, ഒരു മോളിക്യൂൾ ഞാൻ ഹാലോ അരീൻ എടുക്കാം, ഒരു മോളിക്യൂൾ ഞാൻ RX എടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് സോഡിയം ട്രൈ ഈതർ കൊടുത്തു. വുഡ്സ് റിയാക്ഷനിൽ 2 RX എടുത്തത്, ഫിറ്റിക് റിയാക്ഷനിൽ 2 ഹാലോരീൻ എടുത്തത്. 1 RXും 1 ഹാലോരീനും എടുത്താലും ഈ റിയാക്ഷൻ നടക്കും. ആ 2 സോഡിയം വന്നിട്ട് ഈ 2 ഹാലജനെ കൊണ്ടുപോകും. ഇവിടെ ഒരു ആൽക്കലി ഗ്രൂപ്പ് ഒരു ബെൻസീറിംഗും ആണ് ബാക്കി ഉണ്ടാവുക. അവർ കൂടിച്ചേർന്നിട്ട് ആൽക്കൈൽ ബെൻസീൻ ഉണ്ടാവും. 2 ഹാലോ അൽക്കൈൻ ആയപ്പോൾ റിയാക്ഷൻ വുഡ്സ് റിയാക്ഷൻ എന്നാണ് അറിയപ്പെട്ടത്. 2 ഹാലോരീൻ ആയപ്പോൾ ഫിറ്റിക് റിയാക്ഷൻ. ഇവിടെ 1 ഹാലോ അൽക്കൈനോ 1 ഹാലോരീൻ ആയതുകൊണ്ട് ദ റിയാക്ഷൻ ഈസ് കാൾഡ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. എന്താ വിളിക്കുക, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ ദിസ് ഈസ് ദ റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ഇനി അടുത്തത് മെറ്റൽസുമായുള്ള റിയാക്ഷനിൽ രണ്ടാമത്തത് വിത്ത് മഗ്നീഷ്യം. നമ്മൾ ആൾറെഡി ഹാലോ അൽക്കൈൻസിന്റെ മഗ്നീഷ്യമായുള്ള റിയാക്ഷൻ പഠിച്ചു. അതേപോലെ തന്നെ നമുക്ക് ഹാലോ അരീൻസിന്റെ മഗ്നീഷ്യമായുള്ള റിയാക്ഷൻ പഠിക്കാം. സെയിം റിയാക്ഷൻ മെറ്റൽസുമായുള്ള റിയാക്ഷനിൽ ഹാലോ അൽക്കൈനും ഹാലോ അരീനും ഒരേപോലെയാണ്, അതുകൊണ്ട് മാറ്റങ്ങളില്ല. ഹാലോ അരീൻസിലേക്ക് നമ്മൾ മഗ്നീഷ്യം കൊടുത്താൽ കാർബൺ ഡി ഹാലജന്റെ ഇടയിലേക്ക് മഗ്നീഷ്യം കയറി വരും. നേരത്തെ ഹാലോ അൽക്കൈൻസിൽ സംഭവിച്ചതുപോലെ കാർബൺ ഡി ഹാലജന്റെ ഇടയിലേക്ക് മഗ്നീഷ്യം കയറി വരും. അങ്ങനെ അത് MgX ആവും, ഫിനൈൽ മഗ്നീഷ്യം ഹാലൈഡ്, ഫിനൈൽ മഗ്നീഷ്യം ഹാലൈഡ് ആവും. ഓക്കെ,
ദിസ് ഈസ് ദ റിയാക്ഷൻ. ഇനി ഹാലോരിൻസിന്റെ മൂന്നാമത്തെ റിയാക്ഷനിലേക്ക് പോവാം. ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. നമുക്കറിയാം ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ ബെൻസീൻ റിംഗിന്റെ റിയാക്ഷനാണ്, ആരോമാറ്റിക് റിംഗിന്റെ ബെൻസീൻ റിംഗിന്റെ റിയാക്ഷനാണ്, നൈട്രേഷൻ സൾഫോണേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഹാലോ അരീൻസിന്റെ ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷനാണ് പഠിക്കുന്നത്. അപ്പോൾ ബെൻസീൻ റിംഗും ഒരു ഹാലജൻ ഉണ്ടാവും. ഇയാളുടെ അടുത്തേക്കാണ് ഒരു ഇലക്ട്രോഫൈൽ വരുന്നത് എന്ന് വിചാരിച്ചോ. നമുക്കറിയാം ഇത് റിംഗിന്റെ റിയാക്ഷൻ ആണ്. ഇലക്ട്രോഫൈലിന്റെ പരിപാടി ബെൻസീൻ റിംഗിലേക്ക് വരുന്നു. ബെൻസീൻ റിംഗിൽ നിന്ന് H+ മാറ്റിയിട്ട് ബെൻസീൻ റിംഗിലാണ് ഇലക്ട്രോഫൈൽ വരിക. റിംഗിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്, അല്ലാതെ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ റിയാക്ഷൻ അല്ല. പക്ഷെ നമുക്ക് അറിയേണ്ടത് ഇലക്ട്രോഫൈൽ ഏത് പൊസിഷനിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കണം, ഹാലജൻ ഒരു +R ഗ്രൂപ്പാണ്. എല്ലാ +R ഗ്രൂപ്പും നമുക്കറിയാം ഓർത്തോ പാരഡൈറ്റിക് ഗ്രൂപ്പാണ്. കീ ആറ്റത്തുമ്പോൾ ലോൺ പെയർ ഉണ്ടോ നോക്കിയാൽ മതി. റിംഗും അറ്റാച്ച്ഡ് ആറ്റത്തുമ്പോൾ ലോൺ പെയർ ഉണ്ടെങ്കിൽ അയാൾ ഒരു +R ഗ്രൂപ്പായിരിക്കും. എല്ലാ +R ഗ്രൂപ്പും ഓർത്തോ പാരഡൈറ്റിക് ഗ്രൂപ്പാണ്. അതുകൊണ്ട് വരുന്ന ഇലക്ട്രോഫൈൽ ഓർത്തോയിലേക്കോ അല്ലെങ്കിൽ പാരയിലേക്കോ ആണ് പോവുക. അപ്പോൾ ഹാലജൻ ഒരു ഓർത്തോ പാരഡൈറ്റിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് വരുന്ന ഇലക്ട്രോഫൈലിനെ ഒന്നെങ്കിൽ ഹാലജൻ തന്റെ ഓർത്തോയിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാരയിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ 2 ചാൻസ് ഉണ്ട്, ഒന്നെങ്കിൽ ഓർത്തോയിലേക്ക് വരാം അല്ലെങ്കിൽ പാരയിലേക്ക് വരാം. അതിൽ ഓർത്തോ ആയിരിക്കും മൈനർ, കാരണം ഓർത്തോയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൾക്കിനെസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ക്രൗഡിങ് ഉണ്ടാവും. പാരയില്ല പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് പാരയായിരിക്കും മേജർ. ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ കോമൺലി പഠിക്കുന്ന കുറേ ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്താൽ എല്ലാത്തിനും ഇലക്ട്രോഫൈൽ എന്താണെന്ന് നമുക്കറിയണം. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. അപ്പോൾ ക്ലോറോബെൻസീൻ എടുക്കാം. ഞാൻ ഇയാളെ നൈട്രേഷൻ നടത്താണ്. നൈട്രേഷനിലെ റിയേജന്റ് നിങ്ങൾക്കറിയാം കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇലക്ട്രോഫൈൽ നിങ്ങൾക്കറിയാം NO2+ ആണ്. എല്ലാത്തിലും ഇലക്ട്രോഫൈൽ നമുക്കറിയണം. ഓക്കെ, ഇലക്ട്രോഫൈൽ നൈട്രേഷനിലെ NO2+ ആണ്. 2 സാധ്യത ഉണ്ട് ഇലക്ട്രോഫൈലിന്, ഒന്നെങ്കിൽ ഓർത്തോയിലേക്ക് വരാം അല്ലെങ്കിൽ പാരയിലേക്ക് വരാം. പാരയായിരിക്കും മേജർ, ഓർത്തോ മൈനർ. ഈ സൾഫോണേഷൻ ആണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഒലിയാണ് കൊടുക്കുക. SO3H ആണ് ഇവിടെ ഉണ്ടാവുക, ഒന്നെങ്കിൽ ഓർത്തോ അല്ലെങ്കിൽ പാര. എല്ലാത്തിലും പാര തന്നെയായിരുന്നു മേജർ, അത് എല്ലാത്തിലും. കാരണം ഓർത്തോയിൽ ബൾക്കിനെസിന്റെ പ്രശ്നം ഉണ്ടാവും. ഇനി ക്ലോറിനേഷൻ ആണെങ്കിൽ Cl+ ആയി വരിക, ബ്രോമിനേഷൻ ആണെങ്കിൽ Br+ റിംഗിലേക്ക് വരിക, ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആണെങ്കിൽ R+ വരും, ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആണെങ്കിൽ RCO+ വരും. ഓരോന്നിൽ ഇലക്ട്രോഫൈൽ നമുക്കറിയാലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പഠിക്കാനുള്ളത് പോളിഹാലജൻ കോമ്പൗണ്ടാണ്. കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിഹാലജൻ കോമ്പൗണ്ട് യൂസസ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട പോളിഹാലജൻ കോമ്പൗണ്ട് ഒന്ന് മെത്തൈലീൻ ക്ലോറൈഡ് ആണ്. മെത്തൈലീൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ CH2Cl2. ഇതിൻ്റെ യൂസ് എഴുതി വെക്കണം. ഇത് പെയിന്റ് റിമൂവർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, മെറ്റൽ ക്ലീനിങ് ആൻഡ് ഫിനിഷിംഗ് സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ഇത് എയറസോൾ പ്രൊപ്പലൻ്റ് ആണ്. നമ്മൾ ഈ പ്രൊപ്പലൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എയറസോൾ ഉണ്ടല്ലോ, സ്പ്രേ ഒക്കെ പോലത്തെ സബ്സ്റ്റൻസ്, ഒരു ഗ്യാസ് ലിക്വിഡിൽ മിക്സ് ചെയ്ത സബ്സ്റ്റൻസ് ആണ് എയറസോൾ. അപ്പോൾ ഈ എയറസോൾസിലൊക്കെ നമ്മൾ ഈ സ്പ്രേ പോലത്തെ സബ്സ്റ്റൻസ് ആലോചിച്ചാൽ മതി. അവിടെ നമ്മൾ ആ പ്രഷർ കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഗ്യാസ് മോളിക്യൂൾസ്, ആ ഫോഗ് പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ ആ ഫോഗ് പാർട്ടിക്കിൾസിനെ പുറത്തേക്ക് തള്ളി വിടാൻ വേണ്ടിയിട്ട് അതിൽ ചില സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രൊപ്പൽ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൊപ്പലൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് മെത്തൈലീൻ ക്ലോറൈഡ്. അപ്പോൾ മെത്തൈലീൻ ക്ലോറൈഡിൻ്റെ ഒരു യൂസ് എന്താണ്, മെറ്റൽ ക്ലീനിങ് ആൻഡ് ഫിനിഷിംഗ് സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ പെയിന്റ് റിമൂവർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ പ്രൊപ്പലൻ്റ് ഇൻ എയറസോൾ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യുണീക്ക് യൂസ്, പ്രൊപ്പലൻ്റ് ഇൻ എയറസോൾസ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തൊരു കോമ്പൗണ്ട് നമുക്കറിയാം ക്ലോറോഫോം ആണ്. നമ്മൾ പോളിഹാലജൻ കോമ്പൗണ്ടിൽ പഠിക്കുന്ന വേറൊരു കോമ്പൗണ്ട് ക്ലോറോഫോം. ക്ലോറോഫോമിൻ്റെ യൂസ് ഒന്ന് ഈ ഫാറ്റ് അയഡിനൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ക്ലോറോഫോമിൻ്റെ മെയിൻ യൂസ് നമുക്കറിയാം അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അനസ്തെറ്റിക് പണ്ട് കാലങ്ങളിൽ ഇതായിരുന്നു അനസ്തെറ്റിക്, സർജറിയിലൊക്കെ അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്തിരുന്ന കോമ്പൗണ്ടാണ് ക്ലോറോഫോം. ഇപ്പോൾ ക്ലോറോഫോം അല്ല അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ വേറൊരു കോമ്പൗണ്ടാണ്. ഇപ്പോൾ യൂസ് ചെയ്യുന്ന അനസ്തെറ്റിക് NCERT പറയുന്നുണ്ട് ഹാലോത്തൈൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ്. ഹാലോത്തൈൻ്റെ ഫോർമുല CF3CHClBr. ഇതൊരു പോളിഹാലജൻ കോമ്പൗണ്ട് തന്നെയാണ്. ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന അനസ്തെറ്റിക്. NCERTയുടെ തുടക്കത്തിൽ, ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഇത് പറയുന്നുണ്ട്. പക്ഷെ പണ്ട് കാലങ്ങളിൽ ക്ലോറോഫോം ആയിരുന്നു അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ക്ലോറോഫോം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം ക്ലോറോഫോം റീപ്ലേസ് ചെയ്യാനുള്ള കാരണം നമുക്കറിയാം, ക്ലോറോഫോം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. കാരണം ക്ലോറോഫോം പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യുന്ന ആളാണ്. ഈ ക്ലോറോഫോം എയറിലുള്ള ഓക്സിജന്റെ പ്രസൻസിൽ എയറും ലൈറ്റൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ക്ലോറോഫോം ഓക്സിഡൈസ് ചെയ്യും. ക്ലോറോഫോം ഓക്സിഡൈസ് ചെയ്താൽ വളരെ എക്സ്ട്രീംലി ഹാംഫുൾ ആയിട്ടുള്ള കാർബോണൈൽ ക്ലോറൈഡ് അഥവാ ഫോസ്ഡീൻ ആയിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ക്ലോറോഫോം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാം. ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ഒക്കെ നമ്മുടെ എഴുതാം വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ക്ലോറോഫോം പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യുന്നതാണ്. സാധാരണ ലൈറ്റിൻ്റെ എയറൊക്കെ തട്ടിക്കഴിഞ്ഞാൽ തന്നെ ക്ലോറോഫോം ഓക്സിഡൈസ് ചെയ്തിട്ട് ഫോസ്റ്റി എന്നുള്ള വളരെ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിട്ട് മാറും. അതുകൊണ്ട് ക്ലോറോഫോം ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാം. ക്ലോറോഫോം നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഡാർക്ക് ബോട്ടിൽസിൽ വേണം സ്റ്റോർ ചെയ്യാൻ. എന്തിനാ? ലൈറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റ് ഉണ്ടെങ്കിൽ ക്ലോറോഫോം ഓക്സിഡൈസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, ഫോസ്ഡീൻ ആയിട്ട് മാറാം. അതുപോലെ ക്ലോറോഫോം സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ആ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ ബാക്കി പകുതിയൊക്കെ ഫില്ല് ചെയ്താൽ ബാക്കി പകുതി അവിടെ എയർ ഉണ്ടാവുക. അപ്പോൾ ക്ലോറോഫോം ഓക്സിഡൈസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എയറിൻ്റെ പ്രസൻസിൽ. അതുകൊണ്ട് ഡാർക്ക് ബോട്ടിൽസിലും കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ക്ലോറോഫോം സ്റ്റോർ ചെയ്ത് വെക്കാറ്. പിന്നെ അടുത്തൊരു പോളിഹാലജൻ കോമ്പൗണ്ട് നമുക്കറിയാം അയഡോഫോം ആണ്, CHI3.
ഐഡോഫോം എന്തിനാ യൂസ് ചെയ്യുക? ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള ആളാണ്. അപ്പോൾ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഐഡോഫോം. പിന്നെ CCl4 ആണ്, കാർബൺ ടെട്രാക്ലോറൈഡിന് അടുത്തൊരു പോളിഹാലജൻ കോമ്പൗണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യാറ് ഫയർ എക്സ്റ്റിങ്യൂഷർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഫയർ എക്സ്റ്റിങ്യൂഷർ. ഓക്കെ. പിന്നെ CCl4 കോസ് ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമായിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് CCl4. പിന്നെ അടുത്തത് ഫ്രിയോൺസ് ആണ്, അടുത്ത കോമ്പൗണ്ട് ഫ്രിയോൺ. ഈ ഫ്രിയോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീഥൈൻ്റെയും ഈഥൈൻ്റെയും ഫ്ലൂറോ ക്ലോറോ ഡെറിവേറ്റീവ്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മീഥൈനോ ഈഥൈനോ എടുക്കുക, എന്നിട്ട് ഇവിടുന്ന് ഹൈഡ്രജനെ മാറ്റിയിട്ട് ഫ്ലൂറിനും ക്ലോറിനും കൊടുക്കുക, അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടാണ് ഫ്രിയോൺ. ഇതൊരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് പേരല്ല, അതൊരു ക്ലാസ് ഓഫ് കോമ്പൗണ്ടാണ്. അപ്പോൾ മീഥൈന്ന് ഞാനൊരു 2 ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു ഫ്ലൂറിനും ഒരു ക്ലോറിനും കൊടുത്തു, ഇതൊരു ഫ്രിയോൺ. ഫ്ലൂറിനും ക്ലോറിനും വരണം, അപ്പോഴേ ഫ്രിയോൺ ആവുള്ളൂ. ഫ്ലൂറിൻ മാത്രം വന്ന ഫ്രിയോൺ അല്ല, ക്ലോറിൻ മാത്രം വന്നാലും ഫ്രിയോൺ അല്ല, ഫ്ലൂറിനും ക്ലോറിനും വരണം. ഫ്ലൂറോ ക്ലോറോ ഡെറിവേറ്റീവ്സ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ മീഥൈന്ന് ഞാൻ 4 ഹൈഡ്രജനെ മാറ്റി എന്നിട്ട് 2 ഫ്ലൂറിനും 2 ക്ലോറിനും കൊടുത്തു, അല്ലെങ്കിൽ 3 ഹൈഡ്രജനെ മാറ്റി, അല്ലെങ്കിൽ വേണ്ട ഒരു 4 ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു 3 ഫ്ലൂറിനും 1 ക്ലോറിനും കൊടുത്തു, ഇതൊരു ഫ്രിയോൺ. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈഥൈന്ന് ഞാനൊരു 3 ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു 2 ഫ്ലൂറിനും 1 ക്ലോറിനും കൊടുത്തു, അല്ലെങ്കിൽ മുഴുവൻ ഹൈഡ്രജനെ മാറ്റിയിട്ട് ഞാനൊരു മുഴുവൻ ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു 4 ഫ്ലൂറിനും 2 ക്ലോറിനും കൊടുത്തു, അല്ലെങ്കിൽ ഒരു 3 ഫ്ലൂറിനും 3 ക്ലോറിനും കൊടുത്തു. ഇങ്ങനെ ഒരുപാട് ഫ്രിയോൺസ് ഉണ്ട്, ഇതൊക്കെ ഫ്രിയോൺസ്. അപ്പോൾ ദേ ആർ ഫ്ലൂറോ ക്ലോറോ ഡെറിവേറ്റീവ്സ് ഓഫ് മീഥൈൻ ഓർ ഈഥൈൻ. ഫ്രിയോൺസിന്റെ യൂസ് റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, യൂസ്ഡ് ആസ് റെഫ്രിജറന്റ് അല്ലേ, ഫ്രിഡ്ജിലും AC-ലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കൂളിംഗ് സബ്സ്റ്റൻസ് ആണ് റെഫ്രിജറന്റ്. ഈ ഫ്രിയോൺസിന്റെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രിയോൺസ് ഉണ്ടാക്കുക, ക്ലോറോഫോം എടുക്കുക, അല്ലെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡ് എടുക്കുക, എന്നിട്ട് ഇയാളെ AgFുമായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ക്ലോറോഫോമോ കാർബൺ ടെട്രാക്ലോറൈഡിനെ AgFുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇത് നമ്മൾ പഠിച്ച റിയാക്ഷനാണ്, സ്വാർട്സ് റിയാക്ഷനാണ്. ഒരു ആൽക്കിൽ ആലിഡിലേക്ക് AgF കൊടുത്താൽ ഇവിടെ ക്ലോറിനെ മാറ്റിയിട്ട് ഫ്ലൂറിൻ വരും, ഒരു AgF കൊടുത്താൽ ഒരു ക്ലോറിനെ മാറ്റിയിട്ട് എന്ത് വരും, ഒരു ഫ്ലൂറിൻ വരും. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കി ഒരു ഫ്രിയോൺ കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾ പിന്നെ 2 AgF കൊടുക്കുകയാണെങ്കിൽ 2 ക്ലോറിനെ മാറ്റിയിട്ട് 2 ഫ്ലൂറിൻ വരും. ഇപ്പോൾ കാർബൺ ടെട്രാക്ലോറിലേക്ക് ഞാൻ 2 AgF കൊടുത്തു, അപ്പോൾ 2 ക്ലോറിനെ മാറ്റിയിട്ട് 2 ഫ്ലൂറിൻ വരും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ക്ലോറോഫോമിൽ നിന്നും കാർബൺ ടെട്രാക്ലോറിൽ നിന്നൊക്കെ സ്വാർട്സ് റിയാക്ഷൻ വഴിയാണ് നമ്മൾ എന്തുണ്ടാക്കാറ്, ഫ്രിയോൺസ് ഉണ്ടാക്കാറ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോളിഹാലജൻ കോമ്പൗണ്ടാണ് DDT, ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥൈൻ. അതിൻ്റെ DDTയുടെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് തവണ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് DDT സ്ട്രക്ചർ അല്ലേ, ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥൈൻ, ഇതാണ് DDT. ഒരു ഇൻസെക്ടിസൈഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, യൂസ്ഡ് ആസ് ഇൻസെക്ടിസൈഡ്, കീടനാശിനിയാണ് ഇൻസെക്ടിസൈഡ്. അതുപോലെ DDT ബയോഡിഗ്രേഡബിൾ അല്ല എന്നുള്ള പോയിന്റ് കൂടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വൺ ഷോട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ ഏകദേശം എല്ലാ ടോപ്പിക്കും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റും ഞാൻ പറഞ്ഞിട്ടുണ്ട്. റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇനി മോർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. NCERTയുടെ എക്സസൈസിലെ ഇൻഡെക്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫുൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. ശരി, താങ്ക് യു, ബൈ.